നമസ്കാരം. ഗൂഷിങ് ജിഗ്ദു മാർഷൽസ് അസോസിയേഷന്റെ ആ ഓഫീസിൽ മടങ്ങിയെത്തിയപ്പോൾ അവൻ ശരിക്കും അസ്വസ്ഥനാണ്. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അയാളെ ശരിക്കും കോർണർ ചെയ്തിരിക്കുകയാണ്. ജിഗ്ദു മാർഷൽസ് അസോസിയേഷൻ മാർഷൽ ആർട്സ് മേഖലയിലെ ആളുകൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണെന്നാണ് വെപ്പ്. പക്ഷെ ഇന്ന് സംഭവിച്ചത് അതൊന്നുമല്ല. മാർഷൽ ആർട്സുകാരെ കൊന്നൊടുക്കാനായി വിളിച്ചു കൂട്ടിയ ഒരു സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ചത് അല്ലെങ്കിൽ അധ്യക്ഷനായത് ഗൂഷിങ് ആയതുപോലെയായി സംഭവങ്ങൾ. ഗൂഷിങ് അതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുമ്പോൾ ഗൂഷിങ്ങിന്റെ മനസ്സിൽ ശരിക്കും ടെൻഷനോടെ കയറി വരുന്നത് ആ മാസ്ക് വെച്ച സ്ത്രീയാണ്. അവരെക്കുറിച്ച് ഗൂഷിങ് ആലോചിക്കുമ്പോഴേക്കും ലോങ് മേ അയാളുടെ അടുത്തേക്ക് വന്നു. അവൻ കുറെ ഫയലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജിഗ്ദു മാർഷൽസ് അസോസിയേഷന്റെ ആ ഫയലുകളുള്ള ലൈബ്രറിയിൽ നിന്ന് അത് തപ്പിയെടുത്തുകൊണ്ട് അവൻ വന്നിരിക്കുകയാണ്. ഒരു കെട്ട് ഫയലുകൾ അവൻ ഗൂഷിങ്ങിന്റെ മേശപ്പുറത്തേക്ക് വെച്ചു. ഗൂഷിങ് അവനോട് ചോദിച്ചു, ലോങ് മേ, എന്തെങ്കിലും വിവരം കിട്ടിയോ? മാസ്റ്റർ, ആ സ്ത്രീ ശരിക്കും ഒരു ടെററാണ്. അവര് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും ശക്തയായ സ്ത്രീയാണ്. അവർ പലതവണ പുനർജനിച്ചു എന്നൊക്കെയാണ് ഈ ഫയൽ കാണുന്നത്. അങ്ങനെ ലോങ് മേ പറഞ്ഞതും ഗൂഷിങ് ആ ഫയലുകൾ എടുത്ത് വായന തുടങ്ങി. ഏകദേശം ഒരു 1-2 മണിക്കൂർ ആ ഫയലുകളിലൂടെ ഗൂഷിങ് കടന്നുപോയി കാണും. അത് വായിക്കും തോറും അയാൾ ശരിക്കും അസ്വസ്ഥനാവുകയാണ്. അയാൾക്ക് ആ സ്ത്രീയുടെ ശക്തി വായിക്കുമ്പോൾ ബോധ്യമാകുന്നുണ്ട്. പക്ഷെ മനസ്സിലാകാത്തത് ഒരു സിമ്പിൾ കാര്യമാണ്. ഈ സ്ത്രീയും ഈ മാർക്ക് ഫെല്ലറും തമ്മിൽ എന്താ ബന്ധം? മാർക്ക് ഫെല്ലറെ കൊന്നൊടുക്കാൻ അനവധി തവണ പലതരം മാർഗങ്ങൾ ഉപയോഗിച്ച ഗൂഷിങ് അതിലെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ പരാജയം അയാളെ ഹൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഒരു അജ്ഞാതയായ സ്ത്രീ വന്ന് മാർക്ക് ഫെല്ലറെ സഹായിച്ചിരിക്കുന്നത്. ദേഷ്യത്തോടെ ഗൂഷിങ് ആ ഫയലെടുത്ത് മേശപ്പുറത്ത് ആഞ്ഞടിക്കുമ്പോഴാണ് ലോർഡ് സീസർ അകത്തേക്ക് കയറി വരുന്നത്. യങ് മാസ്റ്റർ, എന്താ ഇത്? അങ്കിൾ, ആ സ്ത്രീ നമുക്ക് കൊല്ലണം. ഏത് സ്ത്രീയെ? ആ മാസ്ക് വെച്ച സ്ത്രീയെ. യങ് മാസ്റ്റർ, എന്തായി പറയുന്നത്? ആ സ്ത്രീയുടെ ശക്തി അങ്ങ് നേരിൽ കണ്ടതല്ലേ? നമ്മൾക്കാർക്കും ആ ചോറസിന്റെ ആ സ്കെലിറ്റൻ ആർമിയെ നേരിടാൻ പറ്റാതിരുന്നപ്പോൾ വെറും വിരലിഞ്ഞൊടിച്ച് അവർ ആ സ്കെലിറ്റൻ ആർമിയെ നിശ്ചലമാക്കുകയായിരുന്നു. അവരുടെ ശക്തിക്ക് മുന്നിൽ നമ്മളാരും ഒന്നുമല്ല. അവർ വിചാരിച്ചാൽ നമ്മുടെ ഈ ജിഗ്ദു മാർഷൽസ് അസോസിയേഷനെ നിഷ്പ്രയാസം ഇല്ലാതാക്കാം. അവരോടൊക്കെ പിണങ്ങാൻ നിൽക്കുന്നത് അപകടമാണ്. ആ മാസ്ക് വെച്ച സ്ത്രീ അതിശക്തിയാണെന്ന് കാര്യകാരണ സഹിതം ഗൂഷിങ്ങിനെ ലോർഡ് സീസർ പഠിപ്പിക്കുകയാണ്. അവിടെ ആ രംഗം അങ്ങനെ അരങ്ങേറുമ്പോൾ മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പോസ്റ്റുകളും ചിത്രങ്ങളുമായി പ്രതിഫലിച്ചു തുടങ്ങി. ടൺ കണക്കിന് അഭിപ്രായങ്ങളും വന്ന് ചാടുകയാണ്. ജിഗ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനോടും ഗൂഷിങ്ങിനോടും വൻതോതുള്ള എതിർപ്പ് ആ പോസ്റ്റുകളിലും അഭിപ്രായങ്ങളിലും നിഴലിക്കുമ്പോൾ തന്നെ ജിഗ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ പൂർണ്ണമായിട്ടും ആരും തള്ളി പറയുന്നില്ല. അതിന്റെ കാരണം സാക്ഷാൽ ലോർഡ് സീസറാണ്. സീസർ അയാളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ടോറസിന്റെ ആ സ്കെലിറ്റൻ ആർമിയോട് പൊരുതിയത്. അതെല്ലാവരും കണ്ട കാര്യമാണ്. ടോറസിന്റെ ആ സ്കെലിറ്റൻ ആർമിയുടെ ആക്രമണത്താൽ സീസറുടെ ജീവൻ വരെ നഷ്ടപ്പെടുമെന്നുള്ള സ്റ്റേജ് എത്തിയതാണ്. അതെല്ലാം ആളുകൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ജിഗ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെതിരെ അതിശക്തമായ ഒരു ആക്രമണം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എന്നാൽ അതേ സമയത്ത് സകലരും വാതോരാതെ പ്രശംസിക്കുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക് ഫെല്ലറുടെ ആക്ട് ശരിക്കും അൺബിലീവബിൾ ആണ്. മാർക്ക് മരിക്കുമെന്ന് ഉറപ്പാക്കിയിട്ട് തന്നെയാണ് ആ സ്കെലിറ്റൻ ആർമിയോട് പൊരുതിയത്. ആ കാര്യം അവിടെ പങ്കെടുത്ത സകലരും സൂചിപ്പിക്കുകയാണ്. ശരിക്കും അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ആളുകൾ പോലും മാർക്കിന് അനുകൂലമായിട്ടാണ് കമന്റ് ചെയ്യുന്നത്. അവരുടെയൊക്കെ ജീവൻ രക്ഷപ്പെട്ടത് മാർക്ക് ഫെല്ലർ എന്ന ഒറ്റ ആള് മുഖാന്തരമാണ്. മാർക്കിനോട് ആ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ആ അജ്ഞാതയായ സ്ത്രീക്ക് എന്തോ ഒരു അടുപ്പമുണ്ട്, ഒരു താല്പര്യമുണ്ട്, ഒരു കരുതലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവരെല്ലാവരും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. ആ കാര്യം പറഞ്ഞുകൊണ്ട് ആളുകൾ മാർക്കിനെ ശരിക്കും പൂഴ്ത്തി എഴുതുകയാണ്. മാർക്ക് ഇല്ലായിരുന്നുവെങ്കിൽ അവരെല്ലാവരും അവസാനിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയമൊന്നുമില്ല. മാർക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആ ജീവൻ മരണ പോരാട്ടം ശരിക്കും അവിസ്മരണീയമാണെന്നും മാർക്കൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ പോസ്റ്റ് വരികയാണ്. ഈ പോസ്റ്റുകളൊക്കെ ഗൂഷിങ് കാണുന്നതോടൊപ്പം സാക്ഷാൽ ജിനേവോ ബ്ലാക്കിങ് കാണുകയാണ്. ജിനോവയ്ക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ ശരിക്കും കൊണ്ട് ദേഷ്യം വരികയാണ്. അവൻ ആദ്യമൊന്നും മാർക്ക് ഫെല്ലറെ സീരിയസ് ആയി കണ്ടിരുന്നില്ല. ഹാൻ വിൽമൗണ്ടും അവന്റെ കസിൻ എമിലി ബ്ലാക്കും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് തന്നെയാണ് അവൻ കരുതിയിരുന്നത്.
ആ വിവാഹം മുടക്കാനായി വരുന്ന മാർക്ക് ഫെല്ലർ ഒരു സാധാരണക്കാരൻ. അതായിരുന്നു ജിനാവോയുടെ റീഡിംഗ്. പക്ഷേ ആ വിവാഹ ദിവസം വിൽമൗണ്ടിനെ മാർക്ക് ഫെല്ലർ തോൽപ്പിച്ചപ്പോൾ ജിനാവോയുടെ മുഖത്ത് ഒരു പുഞ്ചിരി മാത്രമാണ് വിരിഞ്ഞത്. അന്ന് ജിനാവോ ആ ഫൈറ്റിൽ പങ്കെടുത്തിരുന്നില്ല. അവൻ കൗതുകത്തോടെ അത് നോക്കി നിൽക്കായിരുന്നു. പക്ഷെ ആ ദിവസം മുതൽ ഈ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് മാർക്ക് ഫെല്ലർക്ക് ഉണ്ടായിരിക്കുന്ന വളർച്ച അത് സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. ആ വളർച്ചയുടെ എൻഡിൽ ഇതാ അവൻ ആ മാസ്ക് വെച്ച സ്ത്രീയുമായി ശരിക്കൊരു റാപ്പോ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. മാർക്കും ആ സ്ത്രീയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അത് ജിനോവയ്ക്ക് ഉറപ്പാണ്. ജിനോവയ്ക്ക് ആ മാസ്ക് വെച്ച സ്ത്രീ ആരാണ് എന്നും വ്യക്തമായിട്ട് അറിയാം. അത് മാർക്കിനൊപ്പം ഉണ്ടായിരുന്ന ആ പെൺകുട്ടി തന്നെയാണ്. ജിനോവോ മാർക്കിനെ ആ മാർഷൽ ആർട്സ് അക്കാഡമി വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ മാർക്കിന്റെ മുന്നിലേക്ക് കയറി നിന്ന ഷിയാവോ ഒന്ന് കൈ ഉയർത്തിയതും ജിനോവോ തെറിച്ച് ദൂരേക്ക് വീണതൊക്കെ ഇപ്പോഴും ജിനോവയ്ക്ക് ഓർമ്മയുണ്ട്. അന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ജിനോവോ വാഷ്റൂമിലേക്ക് വന്നതിന് ശേഷം കുടം കണക്കിന് രക്തമാണ് ഛർദ്ദിച്ചത്. ശരിക്കും അയാൾ ഷിയാവുവിൻ്റെ ആ ശക്തി അനുഭവിച്ചറിഞ്ഞ ആളാണ്. അവൾ വളരെ കാഷ്വലായിട്ടാണ് കൈ അനക്കിയത്. അന്ന് ആ കൈ അനക്കത്തിന് തന്നെ അത്രയും പവർ ഉണ്ടെങ്കിൽ ശരിക്കും അവളുടെ ശക്തി പ്രകടിപ്പിച്ചാൽ താൻ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ജിനോയ്ക്ക് അറിയാം. ആ ഷിയാവു മാർക്കിനൊപ്പമാണ് താമസിച്ചിരുന്നത്. അവൾ തന്നെയാണ് മാസ്ക് വെച്ചുകൊണ്ട് ആ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത്. അക്കാര്യത്തിൽ ജിനോയ്ക്ക് സംശയമൊന്നുമില്ല. ഇവനെങ്ങനെ ആ പെൺകുട്ടിയുമായി ബന്ധമുണ്ടാക്കിയത്? ജിനോയ്ക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ്. അവനാണ് ഈ പൈറോയുടെ നമ്പർ 1 അവൻ സ്വയം മനസ്സുകൊണ്ട് ഉറപ്പിച്ച കാര്യമാണ്. പക്ഷെ ആ സിംഹാസനത്തിന് ഇളക്കം തട്ടിയിരിക്കുകയാണ്. ഇപ്പോ പൈറോയിലെ യങ്സ്റ്റേഴ്സിൽ നമ്പർ 1 ആരാണെന്ന് ആളുകൾ ചോദിച്ചാൽ അവർ പലരും മാർക്ക് ഫെല്ലറുടെ പേര് പറയും. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ജിനോയ്ക്ക് സഹിക്കുന്നില്ല. ജിനോവയുടെ അസ്വസ്ഥത ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ദിവസങ്ങൾ അതിവേഗം ഓടിപ്പോവുകയാണ്. ഏകദേശം ഒരാഴ്ചയ്ക്കായപ്പോൾ ആളുകൾ ഈ ഇൻസിഡന്റ് മറന്നു തുടങ്ങി. പലരും ടോറസിനെ അന്വേഷിച്ചു തുടങ്ങി. ടോറസിനെ ആളുകൾ പല സ്ഥലത്തും തിരക്കിയെങ്കിലും ടോറസിനെ കണ്ടുപിടിക്കാനേ പറ്റിയില്ല. ചില ബിരുദന്മാർ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷന്റെ ആ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ദ്വീപിൽ വരെ ചെന്ന് തിരക്കി നോക്കി. അവിടെയും ടോറസ് ഉള്ളതിന്റെ ഒരു ലക്ഷണവുമില്ല. ടോറസ് പൂർണ്ണമായും ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ അവിടെ പീസ് മൗണ്ടനിൽ ശരിക്കും ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞു. ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞ മാർക്ക് ഫെല്ലർ ആ ബുദ്ധൂസിനെ വിളിക്കുമ്പോൾ അയാൾ നല്ല ഉറക്കത്തിലാണ്. ബുദ്ധൂസിനെ വിളിച്ചുണർത്താൻ മാർക്ക് ശ്രമിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ്. ആ ബുദ്ധൂസ് വിചാരിച്ചാലേ മാർക്കിന് ആ ഹെവൻലി വാനില കിട്ടത്തുള്ളൂ. മാർക്കിന് പരിചയമുള്ള വേറെ ഒരാൾക്കും ഹെവൻലി വാനിലെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ ബുദ്ധൂസിനെ എന്തായാലും അതറിയാം. ആ കാര്യം മാർക്കിന് അറിയാം. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാർക്ക് ബുദ്ധൂസ് എന്ന് വിളിക്കുമ്പോൾ ഒരു അനക്കവുമില്ല. അയാൾ സുഖനിദ്രയിലാണ്. 100 കണക്കിന് വർഷങ്ങൾ ഉറക്കത്തിലായിരുന്നത് കൊണ്ടാകാം ഈ ബുദ്ധൂസ് വേഗം ഉറങ്ങിപ്പോകും. അതിനെക്കുറിച്ച് ആലോചിച്ച മാർക്ക് ഫെല്ലർ സാവധാനം ധ്യാനത്തിലേക്ക് കടന്നു. മാർക്ക് മാർഷൽ സെയിന്റ് ആകാൻ മനസ്സിനെ ഒന്ന് കേന്ദ്രീകരിക്കുകയാണ്. എല്ലാ ചിന്തകളിൽ നിന്നും മാർക്ക് മാറി ആ പ്രക്രിയയിലേക്ക് മാത്രം മനസ്സിനെ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ മാർക്കിന് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. മാർഷൽ സെയിന്റിലേക്കുള്ള മാർക്കിന്റെ ആ മാനസിക യാത്ര അങ്ങോട്ട് സുഗമമായി മുന്നോട്ട് പോകുന്നില്ല. അതെവിടെയോ ഇടിച്ചു നിൽക്കുകയാണ്. ഒരു സ്റ്റെപ്പ് കൂടി കടന്നാൽ മാർഷൽ സെയിന്റിന്റെ മാനസികാവസ്ഥയിലേക്ക് മാർക്കിന് എത്താൻ പറ്റും. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു തടസ്സം. മാർക്കിന്റെ ആ പാത്ത് മാർക്ക് വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് സുഗമമാകുന്നില്ല. മാർഷൽ സെയിന്റ് ആകണമെങ്കിൽ മനസ്സിൽ ഒരു പാത്ത് വന്നേ പറ്റൂ. ആ പാത്തിനെ ഫോളോ ചെയ്താണ് ട്രിബുലേഷൻ സമയത്ത് മാർക്ക് മാർഷൽ സെയിന്റ് ആകേണ്ടത്. പക്ഷെ ആ പാത്ത് മാർക്കിന്റെ മനസ്സിൽ തെളിയുന്നതേയില്ല. ഒരു മങ്ങൽ, ഒരു തടസ്സം ആ പാത്തിലുണ്ട്. ഷൂഷിവാങ്ങിന്റെ പാത്ത് സമാധാനത്തിന്റെ പാത്തായിരുന്നു. ജിയാങ് ഹിയുടെ പാത്ത് അനീതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. അവരുടെ 2 പേരുടെയും മനസ്സിലുള്ള പാത വ്യക്തമായതുകൊണ്ടാണ് അവർക്ക് ആ മനസ്സ് ഏകീകരിക്കാനും മാർഷൽ സെയിന്റായി മാറാനും പറ്റിയത്. മാർക്കിനത് പറ്റുന്നില്ല. എന്താണ് ഇനിയിപ്പോൾ ചെയ്യുക? അങ്ങനെ ചോദ്യം മാർക്കിന്റെ മനസ്സിലേക്ക് വന്നതും മാർക്ക് അയാളുടെ ആ മൊബൈൽ ഫോണിലൂടെ മാർഷൽ ആർട്സ് ഫോറത്തിലെ ചർച്ചകളൊക്കെ ഒന്ന് നോക്കി. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ സ്റ്റേഡിയത്തിനകത്ത് ടോറസിന്റെ ആ സ്കെലിറ്റൺ ആർമിയുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് ശേഷം മാർക്ക് ആദ്യമായിട്ടാണ് ആ മാർഷൽ ആർട്സ് ഫോറം തുറക്കുന്നത്. അതിനകത്തെ പോസ്റ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ കണ്ട് മാർക്ക് ശരിക്കും അമ്പരന്ന് പോവുകയാണ്.
ഇഷ്ടംപോലെ അഭിപ്രായങ്ങളാണ് കിടക്കുന്നത്. ധാരാളം ആളുകൾ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അന്ന് ആ സമ്മേളനത്തിന് വന്ന ആളുകളിൽ ഒട്ടുമുക്കാൽ ആളുകളും പോസ്റ്റുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവൻ രക്ഷിച്ചത് മാർക്ക് ഫെല്ലർ ആണെന്നാണ് അതിൽ പലരും പറയുന്നത്. മാർക്കിനെ കുറിച്ച് പറയാൻ അവർക്കൊക്കെ 100 നാവാണ്. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്ക് ഒരു പ്രത്യേക പോസ്റ്റ് കണ്ടത്. ഗവൺമെൻറ് ന്യൂ സെലസ്റ്റിൽ ട്രേഡ് ഫെയർ നടത്തുന്നുള്ള കാര്യമാണ് ആ പോസ്റ്റിനകത്തുള്ളത്. ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ നിന്ന് ആരോ ആ വിവരം ജിങ്ദോ മാർഷൽസ് അസോസിയേഷൻ്റെ ആ ഫോറത്തിനകത്തേക്ക് എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മാസം നീണ്ടു നിൽക്കുന്ന ആ ഫെയർ ശരിക്കും ഒരു വേൾഡ് ട്രേഡ് ഫെയർ ആണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആ ട്രേഡിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനായും വിൽക്കാനുമായും ആളുകൾ എത്തും. അത് വായിച്ചപ്പോൾ മാർക്കിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു തിളക്കമുണ്ടായി. ഹെവൻലി വാനില വിൽക്കുന്ന ആരെങ്കിലും ചിലപ്പോൾ ആ ട്രേഡിൽ വന്നാലും. അങ്ങനെ ഒരു ചിന്ത വന്നതും മാർക്ക് ഫെല്ലർ പീസ് മൗണ്ടനിലുള്ള അയാളുടെ സുഹൃത്തുക്കളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ന്യൂ സെലസ്റ്റിലേക്ക് തിരിച്ചു. ന്യൂ സെലസ്റ്റിലെത്തിയ മാർക്ക് ഒരു ഹോട്ടൽ മുറിയൊക്കെ എടുത്തതിന് ശേഷം ട്രേഡ് ഫെയർ നടക്കുന്ന ഭാഗത്തേക്ക് വന്നു. ആ ട്രേഡ് ഫെയറിലേക്ക് എത്തിയ മാർക്ക് ഫെയർ നടക്കുന്ന സ്ഥലത്തേക്ക് കയറി. ശരിക്കും അമ്പരിപ്പിക്കുന്നതാണ് ആ ട്രേഡ് ഫെയറിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ന്യൂ സെലസ്റ്റിലെ സെലസ്ട്രൽ മേഖലയിലാണ് ഈ ട്രേഡ് ഫെയർ നടക്കുന്നത്. ന്യൂ സെലസ്ട്രൽ പ്രധാനമായും 3 മേഖലകളാണ് ഉള്ളത്. സെലസ്ട്രം, യാൻ സിറ്റിയും അതുപോലെ ജിങ്ദു സിറ്റിയും. സെലസ്ട്രൽ സിറ്റിയിലാണ് ഇപ്പോൾ ഈ ട്രേഡ് ഫെയർ നടക്കുന്നത്. അവിടെ ഏകദേശം 10,000 വീടുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫെയറിൽ പങ്കെടുക്കുന്ന കച്ചവടക്കാർക്ക് വേണ്ടി വീട്ടുകാർ വീട് വിട്ടുകൊടുക്കുകയാണ്. ആ വീട്ടുകാർക്ക് ആവശ്യമായ വാടകയും ലാഭമൊക്കെ ആ ട്രേഡിൽ പങ്കെടുക്കുന്ന വ്യാപാരി കൊടുക്കും. 5 കൊല്ലത്തിലൊരിക്കലാണ് ഈ തരത്തിൽ ട്രേഡ് നടക്കുക. ഓരോ തെരുവിൻ്റെയും ഇരുഭാഗത്തുമുള്ള വീടുകൾ അങ്ങനെ വീട്ടുകാർ വിട്ടുകൊടുത്തത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡേഴ്സ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള 100 തെരുവുകൾ അടങ്ങിയ വളരെ വിശാലമായ ഒരു ട്രേഡ് ആക്ടിവിറ്റി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. ആ ട്രേഡ് നടക്കുന്ന സ്ഥലത്തെ 1ാമത്തെ തെരുവിലേക്ക് കടന്ന മാർക്ക് അമ്പരപ്പൊടിയാണ് ആ കാഴ്ച കാണുന്നത്. ഇഷ്ടംപോലെ ആളുകൾ ഒഴുകി നീങ്ങുകയാണ്. ആ ഒഴുകി നീങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളെ പെട്ടെന്ന് മാർക്ക് തിരിച്ചറിഞ്ഞു. മാർക്ക് അതിവേഗം അയാളുടെ പുറത്തെത്തിയിട്ട് പുറത്തും തട്ടി. അയാൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ മീശ മാർക്കിനോട് ചോദിച്ചു, ഏയ് നീ എന്നെ പേടിപ്പിച്ച് കൊന്നനെ. അങ്ങനെ പറഞ്ഞ മീശ മാർക്കിനെ കണ്ടൊന്ന് ചിരിച്ചു. മാർക്ക് മീശയോട് ചോദിച്ചു, ഏയ് മീശ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. മാർക്ക്, നീ ചോദിക്കേ. മീശ, അത് ആരായിരുന്നു? ആ ചോദ്യം മാർക്ക് ചോദിച്ചപ്പോൾ മീശ സാവധാനം മുന്നോട്ട് നടക്കുന്ന മീശ സ്റ്റാളുകൾ നോക്കിയാണ് നടക്കുന്നിടയിൽ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്കെന്ത് തോന്നുന്നു? തിരിച്ചൊരു ചോദ്യമാണ് മാർക്കിന്റെ ചോദ്യത്തിന് മീശ കൊടുത്തത്. മാർക്ക് മീശയോട് പറഞ്ഞു, അത് പിന്നെ അവൾ, ഏയ് മാർക്ക്, നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞതാണ്, ഷിയാവുവിനെ മാർഷൽ ആർട്സ് പഠിപ്പിച്ചാൽ അവൾക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുമെന്ന്. പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നാൽ അവൾ അവളുടെ ശക്തി വീണ്ടെടുക്കും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മീശയ്ക്ക് ആരാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വന്നത് സാക്ഷാൽ മാസ്ക് വെച്ച സ്ത്രീയാണ്. പക്ഷെ മാർക്കിന് അതങ്ങോട്ട് അംഗീകരിക്കാൻ ഒരു മടി. മാർക്ക് മീശയോട് പറഞ്ഞു, ഏയ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മാർക്ക്, നീ ഇപ്പോഴും കാര്യങ്ങൾ ശരിയായി ഉൾക്കൊണ്ടിട്ടില്ല. നീ കണ്ടതല്ലേ, നീ അവളെ ലിറ്റിൽ ഫിഷ് എന്ന് വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയത്. മാർക്ക് ഷിയെ വിളിക്കുക ലിറ്റിൽ ഫിഷ് എന്നാണ്. ലിറ്റിൽ ഫിഷ് എന്ന് വിളിച്ചപ്പോൾ ഷിയെ തിരിഞ്ഞു നോക്കിയത് മാർക്കും മീശയും മാത്രമല്ല, അന്ന് ആ ഗ്രൗണ്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും കണ്ടതാണ്. മീശ അത് നോട്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് മാർക്കിനോട് പറയുന്നത് അത് ഷിയാവു തന്നെയായിരുന്നു. ഷിയാവു തന്നെയാണ് മാസ്ക് വെച്ച സ്ത്രീ. മാസ്ക് വെച്ച സ്ത്രീ പുനർജനിച്ചതാണ് ഷിയാവു. അതാണ് മീശയുടെ അഭിപ്രായം. പക്ഷെ മാർക്കിന് അതങ്ങോട്ട് അംഗീകരിക്കാൻ ഒരു മടി. മാർക്ക് മീശയോട് പറഞ്ഞു, ഏയ് അവള് എൻ്റെ പുറകെ ചിലച്ചുകൊണ്ട് നടക്കുന്ന ഒരു വായാടിയാണ്. അവള് ഒരിക്കലും ആ മാസ്ക് വെച്ച സ്ത്രീ ആകില്ല. മാർക്കിന്റെ മനസ്സിൽ മറ്റൊരു ആശയമാണുള്ളത്. ആ മാസ്ക് വെച്ച സ്ത്രീ എന്തോ കാരണത്താൽ ഷിയാവുവിൻ്റെ ബോഡി പോസസ് ചെയ്തിരിക്കുകയാണ്. ഷിയാവുവിൻ്റെ ബോഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് പ്യുവർ
ഡാർക്ക് എനർജി ബോഡിയാണ്. ഡാർക്ക് എനർജി പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന ഒരു ബോഡി ആ മാസ്ക് വെച്ച സ്ത്രീക്ക് അനിവാര്യമായി ആവശ്യമുണ്ടാവും. ആ ബോഡിയുള്ള ആളെ കണ്ടെത്തി ആ ബോഡിയിൽ ആ മാസ്ക് വെച്ച സ്ത്രീ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നതാണ്. ആ ഒരു ചിന്തയാണ് മാർക്കിന്റെ മനസ്സിലുള്ളത്. പക്ഷെ മീശ പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. ആ സ്ത്രീ പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്ന കൂട്ടത്തിലാണ്. ഈ പ്രാവശ്യം ആ സ്ത്രീ പുനർജനിച്ചത് ഷിയാവുമായിട്ടാണ്. മീശയ്ക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാർക്കും മീശയും മുന്നോട്ട് നടക്കുമ്പോൾ മീശ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നിന്റെ ലക്ഷ്യം എന്താണ്? ആ ഫെയറിന് വന്നതിൻ്റെ ലക്ഷ്യമാണ് മീശ ചോദിക്കുന്നത്. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, മീശ, ഹെവൻലി വാനില ഇവിടെ കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മാർക്ക്, ഈ ഹെവൻലി വാനില നീ വിചാരിക്കും പോലെ എല്ലാവർക്കും വേണ്ട കാര്യമൊന്നുമല്ല. ആവശ്യമുള്ളവർക്ക് അത് വലിയ കാര്യമാണ്. അല്ലാത്തവർക്ക് നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ വളർന്നു കിടക്കുന്ന ഒരു സാധാരണ ചെടി മാത്രമാണ് ഈ ഹെവൻലി വാനില. അതുകൊണ്ട് തന്നെ ആരും അതിൽ ശ്രദ്ധിക്കാനും സാധ്യതയില്ല. ഹെവൻലി വാനിലൊന്നും ആരും കൊണ്ടുവന്ന് വിൽക്കത്തുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, വേറെ എന്തെങ്കിലും സാധനത്തിൽ കേന്ദ്രീകരിക്കുക. ഹെവൻലി വാനില കിട്ടണമെങ്കിൽ നിനക്ക് വാങ്ങാമല്ലോ. അങ്ങനെ മീശ പറഞ്ഞപ്പോൾ മാർക്ക് മനസ്സില്ല മനസ്സോടെ മീശയ്ക്കൊപ്പം ആ തെരുവിലൂടെ നടക്കുകയാണ്. ആ ഒരു തെരുവ് അവർ പൂർണ്ണമായും കണ്ട് രണ്ടാമത്തെ തെരുവിലേക്ക് ഇറങ്ങി. രണ്ടാമത്തെ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ മീശയ്ക്ക് ഒരു മാപ്പ് കിട്ടി. ഒരു ട്രഷർ മാപ്പാണ്. മീശയുടെ ആർക്കിയോളജിക്കൽ ആക്ടിവിറ്റീസുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ട്രഷർ മാപ്പ്. ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ട്രഷർ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മാപ്പാണ് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ശരിക്കും ഒരു മാജിക്കൽ മാപ്പാണ്. മീശ ആ മാപ്പ് വാങ്ങിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ഒരു ശബ്ദം കേട്ടു. മാർക്ക്, ആ വലത് ഭാഗത്തെ മൂലയിലേക്ക് നോക്ക്. മാർക്കിനോട് സംസാരിക്കുന്നത് മാർക്കിന്റെ ഉള്ളിലുള്ള ഡിവൈൻ സെൻസ് സാക്ഷാൽ ബുദ്ധൂസാണ്. ബുദ്ധൂസ് മാർക്കിനോട് സംസാരിച്ചതും മാർക്ക് ബുദ്ധൂസിനോട് പറഞ്ഞു, നീ ഉണർന്നാ? മാർക്ക്, വെറുതെ സംസാരിക്കാതെ ആ വലത് ഭാഗത്തെ കോർണറിലുള്ള ആ ടേബിളിന് അടുത്തേക്ക് വാ. അത് കേട്ടതും മാർക്ക് ഫെല്ലർ മീശയുടെ അടുത്തുനിന്ന് നടന്ന് ആ വലത് ഭാഗത്തുള്ള ടേബിളിന് അടുത്തേക്ക് ചെന്നു. അവിടെ ഒരു ചെടി ഇരിപ്പുണ്ട്. ആ ചെടിയുടെ അടുത്തേക്ക് മാർക്ക് നടക്കുമ്പോൾ ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് സ്കാർലറ്റ് ഫ്ലെയിം ലീഫാണ്. ശരിക്കും അമൂല്യമാണ് ആ ചെടി, നീ അതങ്ങ് വാങ്ങ്. മാർക്ക് ആ കടക്കാരനോട് അതിൻ്റെ വില ചോദിച്ചപ്പോൾ അവനൊരു വല്ലാത്ത വില പറഞ്ഞു. ആ വില ഒത്തിരി കൂടുതലായിട്ട് മാർക്കിന് തോന്നിയതും മാർക്ക് അയാളുമായിട്ട് ഒന്ന് ബാർഗെയിൻ ചെയ്തു തുടങ്ങി. ആ സമയത്ത് ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ബാർഗെയിനിങ് ഒന്നും വേണ്ട, നീ അതങ്ങ് വാങ്ങ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വാങ്ങിക്കളയും. ബുദ്ധൂസ് അങ്ങനെ തീർത്ത് പറഞ്ഞതും മാർക്ക് ആ കടക്കാരൻ ചോദിച്ച പണം കൊടുത്ത് ആ സ്കാർലറ്റ് ഫ്ലെയിം ലീഫ് വാങ്ങിച്ച് മാർക്കിന്റെ ആ മാന്ത്രിക നിലവറിലേക്ക് മാറ്റി. അതിനുശേഷം മാർക്ക് ബുദ്ധൂസിനോട് ചോദിച്ചു, ബുദ്ധൂസ്, എന്താ സംഭവം? മാർക്ക്, ഈ സ്കാർലറ്റ് ഫ്ലെയിം ലീഫ് ശരിക്കും അമൂല്യമാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ചെടിയെ അവസാനമായി ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത? മാർക്ക്, ഈ ചെടി നിനക്ക് നിന്റെ ഡിവൈൻ സെൻസ് ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. ഡിവൈൻ സെൻസ് ഡെവലപ്പ് ചെയ്യാനോ? അതെ മാർക്ക്, നിന്റെ ഡിവൈൻ സെൻസിനെ ശരിക്കും ശക്തമാക്കാൻ ഈ സ്കാർലറ്റ് ഫ്ലെയിം ലീഫ് നിന്നെ സഹായിക്കും. ബുദ്ധൂസ്, നീ എന്തായി പറയുന്നത്? മാർക്ക്, നിനക്ക് വേണ്ടി നീ എനിക്കത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ബുദ്ധൂസ് അങ്ങനെ തീർത്ത് പറഞ്ഞപ്പോൾ മാർക്ക് ബുദ്ധൂസിനോട് ചോദിച്ചു, അല്ല, എനിക്ക് മനസ്സിലാവത്തോണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. മാർക്ക്, നീ മാർഷൽ സെയിന്റ് ആകാൻ പോവുകയാണ്. മാർഷൽ സെയിന്റ് ആകുന്ന നിനക്ക് ശക്തമായ ഡിവൈൻ സെൻസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ നിന്റെ ഡിവൈൻ സെൻസ് ഒരു 2 മടങ്ങ് കൂടി ശക്തി നേടിയാലോ? അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് നീ ഊഹിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. മാർക്ക്, ആ നിമിഷത്തിൽ നീ ഈ ഭൂമിയിലെ ഏറ്റവും ശക്തനാകും. നിന്നെ തോൽപ്പിക്കാൻ പിന്നെ ഈ ഭൂമിയിൽ ഒരാൾക്കും പറ്റില്ല. ശരിക്കും അതിശക്തമായ ഡിവൈൻ സെൻസ് മാർക്കിന് സ്വന്തമായി കഴിഞ്ഞാൽ, മാർക്ക് മാർഷൽ സെയിന്റ് കൂടി ആകുകയാണെങ്കിൽ മാർക്കിന് ഈ ലോകം അടക്കി ഭരിക്കാൻ കഴിയും. ആ ബുദ്ധൂസ് എന്ന് വിളിക്കപ്പെടുന്ന ആള് വളരെ വളരെ വ്യക്തമായ ഒരു വിലയിരുത്തൽ മാർക്കിനെ കുറിച്ച് നടത്തിയിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ മാർക്കിനൊരു വല്ലാത്ത സന്തോഷം തോന്നി. പെട്ടെന്നാണ് എന്തോ ആലോചിച്ച പോലെ മാർക്കിന് പഴയ കാര്യം ഓർമ്മ വന്നത്. മാർക്ക് ബുദ്ധൂസിനോട് ചോദിച്ചു, ബുദ്ധൂസ്, അന്ന് ആ ജിന്ദോ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ സ്റ്റേഡിയത്തിൽ ആ ടോറസിന്റെ സ്കെലറ്റൻ ആർമി നമ്മൾ ആക്രമിച്ചപ്പോൾ ഞാൻ എൻ്റെ ബോഡി നിന്നെ ഏൽപ്പിക്കാൻ പോയതാണ്. അപ്പോഴാ നീ ഉറങ്ങിക്കളഞ്ഞത്. അതെന്തിനാ നീ എങ്ങനെ ഉറങ്ങിയത്? മാർക്ക് ആ ചോദ്യം ചോദിച്ചതും ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു,
ഹേ മാർക്ക്, നീ എന്തായി പറയുന്നത്? ആ മാസ്ക് വെച്ച സ്ത്രീ വന്ന സമയത്ത് ഞാൻ ഉറങ്ങിയല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? മാസ്ക് വെച്ച സ്ത്രീ എന്ന് ബുദ്ധൂസ് പറഞ്ഞതും മാർക്ക് ബുദ്ധൂസിനോട് ചോദിച്ചു, ഏയ് നിങ്ങൾക്ക് ആ മാസ്ക് വെച്ച സ്ത്രീ അറിയോ? മാർക്ക്, അറിവോന്ന് ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ പരിചയക്കാരൊന്നുമല്ല, പക്ഷേ എനിക്ക് അവരെ അറിയാം. അവര് ശരിക്കും ഈ ലോകം കണ്ട ഏറ്റവും ശക്തിയായ സ്ത്രീകളിൽ ഒരാളാണ്. അവര് മരണപ്പെട്ടതിന് ശേഷം ഒരിക്കൽ പുനർജനിച്ചപ്പോഴാണ് ഈ ഇമ്മോർട്ടൽ സ്ലേയിങ് സെഷനെ അവരില്ലാതാക്കിയത്. എൻ്റെ അറിവിൽ ഇതിനു മുമ്പ് അവർ 3 തവണ കൂടി പുനർജനിച്ചിട്ടുണ്ട്. ഇത് 4ാമത്തെ തവണയാണ്. ബുദ്ധൂസ്, അവർ ശരിക്കും ശക്തിയാണ്. മാർക്ക്, അവരുടെ ശക്തി എത്രയുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം നിനക്കും എനിക്കും അറിയാം, മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളിന്റെ അവസാന സ്റ്റേജ് എന്ന് പറയുന്നത് ട്രിബുലേഷനാണ്. ആ ട്രിബുലേഷൻ സ്റ്റേജിൽ എത്തുന്ന ഒരാൾക്ക് ഈ പ്രപഞ്ചം തന്നെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള ആ ട്രിബുലേഷൻ സ്റ്റേജിലുള്ള 10 ആളുകളെ ഈ മാസ്ക് വെച്ച സ്ത്രീ കൊന്നത് എനിക്കറിയാവുന്ന കാര്യമാണ്. ട്രിബുലേഷൻ സ്റ്റേജിൽ എത്തുക എന്നുള്ളത് മാർഷൽ ആർട്ടിസ്റ്റുകളുടെ അവസാന ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന 10 ട്രിബുലേഷൻ സ്റ്റേജ് മാർഷൽ ആർട്ടിസ്റ്റുകളെ നിഷ്പ്രയാസം ആ സ്ത്രീ കൊന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സ്റ്റേജ് എന്ത് എന്നൊരു ചോദ്യം ഉണ്ടാവും. മാർക്ക് അമ്പരപ്പോടെ ബുദ്ധൂസിനോട് ചോദിച്ചു, അപ്പോ ആ സ്ത്രീ അതീവ ശക്തിയാണ്? മാർക്ക്, ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് അവരുടെ ലൈഫിൽ. അവര് പുനർജനിക്കുമ്പോൾ ഈ ലോകം ശരിക്കും നല്ല സ്റ്റേജിലായിരിക്കും. ബുദ്ധൂസ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. മാർക്ക്, അവരെപ്പോഴൊക്കെ പുനർജനിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ലോകത്ത് അതിശക്തരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവര് ഇമ്മോർട്ടൽ സ്ലേയിങ് സെഷനെ അവസാനിപ്പിച്ച ആ ജന്മമുണ്ടല്ലോ, ആ സമയത്ത് ഈ ഭൂമിയിലെ ഏറ്റവും ശക്ത ഇമ്മോർട്ടൽ സ്ലേയിങ് സെഷൻ ആയിരുന്നു. ആ ഇമ്മോർട്ടൽ സ്ലേയിങ് സെഷനെയാണ് ആ മാസ്ക് വെച്ച സ്ത്രീ നിഷ്പ്രയാസം വകവരുത്തിയത്. അതിനുശേഷം അവർ 2 തവണ കൂടി പുനർജനിച്ചു. അന്നും ആ ഇറയിലെ ഏറ്റവും ശക്തരെ അവർ അവസാനിപ്പിച്ചിരുന്നു. ഇപ്പോ ഇതാ അവർ വീണ്ടും പുനർജനിക്കുകയാണ്. മാർക്ക്, ഇതിന്റെ മെച്ചം എന്താണെന്ന് എനിക്ക് മനസ്സിലായോ? ഇല്ല ബുദ്ധൂസ്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മാർക്ക്, ഈ ഇറ ഏറ്റവും ശക്തമായ ഇറയാകുമെന്നാണ് എൻ്റെ അർത്ഥം. ഈ കാലഘട്ടത്തിൽ സകലരും ശക്തരാകും. അതിശക്തരായ ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും. പക്ഷേ അതിന് ഒരു മറുചിത്രമുണ്ട്. ആ ശക്തർ എല്ലാം തന്നെ ഈ മാസ്ക് വെച്ച സ്ത്രീയാൽ കൊല്ലപ്പെടും. മാർക്ക് ഫെല്ലർ ഈ ഇറയിൽ ഏറ്റവും ശക്തനാകുമെന്ന് നേരത്തെ തന്നെ ആ ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു. അവസാനം ഇതാ അയാൾ മറ്റൊരു വാചകം കൂടി പറയുകയാണ്, ശക്തരായ ആളുകൾ മുഴുവൻ ആ മാസ്ക് വെച്ച സ്ത്രീയാൽ കൊല്ലപ്പെടുകയും ചെയ്യും. ശരിക്കും വലിയൊരു പ്രതീക്ഷയും വലിയൊരു ത്രട്ടം അത് രണ്ടും സംഭവിക്കുന്നത് ഈ മാസ്ക് വെച്ച സ്ത്രീയുടെ സാന്നിധ്യത്താലാണ്. മാർക്ക് ഫെല്ലർ ശക്തനാകും, പക്ഷേ ആ മാസ്ക് വെച്ച സ്ത്രീയാൽ കൊല്ലപ്പെടും. ആ കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ബുദ്ധൂസ് മാർക്കിനോട് വ്യക്തമാക്കി. അപ്പോഴേക്കും മീശ നടന്ന് മാർക്കിനടുത്തെത്തിയിരുന്നു. മാർക്ക്, ബാ നമുക്ക് നീങ്ങാം. അങ്ങനെ മീശ പറഞ്ഞതും മാർക്കും മീശയും കൂടി അങ്ങനെ നടന്നു തുടങ്ങി. അങ്ങനെ മാർക്കും മീശയും കൂടി നടക്കുമ്പോഴാണ് മാർക്കിനെ കണ്ട് ആളുകൾ കൈ കാണിച്ചത്. ശരിക്കും മാർക്ക് ഒരു പുതിയ തെരുവിലേക്ക് കടന്നതാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൊക്കെ മാർക്കിനടുത്തേക്ക് ഓടി വന്ന് സെൽഫി എടുക്കാനുള്ള ഒരു തിരക്ക് കൂട്ടി തുടങ്ങി. ഒരു വല്ലാത്ത വീര ആരാധന ആ സെൽഫി എടുക്കാൻ വരുന്ന ചെറുപ്പക്കാരിൽ മാർക്കും മീശയും കാണുകയാണ്. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇപ്പോ ശരിക്കും ഒരു സ്റ്റാർ ആയിരിക്കുകയാണ്. മാർക്കിനാണെങ്കിൽ ഇത്തരം ആക്ടിവിറ്റികളോട് അധികം താല്പര്യമില്ലാത്തതാണ്. പക്ഷെ മാർക്കിന് ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിയാൻ പറ്റുന്നില്ല. കാരണം ആ വന്നിരിക്കുന്ന ആളുകൾ സകലരും സ്നേഹത്തോടു കൂടിയാണ് മാർക്കിനോട് ഇടപെടുന്നത്. സ്നേഹവും ബഹുമാനവും അവരുടെ മുഖത്തുനിന്ന് മാർക്കിന് വായിച്ചെടുക്കാം. അവരെ നിരുത്സാഹപ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാർക്ക് എത്തിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറും മീശയും കൂടി ആ ആൾക്കൂട്ടത്തിനിടയിൽ അങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോൾ കുറച്ചു മാറി ഗൂഷിങ് ഈ കാഴ്ച കാണുന്നുണ്ട്. ഗൂഷിങ്ങിന്റെ മുഖം ആ കാഴ്ച കണ്ട് വലിഞ്ഞു മുറുകി. മാർക്ക് ഫെല്ലർക്ക് ലഭിക്കുന്ന ആ സ്വീകാര്യത ഗൂഷിങ്ങിന് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഗൂഷിങ് ആ കാഴ്ചയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ലോങ് മീ ഗൂഷിങ്ങിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, മാർക്കിനെ ശരിക്കും ആളുകൾ വലത് ബഹുമാനിക്കുകയാണ്. ഇത് അപകടമല്ലേ? ഹേയ് ലോങ് മീ, എന്ത് അപകടം? അവൻ രസിക്കട്ടെ, അവൻ ശരിക്കും പ്രസിദ്ധരാവട്ടെ. പ്രസിദ്ധി കൂടുമ്പോൾ അവൻ ശരിക്കും അങ്ങ് ഉയരും. അതാ നമുക്ക് വേണ്ടത്. ഉയരത്തിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ ആ വീഴ്ചയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവും, അതിന് ഒരു സുഖം ഉണ്ടാവും. ഒരു തത്വചിന്തകന്റെ ശൈലിയിലാണ്
ഗൂഷിങ് ആ സമയത്ത് ലോങ്മിയോട് സംസാരിച്ചത്. ലോങ്മി ഒന്നും മനസ്സിലാവാതെ ഗൂഷിങ്ങിനെ നോക്കിയതും ഗൂഷിങ് ലോങ്മിയോട് പറഞ്ഞു, നമുക്ക് വീണ്ടും നമ്മുടെ കളി തുടങ്ങാനുള്ള സമയമായി. ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗൂഷിങ്ങിന്റെ മുറിയിലേക്ക് സാക്ഷാൽ ഹെക്ടർ ടെങ് എത്തി. ഹെക്ടർ ടെങ്ങിനെ ഗൂഷിങ് അങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. ഹെക്ടർ, ഇനി നിന്റെ പ്രവർത്തന കേന്ദ്രം വരുന്ന 1 മാസത്തേക്ക് ഈ ട്രേഡ് ഫെയർ ആണ്. യങ് മാസ്റ്റർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഹെക്ടർ ടെങ് ചോദിച്ചതും ഗൂഷിങ് ഹെക്ടറോട് പറഞ്ഞു, ഹെക്ടർ, ഇവിടെ മാർക്ക് ഫെല്ലർ ഉണ്ട്. മാർക്ക് ഫെല്ലർ ആളുകളുടെ മനസ്സിൽ അങ്ങനെ കയറിയിരിക്കുകയാണ്. നമുക്ക് ആ മാർക്ക് ഫെല്ലറെ ഒന്ന് തച്ചുടയ്ക്കണം. ഗൂഷിങ് എങ്ങും തൊടാതെയാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും ഹെക്ടർക്ക് കഥ മനസ്സിലായി. ഹെക്ടർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, അങ്ങ് കൂടുതലൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ആ കാര്യം ഭംഗിയായി ഞാനങ്ങ് ചെയ്യാം. ഹെക്ടർ ടെങ് അങ്ങനെ പറഞ്ഞതിന് ശേഷം ഗൂഷിങ്ങിന്റെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി. ഈ സമയത്ത് മാർക്ക് ഫെല്ലറും മീശയും പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് മാർക്ക് എടുത്തിരിക്കുന്ന ഹോട്ടലിലേക്ക് മടങ്ങി. ഹോട്ടലിലെത്തിയ മാർക്ക് ഫെല്ലറും മീശയും അവരവർ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വെച്ചു. മാർക്ക് ഫെല്ലർ ആ സ്കാർലറ്റ് ഫ്ലെയിം ലീഫ് എടുത്ത് പുറത്തു വെച്ചതും ബുദൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ബുദൂസ്, ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടത്? മാർക്ക്, നിനക്ക് പർപ്പിൾ ഫ്ലെയിം ഇല്ലേ? നീ ആ പർപ്പിൾ ഫ്ലെയിം ആ ലീഫിലോട്ടൊന്ന് പിടിച്ചേ. അങ്ങനെ ബുദൂസ് പറഞ്ഞതും മാർക്ക് ഫെല്ലർ ആ സ്കാർലറ്റ് നിറത്തിലുള്ള ആ ചെടിയിലേക്ക് മാർക്കിന്റെ വലത് കൈയിൽ ഉണ്ടാക്കിയ പർപ്പിൾ ഫ്ലെയിം സാവധാനം ഒന്ന് ചരിച്ചു. മാർക്കിന്റെ കയ്യിലെ ആ പർപ്പിൾ ഫ്ലെയിം ആ സ്കാർലറ്റ് നിറത്തിലുള്ള ചെടിയിലേക്ക് അങ്ങനെ വീഴുമ്പോൾ അത് പതുക്കെ തിളങ്ങി തുടങ്ങുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ ആ ചെടി കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ നല്ല ചുവപ്പ് നിറമുള്ള തിളങ്ങുന്ന ഇലകളുള്ള ഒരു ചെടിയായി മാറി. മാർക്കിന്റെ കയ്യിൽ നിന്നുള്ള ആ പർപ്പിൾ നിറത്തിലുള്ള ആ ഫ്ലെയിം ആ ചെടിയിൽ അങ്ങനെ വീഴുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബുദൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, മതി മതി. അത് കേട്ടതും മാർക്ക് ആ ഫ്ലെയിം കട്ട് ചെയ്തു. ഈ സമയത്താണ് മീശ അയാളുടെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് ആ ഭാഗത്തേക്ക് വരുന്നത്. അയാൾ വരുമ്പോൾ ചുവപ്പ് നിറത്തിൽ നന്നായി തിളങ്ങുന്ന സ്കാർലറ്റ് ഫ്ലെയിം ലീഫ് കണ്ടു. അത് കണ്ടതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്കിപ്പോ സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ ശരിക്കും അറിയാമല്ലേ? മാർക്ക്, ഈ സ്കാർലറ്റ് ഫ്ലെയിം ലീഫ് ഉണ്ടെങ്കിൽ നിന്റെ ഡിവൈൻ സെൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മീശ അങ്ങനെ പറഞ്ഞതും മാർക്കിന്റെ ഡിവൈൻ സെൻസിനൊപ്പമുള്ള ബുദൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ സുഹൃത്ത് ഒരു സാധാരണക്കാരനല്ലല്ലോ. ബുദൂസ്, എന്താ അങ്ങനെ പറഞ്ഞേ? മാർക്കും ബുദൂസും തമ്മിൽ സംസാരിക്കുന്നത് മീശയ്ക്ക് കേൾക്കാൻ പറ്റത്തില്ല. അവരുടെ മനസ്സിനകത്താണ് സംഭാഷണം. മാർക്ക്, ഈ സ്കാർലറ്റ് ഫ്ലെയിം ലീഫിനെ സാധാരണഗതിയിൽ ഒരാളും തിരിച്ചറിയില്ല. നിന്റെ ഈ സുഹൃത്ത് മീശ അത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ബുദൂസ്, അയാളൊരു സഞ്ചാരിയാണ്, ഒരുപാട് കാര്യങ്ങൾ കാണുന്ന ആളാണ്, അതുകൊണ്ടാവും അയാൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ബുദൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് അങ്ങനെ അല്ല. ഈ ചെടി 1000 വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനമായി ഈ ഭൂമിയിൽ ജനിച്ചത്. അതിനുശേഷം ആരും ഈ ചെടിയെ കണ്ടിട്ടേയില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് അതിനുശേഷം ഈ ചെടി രംഗത്ത് വരുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? 1000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നിന്റെ സുഹൃത്ത് പറയണമെങ്കിൽ അയാൾ ഒരു സാധാരണക്കാരനല്ല. അയാൾ നേരിട്ട് കണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന പോലെയാണ് സംസാരിച്ചത്. ബുദൂസ് പറഞ്ഞു വരുന്നത് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ചെടി ദിവസവും കാണുന്ന ശൈലിയിൽ മീശ പറയണമെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. മീശ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നിരിക്കണം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മീശ ഇപ്പോൾ പുനർജനിച്ചതാണോ, അതോ അന്ന് മുതലേ ഉള്ള ആള് ഇപ്പോഴും ഉള്ളതാണോ? മാർക്കിന്റെ മനസ്സിൽ ഒരു വല്ലാത്ത ചോദ്യമാണ് പെട്ടെന്ന് ഉദയം കൊണ്ടത്. അമ്പരപ്പോടെ മാർക്ക് മീശയെ ഒന്ന് നോക്കി. മീശയുടെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. മീശ ആ ചെടിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഈ ചെടിയെടുത്ത് സൂക്ഷിച്ചു വെക്കുക. ഇത് ശരിക്കും അമൂല്യവുമാണ്, അപൂർവമാണ്. ഇത് നിന്റെ ഡിവൈൻ സെൻസ് ഒരുപാട് മടങ്ങ് വളർത്താൻ നിന്നെ സഹായിക്കും. അങ്ങനെ വീണ്ടും മീശ പറഞ്ഞതും മാർക്ക് ആ ചെടി മാർക്കിന്റെ സ്പേഷ്യൽ നിലവറിലേക്ക് മാറ്റി. മാർക്ക് കൗതുകത്തോടെയും ലേശം അതിശയത്തോടെയും മീശയെ അങ്ങനെ നോക്കുമ്പോൾ ബുദൂസ് മാർക്കിനോട് തീർത്തു പറഞ്ഞു, മാർക്ക്, ഇയാൾ ശരിക്കും അസാധാരണം തന്നെയാണ്. അല്ലെങ്കിൽ അയാൾക്ക് ഇത്ര ഉറപ്പിച്ച് ഈ കാര്യം
പറയാൻ കഴിയില്ല. അങ്ങനെ ബുദ്ധൂസ് തീർത്തു പറഞ്ഞതും മാർക്കിന് മീശയെക്കുറിച്ച് അറിയാൻ ശരിക്കും ഒരു താല്പര്യമുണ്ട്. പക്ഷെ മീശ കൂടുതൽ കാര്യങ്ങൾ പറയില്ല എന്നത് അറിയാവുന്നതുകൊണ്ട് മാർക്ക് ആ സമയത്ത് മീശയോട് ചോദിച്ചില്ലെന്ന് മാത്രം. പിറ്റേ ദിവസം അവർ വീണ്ടും ട്രേഡിനെത്തുമ്പോൾ അവര് ഒരു വാർത്ത കേട്ടു. തലേ ദിവസം രാത്രി ആ ട്രേഡ് ഫെയറുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുള്ള ചില ആളുകൾ കൊല്ലപ്പെട്ട കാര്യമാണ് അവർ കേട്ടത്. ആ ഡെഡ് ബോഡികളിൽ ജീവന്റെ അംശമില്ല. രക്തം ഏതാണ്ട് വാർന്നു പോയതുപോലെയാണ് ആ ഡെഡ് ബോഡികളെ കാണുന്നത്. എങ്ങനെയാണ് അവർ മരണപ്പെട്ടതെന്ന് ആർക്കും ഒരു പിടിയില്ല. 3 ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 10,000-കണക്കിന് വ്യാപാരികളും അവരുടെ സഹായികളുമായി ഏകദേശം 50,000-ത്തോളം ആളുകൾ ശരിക്കും ആ ട്രേഡിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് കാണികളായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വ്യാപാരമേളയാണ്. ഇതിന് പുറമെയാണ് സെക്യൂരിറ്റി സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ. ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന വ്യാപാര മേള ആയതുകൊണ്ട് ഗവൺമെന്റ് ഒഫീഷ്യൽസ് എപ്പോഴും അവിടെയുണ്ട്. 24 മണിക്കൂറും സെക്യൂരിറ്റി ഉള്ള സ്ഥലത്താണ് 3 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ വാർത്ത കേട്ടെങ്കിലും മാർക്കും മീശയും അതിൽ വലിയ പ്രാധാന്യമൊന്നും കണ്ടില്ല. കാരണം ഇതുപോലൊരു മേള നടക്കുന്നിടത്ത് ഏറ്റുമുട്ടലുകൾ പതിവാണ്. പിറ്റെന്നും അതിൻ്റെ പിറ്റെന്നും വീണ്ടും വീണ്ടും ആളുകൾ കൊല്ലപ്പെട്ടു. ഏകദേശം ഒരാഴ്ചയായപ്പോൾ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം 25ആയി. ഇപ്പോൾ ഒരു വല്ലാത്ത ഭയം മേളയിൽ പങ്കെടുക്കുന്ന പലർക്കും ഉണ്ടായിട്ടുണ്ട്. മാർക്ക് ഫെല്ലറും മീശയും പോലും ഇപ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങി. രാത്രിയാണ് ആളുകൾ കൊല്ലപ്പെടുന്നത്. ആ കാര്യം റൂമിലേക്ക് മടങ്ങിയെത്തിയ മീശയും മാർക്ക് തമ്മിൽ സംസാരിച്ചപ്പോൾ മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, ഈ മരണങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഹെക്ടർ ടെങ്ങിനെയാണ് ഓർമ്മ വരുന്നത്. അവൻ ആ ഗൂഷിങ്ങിന് വേണ്ടി എന്തോ ചെയ്യുന്നതാണ്. മാർക്ക് പറഞ്ഞ കാര്യത്തോട് മീശയും യോജിക്കുന്നുണ്ട്. മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഹെക്ടറാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും അവനെ പിടികൂടേണ്ടത് അനിവാര്യമാണ്. മാർക്ക് അങ്ങനെ പറഞ്ഞതും മീശ സമ്മതിച്ചു. മാർക്ക് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോയതും പെട്ടെന്ന് മാർക്കിന്റെ ഫോൺ ശബ്ദിച്ചു. മാർക്ക് ഫോൺ എടുത്തു. ഒരു അപരിചിത നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത്. കോള് കണക്ട് ആയതും മാർക്ക് മറുഭാഗത്തുനിന്നുള്ള ശബ്ദം കേട്ടു. ഏയ് മാർക്ക്, നീ ഇപ്പോൾ പുറത്തിറങ്ങരുത്. ആ ശബ്ദം മാർക്കിന് പരിചയമുള്ളതുപോലെ തോന്നിയതും മാർക്ക് തിരിച്ച് ആ ശബ്ദത്തോട് ചോദിച്ചു, അങ്ങ് ലോർഡ് സീസറല്ലേ? അതിന് മറുപടി പറയാതെ മറുഭാഗത്തുള്ള ആള് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. നീ ഒരു കാരണവശാലും ഇന്ന് പുറത്തിറങ്ങരുത്. അങ്ങനെ പറഞ്ഞിട്ട് ആ ആള് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ടായതും മാർക്കിനോട് മീശ ചോദിച്ചു, മാർക്ക്, ആരാ വിളിച്ചേ? മിശ, ആ ലോർഡ് സീസറാണ് വിളിച്ചത്. ഞാൻ പുറത്തിറങ്ങരുതെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. മാർക്ക്, നീ പുറത്തിറങ്ങരുതെന്ന് നിന്നോട് വിളിച്ചു പറഞ്ഞത് ശരിക്കും നിന്നോടുള്ള താല്പര്യം കൊണ്ടാണോ അതോ നിന്നെ കൊടുക്കാനാണോ? മീശ ആ ചോദ്യം ചോദിച്ചപ്പോൾ മാർക്കിനൊരു സംശയം. ലോർഡ് സീസർ ഗൂഷിങ്ങിന്റെ ആളാണല്ലോ. മാർക്കിനെ കൊടുക്കാൻ വേണ്ടി ആ മുറിയിൽ നിന്ന് മാർക്ക് പുറത്തിറങ്ങാതിരിക്കാൻ ഒരു പരിപാടി സീസർ ആസൂത്രണം ചെയ്യുന്നതാണോ? ആ ഒരു ചോദ്യം മാർക്ക് മീശയെ പരസ്പരം ചോദിച്ചു. എന്തായാലും അടുത്ത 2-3 മണിക്കൂർ അവർ ആ മുറിയിൽ തന്നെ ഇരുന്നു. രാത്രി ഏകദേശം 3 മണിയായപ്പോൾ മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, എന്തായാലും എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കാം. രാത്രി ഏകദേശം 12 മണിവരെ അവിടെ ആ ട്രേഡ് ഫെയറിൽ ആളുകൾ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഈ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ഉറങ്ങാനുള്ള ശ്രമം തുടങ്ങുക. അതുകൊണ്ട് തന്നെ മരണം നടന്നിരിക്കാൻ സാധ്യതയുള്ളത് അതിനുശേഷമാണെന്നൊരു വിശ്വാസം മാർക്കിന് മീശയ്ക്കുണ്ട്. ആളുകളെ കൊല്ലുന്നത് ഹെക്ടർ ടെങ് ആണെങ്കിൽ അയാളെ കണ്ടുപിടിക്കണം. അതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് മീശയോട് അത് പറഞ്ഞതിന് ശേഷം ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി ട്രേഡ് ഫെയർ നടക്കുന്ന ഭാഗത്തേക്ക് വന്നു. മാർക്ക് താമസിക്കുന്ന ഹോട്ടലും ട്രേഡ് ഫെയർ നടക്കുന്ന വെന്യൂവും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല. മാർക്ക് ആ ട്രേഡ് ഫെയർ നടക്കുന്ന കോമ്പൗണ്ടിനകത്തേക്ക് കയറിയിട്ട് സാവധാനം ട്രേഡ് ഫെയർ നടക്കുന്ന തെരുവിലൂടെ നടക്കുകയാണ്. ആ തെരുവിലൂടെ നടക്കുമ്പോൾ മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഒന്ന് റിലീസ് ചെയ്ത് ആ ഭാഗം മുഴുവൻ സ്കാൻ ചെയ്തു. ആ തെരുവ് മുഴുവൻ സ്കാൻ ചെയ്തപ്പോൾ അവിടെ ആരുമില്ല. മാർക്ക് അടുത്ത തെരുവിലേക്ക് വന്നു. അവിടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി. അങ്ങനെ മാർക്ക് സ്കാൻ ചെയ്ത് ഒരു 8ാമത്തെ തെരുവിലെത്തിയപ്പോൾ മാർക്കിന്റെ ദൃഷ്ടിയിൽ സാക്ഷാൽ ഹെക്ടർ ടെങ് വന്നുപെട്ടു. കറുത്ത വസ്ത്രം ധരിച്ച ഹെക്ടർ തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് മാർക്ക് ഫെല്ലർ ഹെക്ടറെ ആ തെരുവിൽ കണ്ടത്. അവൻ മറ്റേതോ തെരുവിൽ നിന്ന് ഓടി അവിടേക്ക് വന്നതാണ്. മാർക്ക് ഹെക്ടറെ കണ്ടതും അതിവേഗം ഹെക്ടർ അടുത്തേക്ക് ഓടിയെത്തി. ഏയ് ഹെക്ടർ, ഈ രാത്രി നീ എന്താ ഇവിടെ ചെയ്യുന്നത്? മാർക്ക്, അത് പിന്നെ ട്രേഡ് ഫെയർ അല്ലേ,
ഞാൻ അതൊക്കെ കാണാൻ ഇറങ്ങിയതാണ്. ഹെക്ടർ, ഈ രാത്രി 3 മണിക്ക് നീ എന്ത് ട്രേഡ് കാണാനാ ഇറങ്ങിയതെന്നാണ് എൻ്റെ ചോദ്യം. മാർക്ക് അത് ചോദിച്ചതും ഹെക്ടർ മാർക്കിനോട് ചോദിച്ചു, അല്ല മാർക്ക്, നീ എന്തിനാ ഈ 3 മണിക്ക് ഇവിടെ എത്തിയത്? അങ്ങനെ ചോദിച്ച ഹെക്ടർ പെട്ടെന്നാണ് ആ ഭാഗത്തുനിന്ന് അപ്രത്യക്ഷമായത്. അവൻ ഏതാനും പുകച്ചുരുളുകളായി അങ്ങ് ഒഴിഞ്ഞു മാറിയായിരുന്നു. മാർക്ക് അവൻ ഒഴുകിപ്പോയിരിക്കുന്ന ആ ദിശ ലക്ഷ്യമാക്കി ഒന്ന് ഓടി നോക്കിയെങ്കിലും മാർക്കിന് അവനെ കാണാൻ പറ്റിയില്ല. പക്ഷെ മാർക്ക് ഓടുന്ന സമയത്ത് മാർക്കിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ശബ്ദം സ്വാഭാവികമായും ആ ട്രേഡിന്റെ ഭാഗമായി വീടുകളിൽ ഉറങ്ങുന്ന ആളുകൾ പലരും കേട്ടു. പലരും ജനാലിലൂടെ നോക്കുമ്പോൾ ഒരാൾ ഓടിപ്പോകുന്നത് കാണുകയും ചെയ്തു. മാർക്ക് കുറച്ചുനേരം ഓടിയിട്ട് ഹെക്ടറെ കിട്ടാതെ വന്നതും തിരിച്ച് അതേ തെരുവിലൂടെ നടന്നു വരികയാണ്. മാർക്ക് ആ രാത്രിയിൽ നടന്നു വരുന്ന സമയത്ത് മാർക്ക് പോലും അറിയാതെ മാർക്കിന്റെ വീഡിയോ അവിടെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. മാർക്ക് തിരിച്ച് മീശയുടെ അടുത്തെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹെക്ടർ ടെങ്ങാണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നെന്നുള്ള കാര്യം ഏകദേശം 4-5 ദിവസമായപ്പോൾ തന്നെ മാർക്ക് മീശയെ മനസ്സിലാക്കിയതാണ്. കൊല്ലപ്പെട്ട ആളുകളുടെ ബോഡികൾ പരിശോധിച്ച മാർക്കിന് ഹെക്ടറുടെ ആ ചെയ്തികൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ആ ധാരണ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് ഹെക്ടറെ കൃത്യമായും ആ വെന്യൂവിൽ വെച്ച് കണ്ടിരിക്കുകയാണ്. മാർക്കും മീശയും ഹെക്ടർ എന്തിനാണ് ആ കാര്യം ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴേക്കും നേരം വെളുത്തു. അവരുടെ ആലോചനയ്ക്കുള്ള മറുപടി അന്ന് പകൽ അവർക്ക് കിട്ടി. അവര് പഴയതുപോലെ ആ ഫെയറിനകത്തേക്ക് എത്തി ഒരു തെരുവിൽ നിന്ന് മറ്റു തെരുവിലേക്ക് നീങ്ങുമ്പോൾ അവർ രണ്ടുപേരെയും ലേശം അകൽച്ചയോടെ ആളിൽ കാണുന്നത് മീശയുടെ ശ്രദ്ധയപ്പെട്ടു. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇന്ന് നിന്നോടൊപ്പം സെൽഫി എടുക്കാൻ ആരും വരുന്നില്ലല്ലോ, ആളുകൾ നിന്നെ അകന്ന് മാറുകയാണല്ലോ. മാർക്ക്, ഞാനൊന്ന് മാറി നടന്നു നോക്കാം, എന്താണ് സംഭവം എന്നറിയാമല്ലോ. മീശ അങ്ങനെ പറഞ്ഞതിന് ശേഷം മാർക്കിൽ നിന്ന് കുറച്ചു മാറി തെരുവിന്റെ മറുഭാഗത്തൂടെ നടന്നു തുടങ്ങി. നേരത്തെ മീശയും മാർക്കും കൂടി ഓരോ സ്റ്റാളിൽ കയറുമ്പോഴും ആ സ്റ്റാളിലുള്ള ആളുകൾ അവരോട് സംസാരിക്കാൻ വിസമ്മതിക്കുന്നത് മീശ ശ്രദ്ധിച്ചിരുന്നു. മാർക്കിൽ നിന്ന് മാറി മീശ മാത്രമായി മീശ സ്റ്റാളുകളിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു എതിർപ്പുമില്ല. മാർക്കിനെയാണ് അപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് വ്യക്തമാണ്. മാർക്ക് പക്ഷേ അതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാതെ ഓരോ സ്റ്റാളും കണ്ട് അടുത്ത സ്റ്റാളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ മാർക്ക് ഫുള്ളർക്ക് ഇഷ്ടപ്പെട്ട 1-2 കാര്യങ്ങൾ മാർക്ക് കണ്ടു. മാർക്ക് അത് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ ആ സ്റ്റാളുകാരൻ മാർക്കിനോട് പറഞ്ഞു, ഞാൻ ഇത് വിൽക്കുന്നില്ല. ഏയ്, നിങ്ങളെന്താ ഈ പറയുന്നത്? നിങ്ങൾ വിൽക്കാൻ വേണ്ടിയല്ലേ ഇവിടെ ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്, എന്നിട്ട് വിൽക്കുന്നില്ലെന്നോ? അതിന് ആ ചെറുപ്പക്കാരന് മറുപടി ഉണ്ട്, ഞാനേ ഈ സാധനം നിങ്ങൾക്ക് വിൽക്കുന്നില്ല എന്താ പറഞ്ഞത്. അതെന്താ എന്നാ ഞാൻ ചോദിക്കുന്നത്. എനിക്കിഷ്ടമല്ല നിങ്ങൾക്ക് വിൽക്കാൻ. ആ ചെറുപ്പക്കാരന് ധിക്കാരപരമായ മറുപടി മാർക്കിനെ ശരിക്കും ചൊടിപ്പിച്ചു. മാർക്ക് ആ സാധനം കയ്യിലെടുത്തു. ഒരു ഭംഗിയുള്ള ഒരു മാന്ത്രിക ബാഗാണ് മാർക്ക് കയ്യിലെടുത്തത്. ആ ബാഗിൽ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വാരിയിടാം. മാന്ത്രിക നിലവറയാണ്. അതിനകത്തേക്ക് എത്ര സാധനങ്ങൾ വേണമെങ്കിലും നിറയ്ക്കാൻ പറ്റും. അതൊരു കൗതുകമുള്ള സംഭവമായി തോന്നിയത് കൊണ്ടാണ് മാർക്ക് അതിനെ എടുത്തത്. ശരിക്കും ഒരു ബാഗ് കൊണ്ടടക്കം പോലെ കൊണ്ടു നടക്കുകയും ചെയ്യാം, എന്നാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. മാർക്കിന്റെ മാന്ത്രിക നിലവറകൾ പോലെ തന്നെയാണെങ്കിലും ഇത് വേറൊരു രീതിയിലുള്ള സാധനം. മാർക്ക് ആ ബാഗ് കയ്യിലെടുത്തിട്ട് ആ കടക്കാരനോട് പറഞ്ഞു, എന്തായാലും ഞാൻ ഈ ബാഗ് എടുത്തു, നിനക്ക് വിൽക്കാൻ താല്പര്യമില്ലെങ്കിലും എനിക്കിത് വേണം. മാർക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ബാഗുമായി മൂവ് ചെയ്യാൻ ശ്രമിച്ചതും 1-2 ആളുകൾ മാർക്കിനെ തടഞ്ഞു. ഏയ് മിസ്റ്റർ മാർക്ക് ഫെല്ലർ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഒരു കടയിൽ നിന്ന് ബലമായി സാധനം എടുക്കുകയാണോ? ഏയ്, ഞാൻ ബലമായി എടുത്തതൊന്നുമല്ല. അവന് പണം വേണ്ട എന്നവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അവന് കൊടുത്തില്ലെന്നേ ഉള്ളൂ. മാർക്ക്, നിങ്ങൾ സംഭവത്തെ വളച്ചൊടിക്കരുത്. അയാൾക്ക് ഈ സാധനം നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യമില്ലെന്ന് അയാൾ പറയുന്നത് ഞങ്ങൾ എല്ലാവരും കേട്ടതാണ്. അയാൾക്ക് വിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരു സാധനത്തെ നിങ്ങൾ ബലമായി എടുക്കുന്നത് ഏത് ശൈലിയിലാണ് ന്യായീകരിക്കാനാവുക? ആ ചോദ്യം ആ ചെറുപ്പക്കാരൻ ചോദിച്ചതും പതുക്കെ പതുക്കെ അവിടെ ഒരു ആൾക്കൂട്ടമുണ്ടായി. ആ ആൾക്കൂട്ടത്തിൽ പലരും ആ കടക്കാരന് അനുകൂലമായി സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു. മാർക്ക് അത് കേട്ടതും ഒന്നും മിണ്ടാതെ ആ ബാഗ് അവിടെ വെച്ചിട്ട് വേഗം നടന്നുപോയി. നടക്കുന്നിടയിൽ മാർക്ക് ആ കടക്കാരനോട് പറഞ്ഞു, ഏയ്, നിന്റെ ചെയ്തികൾ ഒന്നും ശരിയല്ല എന്നുള്ള കാര്യം മറക്കരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മാർക്ക് അവിടെ നിന്ന് പോകുന്നത്. ഈ സംഭവത്തിന് മറുഭാഗത്ത് നിൽക്കുന്ന മീശ ദൃക്സാക്ഷിയാണ്. മീശ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒന്ന് മാർക്കിനെതിരെ പ്ലാൻ ചെയ്യപ്പെടുകയാണ്. ആ കാര്യം മീശയ്ക്ക് അത് കണ്ടപ്പോൾ തോന്നി.
അതിന് മറുപടി മാർക്കിന് മേസിക്ക് ലഭിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ അവർ ഹോട്ടലിൽ നിന്ന് ആ ട്രേഡ് ഫെയറിലേക്ക് വരുമ്പോൾ അവിടെ ഗേറ്റിനടുത്ത് തന്നെ ആളുകൾ കൂടി നിൽപ്പുണ്ട്. മാർക്കിനെ കണ്ട ആളുകൾ വളരെ ദേഷ്യത്തോടെ മാർക്കിനെ നോക്കുന്നതാണ് അവർ കണ്ടത്. പെട്ടെന്ന് തന്നെ അവർക്ക് കഥ മനസ്സിലായി. തലേ ദിവസം മാർക്കുമായി ഉടക്കുണ്ടാക്കിയ ആ കടക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അയാളെ മാർക്ക് കൊന്നതാണ്. അതാണ് അവിടുത്തെ സംഭാഷണത്തിന്റെ ബേസ്. മാർക്ക് ഫെല്ലറും മേസിയും അന്ന് ട്രേഡ് ഫെയറിന്റെ ഭാഗമായി സന്ദർശിച്ച പുതിയ പുതിയ തെരുവുകളാണ്. ഏത് തെരുവിൽ ചെല്ലുമ്പോഴും മാർക്കിനോട് സംസാരിക്കാനോ മാർക്കിന് സാധനം വിൽക്കാനോ താല്പര്യമില്ലാത്ത ആളുകളെയാണ് മാർക്കും മേസിയും കണ്ടത്. ഈ കാഴ്ച കണ്ട ഗൂഷിങ് ശരിക്കും ഒന്ന് ചിരിച്ചു. അയാൾ മനസ്സറിഞ്ഞ് ചിരിക്കുകയാണ്. അടുത്ത് നിൽക്കുന്ന ലോങ്ബി ഗൂഷിങ്ങിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, ഞാൻ അങ്ങേ സമ്മതിച്ചെന്നിരിക്കുന്നു. 2 ആഴ്ച മുമ്പ് മാർക്ക് ആരായിരുന്നു? ഇപ്പോൾ മാർക്ക് ആരാ? 2 ആഴ്ച മുമ്പ് മാർക്ക് ആ ട്രേഡ് ഫെയർ നടക്കുന്ന വെന്യൂവിൽ വരുമ്പോൾ മാർക്കിനൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ വല്ലാത്ത തിരക്കായിരുന്നു. ഇപ്പൊ അതേ മാർക്കിനെ തള്ളിപ്പറയുന്ന ശൈലിയിലേക്ക് ആ ജനതനെ എത്തിയിരിക്കുകയാണ്. ആളുകളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാകുന്ന ആ മാറ്റം അത് അമ്പരിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ആ മാറ്റം ഉണ്ടാക്കാൻ ഗൂഷിങ്ങിന് വളരെ സിമ്പിളായി പറ്റി. ഹോട്ടലിലേക്ക് മടങ്ങിയ മാർക്ക് ഫെല്ലറും മീശയും ഈ കാര്യമാണ് സംസാരിക്കുന്നത്. ട്രേഡ് ഫെയർ നടക്കുന്ന വെന്യൂവിലേക്ക് ഇനി പോകുന്നത് ഒരു ശരിയായ രീതിയല്ല എന്ന് മാർക്ക് ഫെല്ലറും മീശയും സംസാരിക്കുമ്പോൾ ബുദ്ധൂസും മാർക്കിനോട് പറഞ്ഞു, അതെ മാർക്ക്, ആളുകൾ നിന്നെ തെറ്റിദ്ധരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നീ ഇവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്. അങ്ങനെ ബുദ്ധൂസ് പറഞ്ഞതും മാർക്ക് മീശയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ രാത്രി തന്നെ മാർക്ക് ശരിക്കും ന്യൂ സെലസ് വിട്ടു എന്ന് പറയാം. മാർക്ക് അതിവേഗം നോർത്തിൽ നിന്ന് സൗത്ത് ലക്ഷ്യമാക്കി നീങ്ങി. മാർക്കിന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ആ ഹെവൻലി വാനിലയാണ്. ഹെവൻലി വാനില എവിടെ കിട്ടുമെന്നാണ് മാർക്ക് തിരക്കുന്നത്. ആ ട്രേഡ് ഫെയറുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റാളുകൾ മാർക്ക് കയറിയതാണ്. മാർക്ക് കയറാത്ത സ്റ്റാളുകളും ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും തന്നെ ആ ഹെവൻലി വാനില ഇല്ല. അതിനുവേണ്ടിയാണ് മാർക്ക് എല്ലാ ദിവസവും കറങ്ങിയിറങ്ങിയിരുന്നത്. ഇനിയിപ്പോ സൗത്ത് മേഖലയിൽ ഏതെങ്കിലുമൊക്കെ വ്യാപാര സ്ഥാപനങ്ങളിൽ ആ ഹെവൻലി വാനില ഉണ്ടോ എന്ന് അറിയുക എന്നുള്ളതാണ് മാർക്കിന്റെ ടാർഗറ്റ്. അതിനുവേണ്ടിയാണ് മാർക്ക് സൗത്തിലേക്ക് തിരിച്ചത്. സൗത്തിലേക്ക് നീങ്ങുന്ന മാർക്ക് ആദ്യം പോയത് നോർത്തിൽ തന്നെയുള്ള വെസ്റ്റേൺ മേഖലയിലെ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരു ട്രേഡ് നടക്കുന്നുണ്ട്. ന്യൂ സെലസ് നടക്കുന്ന ട്രേഡിനെ അപേക്ഷിച്ച് വളരെ ചെറിയ ട്രേഡാണ്. ഈ ചെറിയ ട്രേഡ് നടക്കുന്നിടത്ത് ചിലപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളെ എത്താൻ സാധ്യതയുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് മാർക്ക് അവിടെ എത്തിയത്. മാർക്ക് ആ ട്രേഡ് നടക്കുന്ന സ്ഥലത്ത് എത്തുമ്പോൾ നല്ലൊരു ആൾക്കൂട്ടമുണ്ട്. ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ മാർക്ക് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന മാർക്ക് അവിടെയുള്ള സ്റ്റാളുകളൊക്കെ കയറി കണ്ടുവരുമ്പോഴാണ് ചില ആളുകൾ മാർക്കിനെ തിരിച്ചറിഞ്ഞത്. പെട്ടെന്ന് ആ ആളുകൾ മാർക്കിനെ അങ്ങ് വളഞ്ഞു. മാർക്കിനെ വളഞ്ഞ ആളുകൾ മാർക്കിനോട് വളരെ നിർണായകമായ ആ ചോദ്യം ചോദിച്ചു, മാർക്ക്, നിങ്ങളുടെ ഗോൾഡൻ കോർ തകർന്നല്ലേ? ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ മാർഷൽസ് ഫോറത്തിനകത്തുണ്ട്. മാർക്ക് ഈ ഫോറത്തിനകത്ത് കുറച്ച് ദിവസമായി കയറാറില്ല. മാർക്ക് ആ ട്രേഡ് ഫെയർ നടക്കുന്ന സ്ഥലങ്ങളിൽ ഓരോ കടയിലും കയറി ഇറങ്ങി ഹെവൻലി വാനിലയുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. ആ ചോദ്യത്തിൻ്റെ അർത്ഥം ആളുകൾ കണ്ടെത്തി അത് പോസ്റ്റാക്കിയിരുന്നു. ഹെവൻലി വാനില ഉപയോഗിക്കുന്നത് ഗോൾഡൻ കോർ നന്നാക്കാനാണ്. മാർക്ക് ഹെവൻലി വാനില തിരക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, മാർക്കിന്റെ ഗോൾഡൻ കോർ തകർന്നു കാണും. ഗോൾഡൻ കോർ പോയാൽ പിന്നെ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ പറ്റില്ല. സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാൾ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് പറയാനേ കഴിയത്തില്ല. ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഈ കാലഘട്ടത്തിൽ ഒരാൾക്കും വിജയിക്കാൻ പറ്റില്ല. അയാളുടെ ശക്തി എന്ന് പറയുന്നത് സ്പിരിച്വൽ എനർജിയാണ്. മാർക്കിന്റെ ആ ഇന്റേണൽ സ്ട്രെങ്ത് പൂർണ്ണമായും നഷ്ടമായി എന്ന് ഒരു തോന്നൽ സ്വാഭാവികമായും ആ പോസ്റ്റുകളിൽ കമന്റ് ചെയ്യുന്ന ആളുകൾക്കുണ്ട്. ആളുകൾ മാർക്കിന്റെ ആ ധൃതി പിടിച്ചുള്ള അന്വേഷണത്തെ ആ ശൈലിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കിന്റെ ഗോൾഡൻ കോർ തകർന്നു. മാർക്ക് ഇതാ ഇന്നൽ സ്ട്രെങ്ത് നഷ്ടപ്പെട്ട ഒരു മാർഷൽ ആർട്ടിസ്റ്റായി പരിണമിക്കുകയാണ്. മാർക്കിനെ ഇനി ഏത് മാർഷൽ ആർട്ടിസ്റ്റിന് വേണമെങ്കിലും കൊല്ലാം. മാർക്കിനെ കൊല്ലാൻ ഇനി മാർഷൽ സെയിന്റും മാർക്യൂസും ഗ്രാൻഡ് മാസ്റ്ററും ഒന്നും വേണ്ട. ഒരു ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്ററോ ഒരു ഇന്റേണൽ സ്ട്രെങ്ത് പാസ്റ്റ് മാസ്റ്ററോ വിചാരിച്ചാൽ മാർക്കിനെ കൊല്ലാം. ആ ശൈലിയിലേക്കാണ് കമന്റുകൾ. ഈ കമന്റുകൾ വായിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ മാർക്കിനെ വളഞ്ഞിരിക്കുന്നത്. അവര് മാർക്കിനോട് ചോദിക്കുകയാണ്, മാർക്ക്, അപ്പോ നിന്റെ അഹങ്കാരമൊക്കെ അവസാനിച്ചു അല്ലേ? മാർക്ക്, ഗോൾഡൻ കോർ കേടാകുമെന്ന്
നീ ഒരിക്കലും കരുതിയില്ല അല്ലേ? അവരുടെ ആ സംഭാഷണം കേട്ടതും മാർക്ക് അവരോട് പറഞ്ഞു, എൻ്റെ ഗോൾഡൻ കോറ് കേടായാലെന്താ അല്ലെങ്കിൽ എന്താ, നിങ്ങളുടെ പാട് നോക്കി. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് മുന്നോട്ട് നടന്നതും ഒരു ചെറുപ്പക്കാരൻ മാർക്കിന് മുന്നിലേക്ക് വന്നു. ഏയ് മാർക്ക് ഫെല്ലർ, അങ്ങനെ അങ്ങ് പോയാലോ? വളരെ കൗതുകമുള്ള ഒരു മുഖമുള്ള ആ ചെറുപ്പക്കാരൻ മാർക്കിനെ തടഞ്ഞുകൊണ്ട് മാർക്കിന്റെ മുന്നിൽ നിൽക്കുകയാണ്. മാർക്ക് അവനോട് ചോദിച്ചു, ഏയ് നീ ആരാ? ആ, അതൊരു ചോദ്യമാണ്. എൻ്റെ പേര് നിങ് യാങ്. എന്നെ ആളുകൾ യങ് മാസ്റ്റർ നിങ് എന്ന് വിളിക്കും. മാർക്ക്, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട്. നിന്നെ ആളുകൾ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? അതിന് വേണമെങ്കിൽ ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം. നീ ഇവിടെ ഈ തെരുവിൽ എൻ്റെ മുന്നിൽ മുട്ടുകുത്തി ഈ നിൽക്കുന്ന മുഴുവൻ ആളുകളോടും മാപ്പ് പറഞ്ഞാൽ അവർ നിന്നെ വെറുതെ വിടും. നീ ഒരു സാധാരണക്കാരനായി മാറി എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സാധാരണക്കാരനെ കൊല്ലുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ വിശ്വാസം. നീ മാപ്പ് പറഞ്ഞാൽ നിനക്ക് ഒരു സാധാരണക്കാരനായി ജീവിക്കാം. മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്ന മാർക്ക് ഫെല്ലറും സാധാരണക്കാരനായ മാർക്ക് ഫെല്ലറും മാർഷൽ ആർട്ടിസ്റ്റിൽ നിന്ന് മാർക്ക് ഇതാ സാധാരണക്കാരനായി മാറുകയാണ്. ആ കാര്യം മാർക്ക് പരസ്യമായി സമ്മതിച്ച് മാപ്പ് പറഞ്ഞാൽ മാർക്കിനെ വെറുതെ വിടാമെന്നാണ് നിങ് യാങ്ങിന്റെ അഭിപ്രായം. മാർക്ക് ആ ആൾക്കൂട്ടത്തെയും നിങ് യാങ്ങിനെയും നോക്കിയിട്ട് നിങ് യാങ്ങിനോട് ചോദിച്ചു, ഞാൻ അത് ചെയ്തില്ലെങ്കിൽ? ഹേയ് മാർക്ക് ഫെല്ലർ, എനിക്കറിയാം നിനക്ക് അഹങ്കാരം കൂടപ്പുറപ്പാണെന്ന്. മാർക്ക്, നീ ഇപ്പോ ഈ തെരുവിൽ മുട്ടുകുത്തി പരസ്യമായി മാപ്പ് പറയുന്നില്ലെങ്കിൽ നിന്നെ കൊണ്ട് അത് ചെയ്യിക്കാൻ ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ട് അയാളുടെ ഇന്ത്യൻ എനർജി പതുക്കെ ഒന്ന് റിലീസ് ചെയ്തു. ശരിക്കും അവൻ ഒരു ഹാഫ് സ്റ്റെഫ് മാർഷൽ സെയിന്റ് ആണ്. ശക്തനായ ഒരു ഹാഫ് സ്റ്റെഫ് മാർഷൽ സെയിന്റ് ഇതാ മാർക്ക് ഫെല്ലറെ നേരിടുകയാണ്. ഗോൾഡൻ കോർ തകർന്നിരിക്കുന്ന മാർക്ക് ഫെല്ലർക്ക് ഒരു കാരണവശാലും ഒരു ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്ററോട് പോലും പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അവിടെ നിന്ന് ഒരുപാട് ലെവലിൽ മുകളിലുള്ള ഒരു ഹാഫ് സ്റ്റെഫ് മാർഷൽ സെയിന്റിനോട് മാർക്ക് എങ്ങനെയാ പിടിച്ചു നിൽക്കുക? അതുകൊണ്ട് തന്നെ മാർക്കിന്റെ ആ പരാജയം കാണാനായി ആ ആൾക്കൂട്ടം കൗതുകത്തോടെ മാർക്ക് ഫെല്ലറെയും നിങ് യാങ്ങിനെയും നോക്കുമ്പോൾ മാർക്ക് ശരിക്കും കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ മുന്നോട്ട് കുതിച്ചു. നിങ് യാങ് മുന്നോട്ട് കുതിക്കുന്ന മാർക്കിന്റെ ഒരു ഇമേജ് കണ്ടിരുന്നു. അടുത്ത പക്ഷത്ത് അടുത്ത ഇമേജ് അയാൾ കാണുകയാണ്. ശരിക്കും ആഫ്റ്റർ ഇമേജുകൾ അയാൾ കാണുന്നത് നിങ് യാങ് കണ്ണടച്ച് തുറക്കുന്നിടയിൽ മാർക്ക് ഫെല്ലർ നിന്ന സ്ഥലത്ത് നിന്ന് നിങ് യാങ്ങിന്റെ മുന്നിലേക്ക് വന്നു. ശരിക്കും ചില ഇമേജുകൾ അതിവേഗം ഒന്ന് പായുന്ന പോലെയാണ് നിങ് യാങ്ങിന് തോന്നിയത്. തൊട്ടു മുന്നിൽ മാർക്കിനെ കണ്ട നിങ് അമ്പരപ്പോടെ വാ പൊളിച്ച ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ഒരൊറ്റ ഇടി. മാർക്കിന്റെ ആ കൈ നിങ് യാങ്ങിന്റെ വയറിലൂടെ കടന്ന് പുറത്തേക്ക് വന്ന കാഴ്ച മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ വ്യക്തമായും കണ്ടു. ഒരൊറ്റ ഇടിക്ക് ആ നിങ് യാങ് എന്ന ഹാഫ് സ്റ്റെഫ് മാർഷൽ സെയിന്റിന്റെ എൻ്റെ സംവിധാനങ്ങളും തകർത്തുകൊണ്ട് മാർക്കിന്റെ കൈ മറുഭാഗത്ത് വന്നിരിക്കുകയാണ്. മറുഭാഗത്തേക്ക് കൈ വന്ന മാർക്ക് ആ കൈ ഒന്ന് ഉയർത്തി. ശരിക്കും ഒരു ചുറ്റിക നമ്മൾ ഉയർത്തി പിടിക്കും പോലെ മാർക്ക് ഫെല്ലർ ആ കൈ ഉയർത്തി പിടിക്കുമ്പോൾ മാർക്കിന്റെ കയ്യിൽ കൊരുത്ത് കിടക്കുകയാണ് ഹാഫ് സ്റ്റെഫ് മാർഷൽ സെയിന്റായ നിങ് യാങ്. മാർക്ക് ആ കൈ ഒന്ന് അനക്കി. അതിനുശേഷം മാർക്ക് ഒരു ഒറ്റ ഏറി ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആകാശത്ത് നിന്ന് നിങ് യാങ് താഴേക്ക് മാർക്കിന്റെ കൈയിലൂടെ ഊർന്ന് താഴെ വീണു. ആ നിമിഷത്തിൽ അയാൾ പൊട്ടിച്ചിതറുകയാണ്. ഹാഫ് സ്റ്റെഫ് മാർഷൽ സെയിന്റായ നിങ് യാങ്ങിനെ തികച്ചും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ കഷ്ണം കഷ്ണമായി ചിതറിപ്പിച്ച മാർക്ക് ഫെല്ലർ ചുറ്റും നിൽക്കുന്ന ആളുകളെ ഒന്ന് നോക്കി. ആ നിമിഷത്തിൽ ആ ആളുകൾ ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ പുറകോട്ട് മാറിപ്പോവുകയാണ്. എങ്ങനെ അവർ മാറിയെന്ന് അവർക്ക് പോലും അറിയില്ല. ഭയം അത് അവരിൽ ദൃശ്യമാണ്. മാർക്ക് ഫെല്ലർ ഒന്നും മിണ്ടാതെ ആ തെരുവിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അവിടുന്ന് മാർക്ക് ഫെല്ലർ അതിവേഗം മുന്നോട്ട് നീങ്ങുകയാണ്. മാർക്കിന്റെ ലക്ഷ്യം സൗത്തിന്റെ ഈസ്റ്റേൺ മേഖലയിലുള്ള ആ ഗ്രാമമാണ്. മാർക്ക് ഫെല്ലർ പരിക്കേറ്റ് വീണ് കിടന്ന സമയത്ത് മാർക്കിനെ ചികിത്സിച്ച അതേ ഗ്രാമം. മാർക്ക് ആ ഗ്രാമത്തിനടുത്തെത്തി. ഗ്രാമത്തിനടുത്തേക്ക് മാർക്ക് നീങ്ങുമ്പോൾ ബുദ്ധൂസ് മാർക്കിനോട് പറയുന്നുണ്ട്, മാർക്ക്, നീ എത്രയും പെട്ടെന്ന് മാർഷൽ സെയിന്റ് ആകണം, ഇല്ലെങ്കിൽ നിന്നെ ഇവമാർ വെറുതെ വിടത്തില്ല. മാർക്കും ബുദ്ധൂസും കൂടി ആ ഗ്രാമത്തിന്റെ അടുത്ത് എത്താറായ ആ നിമിഷത്തിൽ അവര് ഒരു കാഴ്ച കണ്ടു. ഒന്ന് രണ്ട് വാഹനങ്ങൾ ആ ഗ്രാമത്തിലേക്ക് വരുന്നതാണ് അവർ കണ്ടത്. അത് കണ്ടതും മാർക്ക് ഫെല്ലർ അയാളുടെ ഓറ ഒന്ന് മറച്ചു പിടിച്ചുകൊണ്ട് ഒരു മരത്തിന്റെ പുറകിലോട്ട് മാറി. ആ കാറുകൾ ആ ഗ്രാമത്തിൽ വന്നു നിന്നതും
ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത് സാക്ഷൽ സെങ്ചിയാണ്. വാൻ ഗസ്മാന്റെ ആ മാർഷൽ സെയിന്റ് സെങ്ചിയും അയാൾക്കൊപ്പം രണ്ടുപേരും കൂടി പുറത്തിറങ്ങി. അവരും മാർഷൽ സെയിന്റുകളാണ്. പുറകിലത്തെ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത് 2 മാർക്വിസ്റ്റുകളാണ്. ആ 5 ടീം 2 വാഹനങ്ങളിലായി അവിടെ എത്തി. ആ ഗ്രാമത്തെ ഒന്ന് നോക്കുമ്പോൾ ശബ്ദം കേട്ട് ആ ഗ്രാമത്തിലെ ആളുകളൊക്കെ അവരുടെ അടുത്തേക്ക് വന്നു. ആ ആൾക്കൂട്ടം അവരുടെ അടുത്തേക്ക് വരുന്നവരെ സെങ്ചി ഒരു അക്ഷരം പോലും മിണ്ടാതെ നടന്നു വരുന്ന ആൾക്കൂട്ടം തന്നെ നോക്കി നിൽക്കുകയാണ്. ആ ആളുകളൊക്കെ അടുത്ത് വന്നതും സെങ്ചി ആ ആൾക്കൂട്ടത്തോട് ചോദിച്ചു, ഏയ്, നിങ്ങളിൽ ആരാണ് മാർക്ക് ഫില്ലറുമായി ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്നത്? വളരെ മുഴക്കമുള്ള ശബ്ദത്തിൽ സെങ്ചി ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായ ആ പെൺകുട്ടി സെങ്ചിയോട് പറഞ്ഞു, സർ, മാർക്ക് ഫില്ലർ എൻ്റെ സുഹൃത്താണ്. മാർക്കിനെ ശുശ്രൂഷിച്ച ആ പെൺകുട്ടിയാണ് ആ മറുപടി പറഞ്ഞത്. അത് കേട്ടതും സെങ്ചി ആ പെൺകുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. അവള് സെങ്ചിയുടെ മുന്നിലേക്ക് വന്നു. സെങ്ചി അവളോട് ചോദിച്ചു, നീ മാർക്ക് ഫില്ലറുടെ സുഹൃത്താണോ? അതെ, ഞാൻ മാർക്കിന്റെ സുഹൃത്താണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നീ പറ, മാർക്ക് ഫില്ലർ ഇപ്പൊ എവിടെയുണ്ട്? സർ, അതെനിക്ക് അറിയത്തില്ല. അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞതും സെങ്ചി ഒരു അറ്റയാടി. തികച്ചും അപ്രതീക്ഷിതമായി സെങ്ചി ആ പെൺകുട്ടിയെ അടിച്ചതും ആ പെൺകുട്ടി കറങ്ങി തിരിഞ്ഞ് തറയിൽ വീണു. സെങ്ചി അധികം ബലം കൊടുക്കാതെയാണ് ആ പെൺകുട്ടി അടിച്ചത്. എന്നിട്ടും അവള് കറങ്ങി താഴെ വീഴുകയായിരുന്നു. താഴെ വീണുപോയെങ്കിലും അവൾ വേഗം എണീറ്റു. അവള് സെങ്ചിയോട് ചോദിച്ചു, അല്ല, നിങ്ങള് മാർക്കിന്റെ സുഹൃത്തല്ലേ? അത് കേട്ടതും സെങ്ചി ഒന്ന് ചിരിച്ചു. ഹേയ് വിഡ്ഢി പെണ്ണേ, ഞങ്ങളാരും മാർക്കിന്റെ സുഹൃത്തല്ല. നീ ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെ ഒന്ന് നോക്കി അവരോടായി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 72 മണിക്കൂർ സമയം അനുവദിക്കുകയാണ്. അതായത് മറ്റന്നാൾ വൈകുന്നേരം 5 മണി വരെ ഞാൻ നിങ്ങൾക്ക് സമയം അനുവദിക്കുന്നു. അതിനിടയിൽ മാർക്ക് ഫില്ലറെ നിങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും ഞാൻ കൊല്ലും. അങ്ങനെ സെങ്ചി പറഞ്ഞതും ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉറക്കെ ചോദിച്ചു, ഏയ്, നിങ്ങൾ എന്തായി പറയുന്നത്? അങ്ങനെ ആ ആള് ചോദിച്ചതും സെങ്ചി അയാളുടെ ഇടത് കൈ ഒന്ന് അനക്കിയതേ ഉള്ളൂ. ആ ഇടത് കൈയിൽ നിന്ന് പെട്ടെന്നൊരു പ്രകാശം ആ ആളിന്റെ പുറത്തു പതിച്ചു. ആ നിമിഷത്തിൽ അയാള് പൊട്ടിച്ചിതറി. ശരിക്കും കൈയൊന്ന് അനക്കി ഒരാളെ കൊല്ലുന്ന ആളിനെ കുറിച്ച് ആ ഗ്രാമത്തിൽ ആരും കേട്ടിട്ട് പോലുമില്ല. ശരിക്കും പവർഫുള്ളായ ഒരാളാണ് അവിടെ മുന്നിൽ നിൽക്കുന്നതെന്ന് ആ നിമിഷത്തിലാണ് ആ ഗ്രാമീണർക്ക് മനസ്സിലാവുന്നത്. പൊട്ടിച്ചെറിയ ആ ഡെഡ് ബോഡിയിലേക്ക് അവരെല്ലാവരും അമ്പരപ്പോടെ നോക്കുകയാണ്. അവരുടെ സകലരുടെ കൺട്രോള് ഏതാണ്ട് പോയതുപോലെയായി. സകലർ പെട്ടെന്ന് തറയിലേക്ക് മുട്ടുകുത്തി. ഭയം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അവിടെ ദൃശ്യമാണ്. മാർക്ക് ഫില്ലർക്ക് മുന്നോട്ട് കുതിക്കണമെന്നുണ്ട്. പക്ഷേ മുന്നിൽ നിൽക്കുന്നത് 3 മാർഷൽ സെയിന്റുകളാണ്. ആ മാർഷൽ സെയിന്റുകളുമായി ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ മാർക്കിനുണ്ട്. മാർക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സെങ്ചി കൂട്ടരും അവസാനത്തെ വാണിംഗ് കൊടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു. അവർ പോയി കഴിഞ്ഞതും മാർക്ക് മുദൂസിനോട് പറഞ്ഞു, മുദൂസ്, എനിക്ക് എത്രയും പെട്ടെന്ന് മാർഷൽ സെയിന്റ് ആകണം. അതിനു പറ്റിയ ഒരു സ്ഥലം വേണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫില്ലർ നടന്നെത്തിയത് ഒരു താഴ്വാരയിലാണ്. കാടിനകത്ത് മലകൾക്കിടയിലായി ആ ഗ്രാമത്തിൽ നിന്ന് ഒത്തിരി ദൂരെയായിട്ടാണ് ആ താഴ്വരയുള്ളത്. മാർക്ക് മാർഷൽ സെയിന്റ് ആക്കാനുള്ള ഒരു ശ്രമം നടത്താൻ പോവുകയാണ്. അതിനെ പറ്റിയ ഒരു സ്ഥലമാണ് മാർക്ക് നോക്കുന്നത്. മാർഷൽ സെയിന്റായി മാറാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആകാശത്ത് മേഘങ്ങൾ പ്രത്യക്ഷപ്പെടും. ആ മേഘങ്ങളിൽ നിന്ന് മിന്നലുകളും ഇടിയൊക്കെ ഉണ്ടാവും. അത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ആ ഗ്രാമത്തിൽ നിന്ന് ഒത്തിരി ദൂരെ ആളുടെ ശ്രദ്ധയപ്പെടാത്ത ഒരു സ്ഥലം മാർക്ക് തിരഞ്ഞെടുത്തത്. മാർക്ക് ആ സ്ഥലത്തേക്ക് വന്നതും ബുദൂസ് മാർക്കോട് ചോദിച്ചു, മാർക്ക്, നീ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ മാർക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മാർക്കിന്റെ പാത്ത് തിരിച്ചറിഞ്ഞത്. ആ പാത്ത് മാർക്ക് തിരിച്ചറിഞ്ഞത് ആ നിങ് യാങ്ങിനെ കൊല്ലുമ്പോഴാണ്. നിങ് യാങ്ങിനെ കൊന്നതിന് ശേഷം മാർക്ക് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് മാർക്കിന്റെ മനസ്സിൽ ആ പാത തെളിഞ്ഞത്. കൊല്ലുക, അതാണ് മാർക്കിന്റെ പാത. മാർക്കിനെ തടസ്സപ്പെടുത്തുന്ന, മാർക്കിനെതിരെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും കൊല്ലുക. മാർക്ക് നീതിക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്. ആ നീതി നടപ്പാക്കാൻ മാർക്ക് ശ്രമിക്കുമ്പോൾ മാർക്കിനെതിരെ കയറി നിൽക്കുന്ന ആരെയും നിർദാക്ഷിണ്യം കൊല്ലാനുള്ള ഒരു പ്രേരണയാണ് മാർക്കിന്റെ മനസ്സിലുണ്ടായത്. മാർക്കിനിപ്പോൾ പാത വ്യക്തമാണ്. കൊല്ലുക, തടസ്സം നിൽക്കുന്ന ആളുകളെ കൊല്ലുക.
നീതിക്കെതിരെ നിൽക്കുന്ന ആളുകളെ കൊല്ലുക. ആ കൊല്ലുക എന്നുള്ളത് മാർക്കിൻ്റെ ഒരു ദൗത്യമായി, ഒരു ലക്ഷ്യമായി മാർക്ക് മനസ്സിലേക്ക് ഉറപ്പിച്ചപ്പോൾ മാർക്ക് പോലും അറിയാതെ മാർക്കിൻ്റെ മനസ്സിൽ ആ മാർഷൽ സെയിന്റ് എന്നുള്ള ആ രൂപം തെളിഞ്ഞു വന്നു. അതുകൊണ്ടാണ് മാർക്ക് മാർഷൽ സെയിന്റ് ആകാനുള്ള ഒരു ശ്രമം നടത്താമെന്ന് തീരുമാനിച്ചത്. മാർക്ക് ആ ശ്രമം നടത്താൻ പോവുകയാണെന്ന് കേട്ടതും ബുദ്ധൂസ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നിന്റെ ഗോൾഡൻ കോറ് ശരിക്കും തകർന്നിരിക്കുകയാണ്. ഈ തകർന്ന ഗോൾഡൻ കോർ ഉപയോഗിച്ച് നീ മാർഷൽ സെയിന്റ് ആകാൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ അപകടത്തിൽ കലാശിക്കും. ബുദ്ധൂസ്, എൻ്റെ മുന്നിൽ വേറെ മാർഗങ്ങളില്ല, ഞാനെന്തായാലും ശ്രമിക്കാൻ പോവുകയാണ്. മാർക്ക്, എന്നോട് ചോദിച്ചാൽ നീ ചെയ്യുന്നത് അബദ്ധമാണെന്നേ ഞാൻ പറയും. ഞാനൊരു ആൾമൈറ്റി ലെവലിലുള്ള ആളാണ്. നിന്റെ ഈ മാർഷൽ സെയിന്റ് ലെവലും മൈറ്റി ലെവലും ഒക്കെ കടന്ന് ആൾമൈറ്റി ലെവലിൽ ഞാൻ എത്തിയത് ശരിക്കും അതിൻ്റെതായ പാതയിലൂടെ തന്നെയാണ്. നീ ഇപ്പോൾ ബലമായിട്ട് മാർഷൽ സെയിന്റ് ആകാൻ പോവുകയാണ്. അത് നിനക്ക് കുഴപ്പം ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ബുദ്ധൂസ് വീണ്ടും പറഞ്ഞപ്പോൾ മാർക്ക് ബുദ്ധൂസിനോട് പറഞ്ഞു, നോക്കൂ, എൻ്റെ മുന്നിൽ വേറെ മാർഗമൊന്നുമില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ധീരനായിട്ട് തന്നെ അത് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാർക്ക് അയാളുടെ അഭിപ്രായം വ്യക്തമാക്കിയതും ബുദ്ധൂസ് പിന്നീട് തടസ്സമൊന്നും പറഞ്ഞില്ല. മാർക്ക് ഫെല്ലർ അവിടെ ആ താഴ്വരയിൽ ചമ്രം പടിഞ്ഞ് ഇരുന്നു. മാർക്ക് സാവധാനം മനസ്സ് ഏകാഗ്രമാക്കി. മാർക്കിന്റെ മനസ്സ് ഏകാഗ്രമായി കഴിഞ്ഞതും മാർക്കിന്റെ മനസ്സിൽ ആ ഒരൊറ്റ വഴിയാണ് തെളിയുന്നത്. അനീതിക്കെതിരെ പോരാടുന്ന ഒരു പോരാളിയുടെ ആ രൂപം മാർക്കിന്റെ മനസ്സിലേക്ക് അങ്ങ് തെളിഞ്ഞു വന്നു. ശരിക്കും അനീതി എവിടെ കണ്ടാലും ചോദ്യം ചെയ്യുന്ന, ന്യായത്തിന് നിരക്കാത്ത ചെയ്യുന്ന ആളുകളെ കൊന്നൊടുക്കുന്ന ഒരാളുടെ രൂപത്തിലേക്ക്, ഭാവത്തിലേക്ക്, ചിന്തയിലേക്ക് മാർക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. മാർക്കിന്റെ ആ എൻറ്റയർ ബോഡിയും സാവധാനം ഒരു ഗോൾഡൻ പ്രകാശത്തിൽ തിളങ്ങി തുടങ്ങി. മാർക്കിന്റെ ബോഡിയിൽ സ്വരൂപിച്ചിരിക്കുന്ന എൻറ്റയർ സ്പിരിച്വൽ എനർജിയും പതുക്കെ സർക്കുലേറ്റ് തുടങ്ങി. ആ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മാർക്കിന്റെ ശരീരത്തിലെ എൻറ്റയർ സ്പിരിച്വൽ എനർജിയും സകല മേഖലകളിലേക്കും അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞതും മാർക്ക് അവന്റെ ആ ഗോൾഡൻ കോറിനെ സാവധാനം സമീപിച്ചു തുടങ്ങി. ഇനിയാണ് ഏറ്റവും നിർണായകമായ നിമിഷം. മാർക്കിന്റെ സ്പിരിച്വൽ എനർജി മാർക്കുസായ നിമിഷം മുതൽ കേന്ദ്രീകരിക്കപ്പെട്ട് ഒരു വലിയ കോറായി മാർക്കിന്റെ അബ്ഡോമിനൽ വയറിന്റെ ഭാഗത്ത് ഒരു ബോളിന്റെ രൂപത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാണ് ഗോൾഡൻ കോർ എന്ന് വിളിക്കുക. ആ ഗോൾഡൻ കോറാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ആ ഗോൾഡൻ കോറിനെ ബലമായി മാർക്ക് കൺവെർട്ട് ചെയ്യാൻ പോവുകയാണ് നേസന്റ് സോളായിട്ട്. മാർക്കസ് ലെവലിൽ നിന്ന് സെയിന്റ് ലെവലിലേക്ക് ഒരാൾ മാറുമ്പോൾ സംഭവിക്കുന്നത് ആ ഗോൾഡൻ കോറിന്റെ പരിണാമമാണ്. ഗോൾഡൻ കോറ് പതുക്കെ ആവിയായി മാറി ഒരു അരൂപിയായ രൂപമായി മാറും. അതാണ് നേസന്റ് സോൾ. ആ ഗേഷ്യസ് ഫോമിലുള്ള നേസന്റ് സോളിലേക്ക് കട്ടിപിടിച്ചിരിക്കുന്ന ആ ഗോൾഡൻ കോറിനെ കൺവെർട്ട് ചെയ്യണം. മാർക്ക് അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലേക്കാണ് കടക്കുന്നത്. മാർക്കിന്റെ എൻറ്റയർ ശ്രദ്ധയും മാർക്കിന്റെ ഗോൾഡൻ കോറിലേക്ക് കൊടുത്തു. മാർക്ക് ആ മുഴുവൻ ഇന്ത്യൻ എനർജി ഉപയോഗിച്ചുകൊണ്ട് ആ ഗോൾഡൻ കോറിൽ പ്രഷർ കൊടുക്കുകയാണ്. ആ ഗോൾഡൻ കോറ് സാവധാനം അലിഞ്ഞ് ഗേഷ്യസ് ഫോമിലേക്ക് മാറി പതുക്കെ ഒരു നേസന്റ് സോളായി മാറണം. അത് സംഭവിക്കുക മാർക്കിന്റെ പുറത്ത് ട്രിബുലേഷൻ വീണു തുടങ്ങിയതിന് ശേഷമാകും. ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന മേഘങ്ങളിൽ നിന്ന് അതിശക്തമായി മിന്നൽ മാർക്കിന്റെ പുറത്തേക്ക് പതിച്ചു തുടങ്ങി. അങ്ങനെ 8 തവണയാണ് മിന്നൽ വീഴുക. അതിൽ 5ാമത്തെ തവണ മിന്നൽ വീഴുന്നത് മുതലാണ് മാർക്കിന്റെ ആ ഗോൾഡൻ കോറ് ഗേഷ്യസ് ഫോമിലേക്ക് മാറുക. ആ കാര്യം അറിയാവുന്ന മാർക്കിന്റെ മുഴുവൻ ശ്രദ്ധയും ആ പാതയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് മാർഷൽ സെയിന്റിലേക്കുള്ള ആ യാത്ര ആരംഭിച്ചു. മാർക്കിന്റെ മനസ്സ് മാർഷൽ സെയിന്റ് ലക്ഷ്യമാക്കി ആ യാത്ര തുടങ്ങുമ്പോൾ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഉണ്ടായി വന്ന ആ ഗോൾഡൻ പ്രകാശം പതുക്കെ വ്യാപിച്ചു വരികയാണ്. ആ ഗോൾഡൻ പ്രകാശം അങ്ങനെ വ്യാപിച്ചു വന്നതും ആകാശത്ത് ശരിക്കും വർണ്ണാഭമായ മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പല നിറത്തിലുമുള്ള മേഘങ്ങൾ ആ വനത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് ദൂരെയുള്ള പലരും കണ്ടു. ആരോ മാർഷൽ സെയിന്റ് ആകാനായി ഒരു പരിശ്രമം നടത്തുകയാണെന്ന് ആ മേഘങ്ങൾ കണ്ട ആളുകൾക്കൊക്കെ തോന്നുകയും ചെയ്തു. കുറെ നാളുകൾക്ക് മുമ്പ് ഷൂ ഷിവാങ് ഇതുപോലെ മാർഷൽ സെയിന്റ് ആയ സമയത്ത്
ഇത്തരത്തിലുള്ള മേഘങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതിനുശേഷം ഇതാ വീണ്ടും ആ ശൈലിയിലുള്ള മേഘങ്ങൾ ആ പൈറോയിലെ സൗത്ത് വെസ്റ്റിൽ ആ ഗ്രാമത്തിന്റെ സമീപത്തുള്ള വനത്തിന് മുകളിലായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കാടിനുള്ളിൽ ആരോ മാർഷൽ സെയിന്റ് ആകാൻ പോകുന്നു. ആ കാര്യം ഏകദേശം ഉറപ്പാണ്. ആ വർണ്ണാഭമായ മേഘങ്ങൾ ആകാശം മുഴുവൻ അങ്ങനെ പരന്നു കിടക്കുമ്പോൾ എവിടെയാണ് കൃത്യമായിട്ട് ആ മാർഷൽ സെയിന്റ് ആകാൻ ശ്രമിക്കുന്ന ആള് അതിന് ശ്രമം നടത്തുന്നതെന്ന് കൃത്യമായി അറിയാൻ പറ്റത്തില്ല. ഒരു വലിയ വനപ്രദേശം ഏതാണ്ട് പൂർണ്ണമായും ആ മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ മേഘങ്ങളുടെ നിറം സാവധാനം പതുക്കങ്ങ് മാറി മാറി കാർമേഘങ്ങളായി മാറിയതും ആ കാർമേഘങ്ങൾ കൂട്ടിമുട്ടാൻ ആരംഭിച്ചു. ചെവി തുളയ്ക്കുന്ന ശബ്ദവും കണ്ണഞ്ചിക്കുന്ന പ്രകാശവും ദൂരെ ആ കാഴ്ച കാണുന്ന ആളുകൾക്ക് വരെ കാണാം. ശക്തമായ മിന്നൽ കാടിനകത്തേക്ക് പതിക്കുന്നത് ദൂരെ നിന്ന് ആളുകൾ കാണുന്നുണ്ട്. കാടിനകത്ത് ആ മിന്നലിനെ അതിജീവിക്കാൻ ആ മാർഷൽ സെയിന്റ് ആകാൻ ശ്രമിക്കുന്ന ആൾക്ക് പറ്റുമോ ഇല്ലയോ? ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല. സാധാരണ ഒരു മനുഷ്യന്റെ പുറത്താണ് ആ മിന്നൽ വീഴുന്നെങ്കിൽ ആ മനുഷ്യൻ ആ നിമിഷം കൊല്ലപ്പെടും. അത്ര ശക്തമായ മിന്നലാണ് ആകാശത്ത് നമ്മൾ കാണുന്നത്. പലരും ഓടി ഒളിക്കുന്നുണ്ട്. മിന്നൽ അങ്ങ് കാട്ടിലാണ് വീഴുന്നെങ്കിലും അതിൻ്റെ പ്രതിധ്വനിയും അതിൻ്റെ പ്രതിഫലനവും ഒരു വലിയ ഏരിയ മുഴുവൻ വ്യാപിക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ പുറത്ത് ശക്തമായ മിന്നൽ വീണു. അതിശക്തമായ മിന്നൽ മാർക്കിന്റെ പുറത്തേക്ക് അങ്ങനെ വീണതും മാർക്കിന്റെ ബോഡി ഏതാണ്ട് പൊട്ടിപ്പിളർന്നു എന്ന് പറയാം. മാർക്ക് ഗ്രാൻഡ് മാസ്റ്റർ ആകാൻ ശ്രമിച്ച സമയത്തും മാർക്യൂസ് ആകാൻ ശ്രമിച്ച സമയത്തും മാർക്കിന്റെ ബോഡി അതുപോലെ പൊട്ടിപ്പിളർന്നിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കിന് അങ്ങനെ സംഭവിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. മാർക്കിന്റെ ബോഡിയിൽ അതിശക്തമായ മിന്നൽ പതിക്കുമ്പോൾ മാർക്കിന്റെ ബോഡിക്കകത്തുള്ള ബുദ്ധൂസിന് പോലും ശരിക്കും ഒരു വിറയൽ അനുഭവപ്പെട്ടു. മാർക്കിന് ഈ മിന്നലുകളെ അതിജീവിക്കാൻ കഴിയുമോ? ആ ചോദ്യമാണ് സ്വാഭാവികമായും ബുദ്ധൂസിനുണ്ടാകുന്നത്. ബുദ്ധൂസിന്റെ മനസ്സിൽ ആ ചോദ്യം ഉണ്ടായതും ശരിക്കും അയാൾ അമ്പരപ്പിച്ചുകൊണ്ട് ടൺ കണക്കിന് മിന്നലുകൾ മാർക്കിന്റെ പുറത്തേക്ക് വീഴുകയാണ്. മാർക്ക് അത് മുഴുവൻ ഉൾക്കൊള്ളുകയാണ്. അത് കണ്ടപ്പോൾ ബുദ്ധൂസിന് മാർക്കിൽ ഒരു പ്രത്യേക താല്പര്യം തോന്നി. അയാളും ഇതുപോലുള്ള ട്രിബുലേഷനിലൂടെ കടന്നു വന്ന ആളാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടും വേദനയൊക്കെ അനുഭവിച്ചറിഞ്ഞ ആ ബുദ്ധൂസിന് മാർക്ക് ആ വേദനകൾ പുഞ്ചിരിയോടുകൂടി നേരിടുന്ന കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകവും ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുകയാണ്. ഒന്നാമത്തെ ഘട്ടം കുറെ നേരം നീണ്ടു നിന്നു. ശരിക്കും മാർക്കിന്റെ ആ എൻറ്റയർ ബോഡിയും കീറി പറഞ്ഞു എന്ന് പറയാം. ആ ഒന്നാമത്തെ ഘട്ടം പൂർത്തീകരിച്ചതും മേഘങ്ങൾ പിന്മാറി. ആ നിമിഷത്തിനെ മാർക്കിന്റെ ബോഡി വീണ്ടും റീകൂപ്പ് ചെയ്തു. മാർക്ക് വീണ്ടും പൂർവ്വസ്ഥിതിയിലായതും അത് കാത്തു നിന്നതുപോലെ രണ്ടാമത്തെ ട്രിബുലേഷൻ മേഘങ്ങളെത്തി. ശരിക്കും ഇടിമിന്നലുമായിട്ട് ആ മേഘങ്ങൾ വീണ്ടും മാർക്കിന്റെ പുറത്തേക്ക് പെയ്തിറങ്ങി. പക്ഷെ ഇപ്പോൾ ആദ്യത്തെ മേഘങ്ങളുടെ ഒരു 4-5 മടങ്ങ് പവർ ആ മേഘങ്ങൾക്ക് കൂടിയിട്ടുണ്ട്. മാർക്കിനെ കൊല്ലുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മിന്നലുകൾ മാർക്കിന്റെ പുറത്തേക്ക് പാഞ്ഞിറങ്ങുകയാണ്. ശരിക്കും മാർക്കിനെ ടാർഗറ്റ് ചെയ്തുള്ള മിന്നലുകൾ ഇങ്ങനെ വീഴുമ്പോൾ മാർക്കിന്റെ എൻറ്റയർ ബോഡിയും കയറി പറയുന്നുണ്ട്. തൊലിയും എന്ന് വേണ്ട എല്ല് വരെ പൊളിയുന്ന ശൈലിയിലുള്ള ശക്തമായ ട്രിബുലേഷനാണ് നടക്കുന്നത്. ശരിക്കും വേദന കൊണ്ട് ഏതൊരു മനുഷ്യനും പൊളഞ്ഞു പോകേണ്ട സ്ഥലമാണ്. പക്ഷെ അപ്പോഴും മാർക്കിന്റെ ആ മുഖത്ത് ആ പുഞ്ചിരി ദൃശ്യമാണ്. വളരെ ശാന്തമായി മാർക്ക് ആ എൻറ്റയർ വേദനയും സഹിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ബുദ്ധൂസിന് മാർക്കിനോടുള്ള ബഹുമാനം കൂടിക്കൂടി വരികയാണ്. പക്ഷേ ഈ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. മാർക്കിന്റെ ഗോൾഡൻ കോർ പതുക്കെ പൊട്ടിത്തുടങ്ങി. ഗോൾഡൻ കോർ പൊട്ടിയതും മാർക്കിന് വല്ലാത്തൊരു വേദന അനുഭവപ്പെടുകയാണ്. മാർക്കിന്റെ വയറിൽ അതിശക്തമായ വേദന അനുഭവപ്പെട്ടു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കിന്റെ കൈകൾ ആ വയറിലേക്ക് നീങ്ങുന്നത് ബുദ്ധൂസിന് കാണാനും പറ്റുന്നുണ്ട്. അത് കണ്ടപ്പോൾ മാർക്കിനോട് ബുദ്ധൂസ് പറയുകയും ചെയ്തു, മാർക്ക്, നിന്റെ ഗോൾഡൻ കോർ പൊട്ടുകയാണെങ്കിൽ നീ ഇവിടെ അവസാനിക്കും. ബി കെയർഫുൾ, ബി കെയർഫുൾ. 5ാമത്തെ ട്രിബുലേഷൻ ആരംഭിക്കും മാത്രമാണ് ഗോൾഡൻ കോർ സാവധാനം ഗേഷ്യസ് ആയി മാറുക. 8 ലെവൽ പൂർത്തീകരിക്കുമ്പോൾ പൂർണ്ണമായും ഒരു സോളായി ആ ഗോൾഡൻ കോർ മാറിയിരിക്കും. ഇവിടെ 2ാമത്തെ ലെവൽ ആയപ്പോൾ തന്നെ മാർക്ക് ഫെല്ലറുടെ ഗോൾഡൻ കോർ പൊളിഞ്ഞു തുടങ്ങുകയാണ്. ശരിക്കും അത് പൊളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മാർക്ക് ഫെല്ലറുടെ ആ അവസ്ഥയെക്കുറിച്ച് ബുദ്ധൂസിന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ മാർക്ക് ആ വയറിൽ അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിലും മുഖത്ത് ഒരു ഭാവമാറ്റവും ഇല്ലാതെ ആ ട്രിബുലേഷൻ മുഴുവൻ ഏറ്റുവാങ്ങി. ശക്തമായ മിന്നല വീണുകൊണ്ടിരിക്കുന്നത്. ആ വനത്തിനകത്ത് ആ മിന്നൽ വീഴുന്ന ഭാഗത്തുള്ള സകല ചെടികളും ഏതാണ്ട് വെന്തുണങ്ങി എന്ന് പറയാം.
എൻറ്റയർ മേഖലയും കരിയുന്ന അത്രയും പവർഫുള്ളായ മിന്നലാണ് വീഴുന്നത്. പക്ഷെ മാർക്ക് കുലുക്കമില്ലാതെ ആ മിന്നൽ മുഴുവൻ ഏറ്റുവാങ്ങുകയാണ്. മാർക്കിനെ കൊന്നേ പറ്റൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് ആ മിന്നലുകളുടെ പെരുമാറ്റം. ആ ട്രിബുലേഷൻ മേഘങ്ങൾ രണ്ടാമത്തെ ആ ഘട്ടം അവസാനിച്ച് പിന്മാറുമ്പോൾ മാർക്കിന്റെ മുഖത്ത് ആ പുഞ്ചിരി അപ്പോഴുമുണ്ട്. ശരിക്കും വേദന കൊണ്ട് പൊളയുകയാണെങ്കിലും മാർക്ക് സർവശക്തിയുമെടുത്ത് ആ പുഞ്ചിരി നിലനിർത്തുകയാണ്. ആ പുഞ്ചിരിയോട് അനുബന്ധിച്ച് മാർക്കിന്റെ പാത മാർക്കിന്റെ കൺമുന്നിൽ അതുപോലെ തെളിഞ്ഞു കാണാം. മാർഷൽ സെയിന്റിലേക്കുള്ള മാർക്കിന്റെ പാത മാർക്കിന്റെ കൺമുന്നിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ആ പാത മങ്ങാൻ പാടില്ല, ആ പാത ബ്രേക്ക് ആവാൻ പാടില്ല. ആ പാതയിൽ മനസ്സ് കേന്ദ്രീകരിച്ച് തന്നെ ആ പാതയുടെ അവസാനം വരെ മാർക്ക് എത്തണം. അത് മനസ്സുകൊണ്ടുള്ള ഒരു ഗെയിമാണ്. മാർക്ക് ഫെല്ലറുടെ മനസ്സിൽ ആ പാത തെളിഞ്ഞിട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല. മാർക്ക് ശക്തമായി അതീവ ശ്രദ്ധയോടുകൂടി ആ പാതയിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് സഹിക്കാൻ പറ്റാത്ത വേദന മാർക്കിന്റെ അബ്ഡോമിനിൽ അനുഭവപ്പെടുകയാണ്. അവന്റെ ഡാൻറ്റെയിൻ ഏതാണ്ട് തകർന്ന് തരിപ്പണമായി തുടങ്ങുകയാണ്. മൂന്നാമത്തെ ട്രിബുലേഷൻ ഈ സമയത്താണ് ആരംഭിച്ചത്. ആദ്യത്തെ രണ്ടും ഒന്നുമല്ല എന്ന് തോന്നുന്ന ശൈലിയിലുള്ള ഒരു ട്രിബുലേഷൻ. ശരിക്കും ടൺ കണക്കിന് മേഘങ്ങൾ ഒരുമിച്ച് ആകാശത്ത് കൂട്ടുമുട്ടി ചെവി തുളയ്ക്കുന്ന ശബ്ദവും കണ്ണഞ്ചിക്കുന്ന പ്രകാശവുമായി മാർക്കിനെ ആക്രമിക്കുകയാണ്. ഈ കാഴ്ച വിദൂരതയിൽ നിൽക്കുന്ന ആളുകളൊക്കെ കാണുന്നുണ്ട്. അൺബിലീവബിൾ ആയിട്ടുള്ള സ്ഫോടനമാണ് ആകാശത്ത് കാണുന്നത്. ആ സ്ഫോടനം നടക്കുന്ന മേഖലകളിലേക്ക് ഒരു കുഞ്ഞിനും എത്താൻ കഴിയാത്ത ശൈലിയിൽ അതിശക്തമായ മിന്നൽ പ്രവാഹമാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ദൂരെ നിൽക്കുന്ന സെങ്ജിയൊക്കെ തന്നെ അമ്പരപ്പെട്ട് നോക്കുകയാണ്. ഏതോ ഒരു ശക്തൻ മാർഷൽ സെയിന്റ് ആകാൻ പോവുകയാണ്. ആ കാര്യം അവർക്കൊക്കെ ഉറപ്പാണ്. ഇത്രയും ശക്തമായ മേഘങ്ങളും ഇത്രയും ശക്തമായ മിന്നലുകളും അവരാരും അനുഭവിച്ചിട്ടില്ല. ആരാണ് മാർഷൽ സെയിന്റ് ആകുന്ന കാര്യം അവർക്കറിയത്തില്ല. ആരാണെങ്കിലും ശരിക്കും പവർഫുള്ളായ വ്യക്തിയാണ് മാർഷൽ സെയിന്റ് ആകുന്നത്. അയാൾ ഇത്രയും ശക്തമായ മിന്നലിനെ അതിജീവിക്കുകയാണെങ്കിൽ അയാൾ ഭൂമിയിലെ ഏറ്റവും ശക്തനായി മാറും. സെങ്ജിക്ക് അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ സെങ്ജി കൂട്ടരും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ മിന്നലുകളെ അതിജീവിക്കാൻ ആ മനുഷ്യന് പറ്റത്തില്ല. അയാൾ തകരും, അയാൾ തീരും, അയാൾ ചാവും, അയാൾ കൊല്ലപ്പെടും. അങ്ങനെ സെങ്ജി കൂട്ടർ പറയുമ്പോഴേക്കും മിന്നലുകൾ അതിന്റെ സംഹാര താണ്ഡവം മാർക്കിന് മുകളിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. സെങ്ജി പറഞ്ഞ അതേ വാചകം ബുദൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ ബുദൂസ് പറയുമ്പോൾ മാർക്കിന്റെ ആ ഗോൾഡൻ കോർ പതുക്കെ വിണ്ട് കീറുകയാണ്. നേരത്തെ ആ ഗോൾഡൻ കോറിനകത്ത് ശക്തമായ കുത്ത് ഏറ്റിട്ടുണ്ടായിരുന്നു. ആ കുത്തേറ്റ സ്ഥലത്ത് നിന്ന് പതുക്കെ ഗോൾഡൻ കോർ രണ്ടായി മുറിയുന്ന ഒരു ഫീലാണ് മാർക്ക് അനുഭവപ്പെട്ടത്. സ്വാഭാവികമായി അതിന്റെ വേദന മാർക്കിന്റെ എൻറ്റയർ ബോഡിയിലും ഉണ്ടാവുകയാണ്. കാലിന്റെ അറ്റത്ത് നിന്ന് തലമുടി വരെ മാർക്ക് വേദന കൊണ്ട് പുളയുമ്പോൾ മാർക്ക് കൈ കൊണ്ട് ആ വയർ അമർത്തി പിടിക്കുകയാണ്. പക്ഷെ അതേ സമയത്തും ആ പാതയിൽ നിന്ന് കണ്ണെടുക്കാതെ കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് മാർക്ക് ആ പുഞ്ചിരി നിലനിർത്തിയിരിക്കുകയാണ്. മാർക്ക് ആ പാതയിൽ നിന്ന് കണ്ണെടുത്താൽ അവിടെ ആ ട്രിബുലേഷൻ എല്ലാം അവസാനിക്കും. അക്കാര്യം മാർക്കിന് അറിയാം. സകല വേദനയും സഹിച്ചുകൊണ്ട് ആ പാതയിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയാണ് മാർക്ക്. ബുദൂസ് ഈ കാഴ്ച കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അയാൾക്ക് മാർക്കിനുള്ള ആ അഡ്മിറേഷൻ കൂടി വരികയാണ്. ഒരു വല്ലാത്ത സ്നേഹവും ബഹുമാനവും ബുദൂസിന് മാർക്കിനോട് ഉണ്ടാവുകയാണ്. അയാൾക്കറിയാം മാർക്ക് അനുഭവിക്കുന്ന വേദനയുടെ ആ തീവ്രത. ബുദൂസ് അങ്ങനെ മാർക്കിനെ നോക്കി നിൽക്കുമ്പോൾ ആ മൂന്നാം ട്രിബുലേഷൻ അവസാനിച്ചു. ഈ സമയത്തും മാർക്കിന്റെ ബോഡി മുഴുവൻ വിണ്ടു കയറിയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ബോഡി പുനർക്രമീകരിക്കപ്പെട്ടു. മാർക്കിന്റെ ബോഡി പുനർക്രമീകരിക്കാനുള്ള സമയം മാർക്കിന് ആ ട്രിബുലേഷൻ മേഘങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നതാണ് സത്യം. ആ ബോഡി ഏതാണ്ട് പൂർണ്ണമായതും ബുദൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ സ്റ്റേജ് നീ ശരിക്കും ശ്രദ്ധിക്കണം. പറ്റില്ല എന്ന് തോന്നിയാൽ പിന്നീട് മുന്നോട്ട് പോകരുത്. ബുദൂസ് വളരെ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് മാർക്കിനോട് ആ കാര്യം പറഞ്ഞത്. പറ്റില്ല എന്ന് തോന്നിയാൽ ഫോർത്ത് ട്രിബുലേഷനെ മറികടക്കാൻ മാർക്ക് ശ്രമിക്കരുത്. അങ്ങനെ ബുദൂസ് പറയുമ്പോഴേക്കും ഫോർത്ത് ട്രിബുലേഷൻ ആരംഭിച്ചു. ആ ഫോർത്ത് ട്രിബുലേഷൻ ആരംഭിച്ച അതേ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറുടെ ആ ഗോൾഡൻ കോർ 4 കഷ്ണങ്ങളായി ചിതറി തുടങ്ങി. ശരിക്കും ആ ഗോൾഡൻ കോർ പൊട്ടി തകരാൻ പോവുകയാണെന്നുള്ള ഫീല് മാർക്കിന് അനുഭവപ്പെടുമ്പോൾ മേഘങ്ങൾ അതിന്റെ സംഹാര താണ്ഡവം മാർക്കിന് മുകളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടൺ കണക്കിന് മിന്നലുകൾ മാർക്കിനെ കേന്ദ്രീകരിച്ച് ആക്രമിച്ചു തുടങ്ങി. മാർക്കിന് ചുറ്റുമുള്ള ആ മുഴുവൻ ഏരിയയും വെന്ത് വെണ്ണീറായി കഴിഞ്ഞു. മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇപ്പൊ അതൊന്നും ഇല്ല.
അത്രയേറെ ശക്തമായ മിന്നലുകളാണ് മാർക്കിന് മുകളിൽ പതിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്ക് ഫെല്ലർക്ക് ശരിക്കും ആ മിന്നലുകൾ വേദന ഉണ്ടാക്കപ്പെട്ടാണ് ആ ഡാൻറ്റീൻ കോർ തകർന്നുകൊണ്ടുള്ള വേദന കൂടിക്കൂടി വന്നത്. ആ വേദന സഹിക്കാൻ കഴിയുന്നതിന്റെ പരമോന്നതിലേക്ക് എത്തുകയാണ്. ശരിക്കും മാർക്കിന്റെ ബോഡിയിൽ വേദന അനുഭവപ്പെടാത്ത ഒരു സ്ഥലവും ഇല്ല എന്ന് തന്നെ പറയാം. എൻറ്റയർ ബോഡിയിലും കോടിക്കണക്കിന് സൂചികൾ കുത്തുന്ന പോലെ വേദന മാർക്കിന് അനുഭവപ്പെടുകയാണ്. ആ വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ മാർക്ക് ശാന്തമായി ആ മുഖം ക്ലീനാക്കി വെക്കുകയാണ്. മാർക്ക് അപ്പോഴും കണ്ണടച്ചു പിടിച്ചിരിക്കുകയാണ്. മാർക്കിന് അപ്പോഴും ആ മാർഷൽ സെയിന്റ് എന്നുള്ള ലക്ഷ്യം കാണാം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ 4th സ്റ്റേജിലാണ് മാർക്ക് നിൽക്കുന്നത്. ഈ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ 4 സ്റ്റേജുകളിലൂടെയുണ്ട്. ആ 4ാമത്തെ സ്റ്റേജിൽ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാനാണ് മാർക്ക് ശ്രമിക്കുന്നത്. വേദന കൊണ്ട് പുളയുന്ന മാർക്കിന്റെ മുകളിലേക്ക് വീഴുന്ന ആ മിന്നലുകൾക്ക് തന്നെ ശരിക്കും ഒരു കൗതുകം ഫീൽ ചെയ്യുന്നുണ്ട്. അത് അതിശക്തമായി മാർക്കിനെ ആക്രമിക്കുകയാണ്. ആ മിന്നലുകൾക്ക് സ്വബോധം വീണ്ടും കിട്ടിയതുപോലെയുള്ള ഒരു ആക്രമണമാണ് അവർ നടത്തുന്നത്. മാർക്കിന്റെ ബോഡിയിൽ എവിടെയെങ്കിലും വേക്കൻ്റ് ഉണ്ടെങ്കിൽ ആ വേക്കൻ്റായ സ്പേസ് ലക്ഷ്യമാക്കിക്കൊണ്ട് മിന്നലുകൾ ആക്രമിക്കും പോലെ ഒരു തോന്നൽ ബുദ്ധൂസിനും അനുഭവപ്പെടുന്നുണ്ട്. ബുദ്ധൂസിന് പോലും ശരിക്കും വേദന അനുഭവപ്പെടുകയാണ്. മാർക്കിന്റെ ബോഡിക്കുള്ളിലുള്ള ആ ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ മാർക്ക് ഫെല്ലർ ആ 4th സ്റ്റേജ് ഏതാണ്ട് പൂർണ്ണമായും സഹിച്ചു എന്ന് തന്നെ പറയാം. ആ 4th സ്റ്റേജ് പൂർത്തീകരിച്ചതും മാർക്ക് കണ്ണു തുറന്നു. മേഘങ്ങൾ അപ്രത്യക്ഷമായ ആ സമയത്ത് മാർക്ക് ബുദ്ധൂസിനോട് പറഞ്ഞു, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. മാർക്കിന്റെ ഗോൾഡൻ കോറുകൾ തകർന്ന് തരിപ്പണമാകുന്നത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. 5ാമത്തെ ലെവലിലേക്ക് മാർക്ക് കടന്നാൽ മാർക്ക് അവിടെ അവസാനിക്കുമെന്ന് 100% ഉറപ്പാണ്. ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ 4 ട്രിബുലേഷനെ നീ അതിജീവിച്ചത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നിനക്കല്ലാതെ ഈ ഭൂമിയിൽ ഒരാൾക്കും ഇതിന് കഴിയില്ല. ഗോൾഡൻ കോർ തകർന്ന ഒരാളും ഇതിനു മുമ്പ് ഒരു സ്റ്റേജ് പോലും കടന്നിട്ടില്ല. നീ 4 സ്റ്റേജ് വിജയകരമായി കടന്നു. അതുതന്നെ നിന്റെ വിജയത്തെ സൂചിപ്പിക്കുകയാണ്. നീ നിരാശപ്പെടുകയൊന്നും വേണ്ട. നിന്റെ ഗോൾഡൻ കോർ ഒരിക്കൽ ശരിയാകും. അന്ന് നീ മാർഷൽ സെയിന്റ് ആകുകയും ചെയ്യും. മാർഷൽ സെയിന്റ് ആകാൻ നിനക്ക് വിധിയുണ്ടെങ്കിൽ നീ ഉറപ്പായും ആയല്ലേ പറ്റൂ. നീ നിരാശപ്പെടാതെ. ശരിക്കും ആ ബുദ്ധൂസ് മാർക്കിനെ വല്ലാതെ പ്രചോദിപ്പിക്കുന്ന ശൈലിയിൽ ആശ്വസിപ്പിച്ചുകൊണ്ടും അതേസമയത്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അയാളുടെ ആ സംഭാഷണത്തിൽ ഒരു അഡ്മിറേഷൻ, ഒരു ബഹുമാനം, സ്നേഹം ഒക്കെ ദൃശ്യമാണ്. മാർക്കിന്റെ ആ ബോഡി പതുക്കെ പതുക്കെ പുനഃക്രമീകരിക്കപ്പെടുകയാണ്. ആ ബോഡി പതുക്കെ പതുക്കെ ശരിയായി വരുമ്പോൾ മാർക്ക് അമ്പരപ്പോടെ അവന്റെ ബോഡിയിലേക്ക് നോക്കി. അവന്റെ ബോഡിക്കുള്ളിൽ നിന്ന് ഒരു പ്രകാശം ഉണ്ടാകുന്നു. മാർക്ക് അവന്റെ കൈയിലേക്കും കാലിലേക്കും ദേഹത്തൊക്കെ നോക്കുമ്പോൾ ദേഹത്തിന്റെ ഉള്ളിൽ നിന്നാണ് ആ പ്രകാശം വരുന്നത്. ബോഡിക്കുള്ളിൽ നിന്ന് ആ പ്രകാശം പുറത്തേക്ക് അങ്ങനെ ചാടി ചാടി വരികയാണ്. ആ പ്രകാശം പതുക്കെ മാർക്കിന്റെ എൻറ്റയർ ബോഡിയിലും വ്യാപിച്ചു. ഒരു വെള്ള പ്രകാശമാണ് അങ്ങനെ വ്യാപിച്ചത്. മാർക്കിന്റെ ബോഡിയിൽ മാർക്ക് ആ സെയിൻലി ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ഗോൾഡൻ പ്രകാശമാണ് ഉണ്ടാവുക. ഇപ്പോൾ ആ സെയിൻലി ടെക്നിക്ക് ഒന്നും മാർക്ക് ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെ തന്നെ മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ഒരു വെള്ള പ്രകാശം, എല്ലാ നിറങ്ങളും ചേർന്ന ആ വെള്ള പ്രകാശം ഉണ്ടായിരിക്കുകയാണ്. മാർക്ക് കൗതുകത്തോടെ ആ വെള്ള പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ബോഡി കൂടുതൽ ശക്തമായിരിക്കുകയാണ്. മാർക്ക്, ഇത് തികച്ചും അവിശ്വസനീയമായ ഒരു കാര്യമാണ്. മാർക്ക്, നീ പരാജയപ്പെട്ടിട്ടില്ല, നീ വിജയിച്ചിരിക്കുകയാണ്. നിന്റെ ഫിസിക്കൽ ബോഡി ശരിക്കും ശക്തമായിരിക്കുകയാണ്. മാർക്ക് മാർഷൽ സെയിന്റായി മാറുമ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. മാർക്കിന്റെ സ്പിരിച്വൽ എനർജിയുടെ ശക്തിയും കൂടും, മാർക്കിന്റെ ഫിസിക്കൽ ബോഡിയുടെ ശക്തിയും കൂടും. ഇവിടെ ആ മാർഷൽ സെയിന്റായി മാർക്ക് മാറിയില്ലെങ്കിലും മാർക്കിന്റെ ഫിസിക്കൽ ബോഡി കൂടുതൽ ശക്തമായിരിക്കുന്നു. മാർക്കിനോട് ബുദ്ധൂസ് അങ്ങനെ പറഞ്ഞതും മാർക്ക് ആ കാഴ്ച കണ്ടു. ആ വെള്ളപ്രകാശം മാർക്കിന്റെ ബോഡി മുഴുവനും വ്യാപിച്ചിട്ട് ആ ബോഡിക്കുള്ളിലേക്ക് പതുക്കെ ലയിച്ചു ചേർന്നു. അങ്ങനെ ലയിച്ചു ചേർന്നു എന്ന് മാർക്കിന് തോന്നിയതും മാർക്കിന്റെ എൻറ്റയർ ബോഡിയും പഴയതുപോലെ അങ്ങ് ശരിയായി. മാർക്ക് ആ കൈയിലേക്കൊക്കെ നോക്കുമ്പോൾ മാർക്കിന്റെ കയ്യിൽ ഒരു വല്ലാത്ത തിളക്കമുണ്ട്. മാർക്ക് എണീറ്റു. മാർക്ക് ബുദ്ധൂസിനോട് പറഞ്ഞു, ബുദ്ധൂസ്, എനിക്ക് ശരിക്കും പവർ ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്ക് ബുദ്ധൂസിനോട് അങ്ങനെ പറയുമ്പോൾ ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് അങ്ങനെയാണ്. നീ കൂടുതൽ പവർഫുൾ ആയിരിക്കുകയാണ്. ഒന്നും വെറുതെ ആയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ബുദ്ധൂസ് അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ബുദ്ധൂസിനോട് പറഞ്ഞു, ഇപ്പോൾ എത്ര സമയം എടുത്ത് കാണും ഞാൻ ഈ ആക്ടിവിറ്റി തുടങ്ങിയിട്ട്? മാർക്ക്, ഇപ്പോൾ ഏകദേശം ഒരു
ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മൾ എടുത്തു കാണും. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മാർക്ക് ആ ട്രിബുലേഷനിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ശരിക്കും മാർക്കിന്റെ ആ ബോഡി തിരിച്ച് ക്രമീകരിച്ച് കിട്ടാൻ ഗോൾഡൻ കോർ തകരാറായതുകൊണ്ട് കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. മാർക്കിന്റെ ബോഡി ക്രമീകരിച്ചതിന് ശേഷം മാത്രമാണ് ട്രിബുലേഷൻ മേഘങ്ങൾ മാർക്കിനെ ആക്രമിക്കുക. അതുകൊണ്ട് തന്നെ എത്ര സമയം കടന്നുപോയി എന്നതിനെക്കുറിച്ച് മാർക്കിനെ വലിയ പിടുത്തൊന്നുമില്ല. മാർക്കും ബുദ്ധൂസും അവിടെ നിന്ന് തിരിച്ച് ഗ്രാമത്തിലെത്തുമ്പോൾ ആ ഗ്രാമത്തിൽ ആ 2 കാറുകളും മടങ്ങിയെത്തിയിട്ടുണ്ട്. സമയം ഏകദേശം വൈകുന്നേരം 3 മണിയാണ്. സെങ്ജിയും കൂട്ടരും ഒക്കെ അവിടെ ഉണ്ട്. സെങ്ജിയും ആ 2 മാർഷൽ സെയിന്റുകളും 2 മാർക്കിസ്റ്റുകളും ആ ആൾക്കൂട്ടത്തെ ഒന്ന് നോക്കി. അവരുടെ ഉറക്കെ സെങ്ജി ആ ചോദ്യം ചോദിച്ചു, മാർക്ക് ഫെല്ലറെ നിങ്ങൾ കൊണ്ടുവന്നുവോ? പെട്ടെന്ന് പൂർണ്ണ ഒരു നിശബ്ദത അവിടെ ഉണ്ടായി. ഒരാളും ഒരു അക്ഷരവും ഇടാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സെങ്ജി എല്ലാവരും നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. ഇപ്പം സമയം 3:30 മണിയാണ്. ഇനി 1.5 മണിക്കൂർ കൂടിയാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സമയമുള്ളത്. 5 മണിക്ക് മുന്നേ മാർക്ക് ഫെല്ലറെ ഇവിടെ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നീട് വേറെ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. വളരെ കൂളായിട്ടാണ് സെങ്ജി ഇതൊക്കെ പറയുന്നത്. ഇത്രയും ആ ആള് പറഞ്ഞതും ലേശം പ്രായമുള്ളൊരു സ്ത്രീ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഏയ് യുക്കിൻ, നിന്റെ സുഹൃത്തിലെ ആ മാർക്ക് ഫെല്ലർ, അയാളെ നിനക്കൊന്ന് ബന്ധപ്പെട്ടുകൂടെ? മാർക്ക് ഫെല്ലർ ആ ഗ്രാമത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു കാര്യം കൊടുത്തിരുന്നു. ഒന്ന് മാർക്കിന്റെ ടെലിഫോൺ നമ്പർ, മറ്റൊന്ന് ഒരു ചെറിയ സംവിധാനമാണ്. അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സംവിധാനത്തിൽ അവളൊന്ന് അമർത്തി പിടിച്ചാൽ അത് പൊട്ടും. അത് പൊട്ടുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് സാധനം കയ്യിലുള്ള മാർക്കിന് കഥ മനസ്സിലാവും. മാർക്ക് ഇതേപോലെ ഒരെണ്ണം എമിലി ബ്ലാക്കിനെ കൊടുത്തിട്ടുണ്ട്. അവൾ പക്ഷേ അത് പൊട്ടിക്കാൻ തയ്യാറല്ല. അത് പൊട്ടിച്ചാൽ അവൾ പ്രതിസന്ധിയിലാണെന്ന് അറിയുന്ന മാർക്ക് ഫെല്ലർ അവിടേക്ക് വരും. അത് മാർക്കിനെ പ്രതിസന്ധിയിലാക്കും. ആ കാര്യം ആ പെൺകുട്ടിക്ക് അറിയാം. അതുകൊണ്ടാണ് അവൾ അത് എടുക്കാത്തത്. ആ ടെലിഫോൺ നമ്പർ ഉപയോഗിച്ച് മാർക്കിനെ അവൾ വിളിക്കാത്തതും ആ കാരണം കൊണ്ടാണ്. ആ ലേഡി ആ പെൺകുട്ടിയോട് അങ്ങനെ പറഞ്ഞതും യുക്കിനെ സെങ്ജി മുന്നിലോട്ട് വിളിപ്പിച്ചു. സെങ്ജിയുടെ മുന്നിലേക്ക് വന്ന ആ പെൺകുട്ടി സെങ്ജി ഒന്ന് സൂക്ഷിച്ചു നോക്കി. നിനക്ക് ആ മാർക്ക് ഫെല്ലറെ വലിയ ഇഷ്ടമാണല്ലേ? അങ്ങനെ സെങ്ജി ചോദിച്ചതും ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു നാണം കലർന്ന പുഞ്ചിരി ഉണ്ടായി. അത് കണ്ട ആ മാർഷൽ സെയിന്റുകൾ ഒന്ന് ചിരിച്ചു. കണ്ടോ ഇവളുടെ മുഖത്ത് നാണം? ഏയ്, നീ സുന്ദരിയല്ലേ? നീ ഒന്ന് മാർക്കിനെ വിളിച്ചാൽ മാർക്ക് ഉറപ്പായും നിന്റെ അടുത്തേക്ക് വരും. അങ്ങനെ ആ മാർഷൽ സെയിന്റുകൾ ഒരാൾ പറഞ്ഞതും സെങ്ജി ആ മാർഷൽ സെയിന്റിനോട് പറഞ്ഞു, ഏയ് മാർക്ക് പക്ഷേ ആ എമിലി ബ്ലാക്കിൽ ആകൃഷ്ടനല്ലേ? ഒരു ഏക പത്നി വ്രതക്കാരനല്ലേ ഈ മാർക്ക്? മാർക്ക് എമിലിയെ കളഞ്ഞിട്ട് മറ്റാരെങ്കിലും സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സെങ്ജി പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്ത് പെട്ടെന്നൊരു വിഷമം ഉണ്ടായി. മാർക്ക് ഫെല്ലർ വേറെ ഒരു സ്ത്രീയും നോക്കുപോലും ചെയ്യില്ല എന്നാണ് സെങ്ജി പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞ സെങ്ജി തിരിഞ്ഞ് ആ ആൾക്കൂട്ടത്തിൽ നിന്ന് നോക്കി. മാർക്ക് ഫെല്ലറും ആ പെൺകുട്ടിയും തമ്മിലുള്ള അടുപ്പത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവളെ ഭീഷണിപ്പെടുത്തി മാർക്കിനെ അവിടെ എത്തിക്കാൻ ശ്രമിക്കാമെന്നായിരുന്നു അയാളുടെ ധാരണ. പക്ഷെ അത് അവിടെ വിലപ്പോകില്ല എന്ന് അയാൾക്ക് മനസ്സിലായതും അയാൾ ആൾക്കൂട്ടത്തിനൊന്ന് നോക്കിയിട്ട് അതിൽ ലേശ പ്രായമുള്ള ഒരു സ്ത്രീയെ ഒന്ന് കേന്ദ്രീകരിച്ചു. ആ സ്ത്രീയെ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് നേരത്തെ സെങ്ജി ശ്രദ്ധിച്ച കാര്യമാണ്. സെങ്ജി ആ സ്ത്രീയെയും ആ പെൺകുട്ടിയും മാറി മാറി നോക്കിയിട്ട് ആ പെൺകുട്ടിയോട് ചോദിച്ചു, ആ സ്ത്രീ നിന്റെ ആരാണ്? എൻ്റെ മുത്തശ്ശിയാണ്. അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞതും സെങ്ജി അയാളുടെ ഇടത് കൈ ഒന്ന് ചലിപ്പിച്ചതേ ഉള്ളൂ. പെട്ടെന്നാണ് അതിശക്തമായി ഒരു പ്രകാശ സോഴ്സ് അയാളുടെ കയ്യിൽ നിന്ന് ആ സ്ത്രീയുടെ നെറ്റിൽ വന്ന് ഇടിച്ചത്. ഒരു ബുള്ളറ്റ് വന്ന് ഇടിക്കും പോലെ ആ പ്രകാശം വന്ന് ഇടിച്ചതും ആ സ്ത്രീ അവിടെ ചിതറി വീണു. തൻ്റെ മുത്തശ്ശി പെട്ടെന്ന് അങ്ങനെ ചിതറി തെറിച്ചതും ആ പെൺകുട്ടി ആകെ വല്ലാണ്ടായി. അവൾ അലറിക്കരഞ്ഞുകൊണ്ട് മുന്നോട്ട് ഓടാൻ പോയതും സെങ്ജി അവളെ അവിടെ പിടിച്ചു നിർത്തി. ഏയ്, നിന്റെ മുത്തശ്ശി കൊല്ലപ്പെട്ടതുപോലെ ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകളായി കൊല്ലപ്പെടാൻ പോവുകയാണ്. നിനക്ക് മാർക്ക് ഫെല്ലറെ പരിചയമുണ്ട്. നീ വിളിച്ചാൽ മാർക്ക് ഫെല്ലർ ഇവിടെ വരും. ഞങ്ങൾക്ക് മാർക്കിനെ മാത്രമേ ആവശ്യമുള്ളൂ. നിനക്ക് മാർക്ക് ഫെല്ലർ വേണമോ ഈ ആളുകൾ വേണമോ? നീ തീരുമാനിക്കേ. ആ പെൺകുട്ടി വല്ലാത്ത ധർമ്മസങ്കടത്തിലായി.
അവൾക്ക് മാർക്കിനെ ഒരു പരിചയമൊന്നുമില്ല. 3 ദിവസം അവളുടെ വീട്ടിൽ അവൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ, അത് മാത്രമാണ് മാർക്ക് ഫെല്ലർ. പക്ഷെ ആ മാർക്കിന്റെ പെരുമാറ്റവും ഇടപെടലും ഒക്കെ അവളെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. മാർക്ക് ഫെല്ലർ അവൾക്ക് കുറെ മരുന്നുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ആ മരുന്നുകൾ ഉപയോഗിച്ചാണ് അവളിപ്പോൾ അവിടെയുള്ള ആളുകളെയൊക്കെ ചികിത്സിക്കുന്നത്. മാർക്ക് ഫെല്ലറോട് വല്ലാത്തൊരു ബഹുമാനവും സ്നേഹവും ആ പെൺകുട്ടിക്കുണ്ട്. ആ മാർക്കിനെ ഒറ്റ കൊടുത്താൽ അവൾക്ക് ആ ഗ്രാമത്തെ രക്ഷിക്കാൻ പറ്റും. ഗ്രാമത്തെ അവൾ രക്ഷിച്ചാൽ മാർക്കിനെ അവൾക്ക് രക്ഷിക്കാൻ പറ്റില്ല. ശരിക്കും ധർമ്മസങ്കടത്തിലായ അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടതും ദേഷ്യമെന്ന സെങ്ചി അവളുടെ താടിയിൽ ഒരൊറ്റ ഇടി. ശരിക്കും അമ്പരപ്പിക്കുന്ന റിസൾട്ടാണ് തുടർന്നുണ്ടായത്. അവളുടെ താടിയിലേക്ക് സെങ്ചി ഇടിച്ചതും ആ പെൺകുട്ടി ആകാശത്തേക്ക് അങ്ങ് പറന്നുയർന്നു. അവള് പൂക്കുറ്റി പോലെ മുകളിൽ പോയി താഴേക്ക് പതിക്കുമ്പോൾ ആ ജനക്കൂട്ടം വാവിട്ട് നിലവിളിക്കുകയാണ്. അവരെയൊക്കെ ചികിത്സിക്കുന്ന, അവരുടെയൊക്കെ മനസ്സിന്റെ പാർട്ടായ ആ പെൺകുട്ടിയെ അവർക്ക് എല്ലാവർക്കും വലിയ കാര്യമാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടി അവളിതാ അവളുടെ ജീവൻ ബലി കൊടുക്കുകയാണ്. അങ്ങനെ ആ ആൾക്കൂട്ടം ആലോചിക്കുമ്പോഴേക്കും മുകളിൽ നിന്ന് ആ പെൺകുട്ടി താഴേക്ക് വീണു. പക്ഷെ തറയിലല്ല അവൾ വീണത്. അവൾ വീണത് ഒരാളുടെ കയ്യിലേക്കാണ്. അവളെ കയ്യിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലർ അവളെ സാവധാനം തറയിലേക്ക് നിർത്തുമ്പോൾ ശരിക്കും ഒരു അമ്പരപ്പ് ആ പെൺകുട്ടിയുടെ മുഖത്തുണ്ട്. അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവളെ രക്ഷിക്കാനായി മാർക്ക് ഫെല്ലർ അവിടേക്ക് എത്തുമെന്ന്. അവൾ മാർക്കിനെ അറിയിച്ചത് പോലുമില്ല. എന്നിട്ടും ഇതാ മാർക്ക് എത്തിയിരിക്കുന്നു. മാർക്ക് അവളെ താഴെ നിർത്തുമ്പോൾ ആ കാഴ്ച സെങ്ചി കണ്ടു. സെങ്ചി ആ കാഴ്ച കണ്ട് ഒന്ന് ഉറക്ക ചിരിച്ചു. ഏയ് മാർക്ക് ഫെല്ലർ, ഇത് വലിയ അതിശയമായിരിക്കുന്നല്ലോ. നീ എമിലി ബ്ലാക്കിനെ അല്ലാതെ വേറെ ഒരു സ്ത്രീയും കാമിക്കില്ല എന്നാണല്ലോ ഞാൻ കരുതിയത്. ഇപ്പോ നിന്റെ വ്രതമെല്ലാം പോയോ? നിനക്ക് എമിലിക്ക് പകരം പുതിയ സ്ത്രീകളൊക്കെ ആകാമല്ലേ? എന്നാലും നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല. അങ്ങനെ ആ സെങ്ചി ഉറക്ക പറഞ്ഞതും മാർക്ക് ഫെല്ലർ ആ പെൺകുട്ടി പുറകോട്ട് മാറ്റി. എന്നിട്ട് സെങ്ചിയോടായി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് നീയല്ല തീരുമാനിക്കാൻ. പക്ഷെ സെങ്ചി, ഞാനൊരു വാണിംഗ് നൽകാം. ഈ നിമിഷം നീയും നിന്റെ കൂട്ടുകാരും ഇവിടുന്ന് മടങ്ങിപ്പോയാൽ നിനക്കും നിന്റെ കൂട്ടുകാർക്കും നിങ്ങളുടെ ജീവൻ രക്ഷിക്കാം. മാർക്ക് ഫെല്ലറുടെ ആ വാക്കുകൾ കേട്ടതും സെങ്ചിയും ആ മാർഷൽ സെയിന്റുകളും അറിയാതെ ചിരിച്ചു പോവുകയാണ്. അവർ 3 പേരും മാർഷൽ സെയിന്റുകളാണ്. മാർക്ക് ഫെല്ലർ ആണെങ്കിൽ ഒരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആണ്. ഫലത്തിൽ മാർക്യൂസ് ആണ്. അതുകൊണ്ടാണ് അവർ ചിരിച്ചത്. മാർക്ക്, നിനക്ക് വട്ടായതാണല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് സെങ്ചി പെട്ടെന്ന് മാർക്കിനൊന്ന് സൂക്ഷിച്ചു നോക്കി. മാർക്ക്, നീയാണ് ആ മാർഷൽ സെയിന്റ് ആകാനായി ശ്രമം നടത്തിയ വ്യക്തിയല്ലേ? ഹോ, നീ പരാജയപ്പെട്ടു അല്ലേ? ഇപ്പോഴല്ലേ എനിക്ക് കഥ മനസ്സിലായത്. അത് ശരി, മാർഷൽ സെയിന്റ് ആകാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് എതിരിടാൻ പോകുന്നത്. നന്നായി നന്നായി. നിന്നെ കൊല്ലുക എന്നുള്ളത് എൻ്റെ ജീവിത ലക്ഷ്യമാണ്. ഈ സെങ്ചിയെ തുണിയില്ലാതെ മാർക്ക് ഫെല്ലർ ഒരു മിസ്റ്റിക് വേൾഡിനകത്തിട്ട് ഓടിച്ച സംഭവം സെങ്ചിയുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടപ്പുണ്ട്. അയാൾക്ക് ആ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല. സെങ്ചി ആ ഡയലോഗ് പറഞ്ഞതും ആ പെൺകുട്ടി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പ്ലീസ്, നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ. ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞതും മാർക്ക് അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇവനെ ഞാൻ നേരിടാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ബുദൂസിനോട് പറഞ്ഞു, ബുദൂസ്, ഞാൻ എൻ്റെ ബോഡി നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. മാർക്കിന്റെ മനസ്സിനകത്താണ് ആ സംഭാഷണം നടക്കുന്നത്. ബുദൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ ബുദൂസ് പറഞ്ഞതും മാർക്ക് ഫെല്ലർ അയാളുടെ മനസ്സ് കേന്ദ്രീകരിച്ചു. ശരിക്കും മാർക്ക് ഒന്ന് കണ്ണടച്ചു എന്ന് പറയാം. മാർക്ക് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും മാർക്കിന്റെ ബോഡിയുടെ നിയന്ത്രണം മാർക്ക് ബുദൂസിന് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത നിമിഷത്തിൽ കണ്ണു തുറന്ന മാർക്ക് ഫെല്ലർ ശരിക്കും ബുദൂസാണ്. കണ്ണു തുറന്ന മാർക്ക് ഫെല്ലർ അവിടെ കൂടി നിൽക്കുന്ന ആ 5 പേരെ ഒന്ന് നോക്കി. അയാളുടെ മുഖത്ത് ഇപ്പോ വേറൊരു ഭാവമാണ്. മാർക്കിന്റെ മുഖത്ത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ഭാവമല്ല ഇപ്പോ മാർക്ക് ഫെല്ലറുടെ മുഖത്തുള്ളത്. വളരെ കൗതുകത്തോടെ ബുദൂസ് ശരിക്കും ആ 5 പേരെ ഒന്ന് നോക്കി. അതിനുശേഷം അയാൾ ഉറക്കെ ആ സെങ്ചിയോട് പറഞ്ഞു, നിങ്ങൾ 5 പേരും അഹങ്കാരം തലയ്ക്ക് പിടിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അത് കേട്ടതും സെങ്ചിക്കൊപ്പമുള്ള മാർഷൽ സെയിന്റ് ഒന്ന് ചിരിച്ചു. ആ മാർഷൽ സെയിന്റുകൾ ഒരാൾ മുന്നോട്ട് പതുക്കെ നടന്നു വരികയാണ്.
അയാൾ വളരെ കൗതുകത്തോടെയാണ് നടന്നു വരുന്ന ആ മാർഷൽ സെയിന്റ് മാർക്ക് ഫെല്ലർ നോക്കിയിട്ട് മാർക്ക് ഫെല്ലറോടായി പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, ഒരു മാർഷൽ സെയിന്റിന്റെ കൈയാൽ കൊല്ലപ്പെടുക എന്നുള്ളത് ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഏതായാലും എനിക്ക് നിന്നോട് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിന്നെ ഞാൻ അധികം വേദനിപ്പിക്കാതെ അങ്ങ് കൊല്ലാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മാർഷൽ സെയിന്റുകാരൻ ശരിക്കും അയാളുടെ കൈ ഒന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ അയാളുടെ കയ്യിൽ ഒരു പ്രകാശം കേന്ദ്രീകരിക്കുകയാണ്. അടുത്ത നിമിഷത്തിൽ ആ പ്രകാശം അയാളുടെ വിരലുകളിലേക്ക് കേന്ദ്രീകരിച്ചു. ആ വിരലുകൾ പതുക്കെ നീണ്ടുവരികയാണ്. ഇപ്പോ നമ്മൾ കാണുന്നത് നീണ്ട നഖങ്ങളുള്ള ഒരാളെയാണ്. പ്രകാശമാണ് ആ നഖങ്ങളായി നിൽക്കുന്നത്. ആ നഖങ്ങൾ അയാളുടെ വലത് കൈയിൽ വന്നതും അയാൾ മുന്നോട്ട് കുതിച്ചു. ആ നഖങ്ങൾ ഉപയോഗിച്ച് മാർക്ക് ഫെല്ലറെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങനെ കൂളായി നിൽക്കുകയാണ് മാർക്ക് ഫെല്ലർ ആ മുന്നോട്ട് ഓടി വരുന്ന ആ മാർഷൽ സെയിന്റിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അയാൾ ഓടി മാർക്കിനടുത്തെത്തി ചാടി ഉയർന്ന് ഒരൊറ്റയാടി. ശരിക്കും ആ നഖങ്ങൾ മാർക്കിന്റെ പുറത്തുകൂടി അങ്ങനെ വരഞ്ഞു പോകുന്ന ശൈലിയിലാണ് അയാളൊന്ന് അടിക്കുന്നത്. അയാൾ അങ്ങനെ ആഞ്ഞടിച്ചതും ആ കൈ മാർക്ക് ഫെല്ലറുടെ ബോഡിയിലങ്ങ് പതിച്ചു. ശരിക്കും ആ പ്രകാശം കൊണ്ടുള്ള നഖങ്ങളും ആ കൈയും ഒക്കെ മാർക്കിന്റെ ബോഡിയിൽ കൊള്ളുക തന്നെ ചെയ്തു. അത് മാർക്കിന്റെ പുറത്തുകൂടി ഇങ്ങനെ കടന്നങ്ങനെ പോവുകയാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ ആ മാർഷൽ സെയിന്റ് അമ്പരപ്പോടെ മാർക്കിനെ തന്നെ നോക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിൽ ആ വിരലുകൾ തൊട്ടിട്ടേയില്ല. മാർക്കിന്റെ ബോഡിക്ക് മുന്നിലുള്ള കവറിൽ അതങ്ങ് തട്ടിപ്പോയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ കൂളായിട്ട് അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ട രണ്ടാമത്തെ മാർഷൽ സെയിന്റും സെങ്ജിയും ലേശം അമ്പരന്നു എന്ന് പറയാം. മാർക്കിനെ അറ്റാക്ക് ചെയ്ത ആ മാർഷൽ സെയിന്റ് ഒരു നിമിഷം ഒന്ന് അമ്പരന്നു പോയെങ്കിലും ചിരിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, ഓഹോ, നീ ശരിക്കും ബോഡി പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ആളാണല്ലേ. ഓക്കെ, എനിക്കിഷ്ടമായി. ഈ ബോഡി പ്രൊട്ടക്ഷൻ എങ്ങനെ തകർക്കണമെന്ന് ഞാൻ ഇപ്പോ നിന്നെ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈ ഒന്ന് പുറകോട്ടെടുത്ത് അയാളുടെ എൻറ്റയർ ഊർജവും ആ കൈയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഒറ്റയിടി അയാൾ ആഞ്ഞടിക്കുകയാണ് മാർക്ക് ഫെല്ലറെ. ആ സമയത്ത് മാർക്ക് ഫെല്ലർ നിശ്ചലനായി നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലറെ അയാൾ ആഞ്ഞടിച്ചതും അയാളുടെ കയ്യിൽ മാർക്ക് ഫെല്ലർ ഒന്ന് പിടിച്ചു. ശരിക്കും ബുദ്ധൂസ് ആണല്ലോ പിടിക്കുന്നത്. ആ കൈ മാർക്കിന്റെ ഇടത് കൈയിലാണ്. കൈ കൊണ്ട് ആഞ്ഞടിച്ച ആ മാർഷൽ സെയിന്റിന് പെട്ടെന്ന് എന്തോ ഒന്ന് ഫീൽ ചെയ്തു. അയാളുടെ കൈ മുന്നോട്ട് നീങ്ങുന്നില്ല. മാർക്കിന്റെ ഇടത് കൈയിൽ ആ കൈ ഇരിക്കുകയാണ്. അയാൾ കൈ വലിക്കാൻ നോക്കിയപ്പോൾ കൈ വലിക്കാൻ പറ്റുന്നില്ല. ഈ കാഴ്ച സെങ്ജിയും അയാളുടെ കൂടെയുള്ള ആളും കണ്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കൊരു പിടിയില്ല. പക്ഷേ അടുത്ത നിമിഷം അവർ ആ കാഴ്ച കണ്ടു. ആ മാർഷൽ സെയിന്റിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന മാർക്ക് ഫെല്ലർ ആ കൈ ഒന്ന് കുടയുന്നാണ് അവർ കണ്ടത്. ശരിക്കും മാർക്ക് ഒരു തുണി എടുത്തിങ്ങനെ അലക്കുന്ന പോലെ ആ മാർഷൽ സെയിന്റിന്റെ കൈ പിടിച്ച് മുകളിലോട്ടും താഴോട്ടും ഒന്ന് ആക്കുന്നതാണ് ആളുകൾ കണ്ടത്. അതിന്റെ ഫലമായി അന്തരീക്ഷത്തിൽ ആ മാർഷൽ സെയിന്റ് മുകളിലും താഴോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് ആളുകൾ കണ്ടത്. അങ്ങനെ ആ മാർഷൽ സെയിന്റിനെ എടുത്ത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇട്ട് ഒന്ന് അലക്കിയ മാർക്ക് ഫെല്ലർ കൈ കറക്കി ഒരൊറ്റയാടി. ശരിക്കും ഒരു വിറക് കമ്പെടുത്ത് തറയിൽ കറക്കി അടിക്കും പോലെ ആ മാർഷൽ സെയിന്റിനെ ബുദ്ധൂസ് എടുത്തൊരൊറ്റയാടി. ആ നിമിഷത്തിൽ ആ മാർഷൽ സെയിന്റ് കഷ്ണം കഷ്ണമായി ചിതറുമ്പോൾ അയാളുടെ ആ ഡിവൈൻ സെൻസ് പുറത്തേക്ക് ചാടി. ആ ഡിവൈൻ സെൻസിനെ ബുദ്ധൂസ് ഇടത് കൈകൊണ്ട് പിടിച്ച് ഞെരിച്ചെങ്കളഞ്ഞു. ഇതൊക്കെ സെക്കൻഡുകൾക്കകം സംഭവിച്ചതാണ്. ശരിക്കും ഒരു ഭയം ഈ നിമിഷത്തിൽ സെങ്ജിക്കും കൂടെയുള്ള മാർഷൽ സെയിന്റിനും അനുഭവപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് ശരിക്കും കൊണ്ട് മനസ്സിലായിട്ടില്ല. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ പ്രകാശ വേഗതയിൽ എന്ന് പറയത്തക്ക ശൈലിയിൽ ആ രണ്ടാമത്തെ മാർഷൽ സെയിന്റിന്റെ മുന്നിലെത്തിയിരുന്നു. അയാൾക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ കഴിയും മുമ്പ് അയാളുടെ തലയുടെ ഇരുഭാഗത്തുമായി മാർക്ക് ഫെല്ലറുടെ ഇരു കരകളും പതിച്ചു. ശരിക്കും ബുദ്ധൂസ് ആ രണ്ട് കൈകളും ആ തലയുടെ ഇരുഭാഗത്ത് വെച്ച് ഒന്ന് അമർത്തുകയാണ്. അടുത്ത നിമിഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന തല കാണാനില്ല. ആ തല ശരിക്കും ഒന്ന് ചിതറി ചതഞ്ഞ് പല പാർട്ടുകളായി. ശ്വാസം നിലച്ചു പോകുന്ന ഒരു കാഴ്ച എന്നേ അത് നമുക്ക് വിളിക്കാൻ പറ്റൂ. ഒരു മാർഷൽ സെയിന്റിന്റെ തലയാണ് നിമിഷ നേരം കൊണ്ട് ഒന്നുമല്ലാതായി മാറിയത്. ആ നിമിഷം തന്നെ അയാളുടെ ആ സോളിനെ ബുദ്ധൂസ് ചതച്ചരയ്ക്കുകയും ചെയ്തു. ഇപ്പോ ഭയം അതിന്റെ പരമോന്നതയിൽ ആ രണ്ട് മാർക്വിസ്റ്റുകളിലും അതുപോലെ സെങ്ജിയിലുമുണ്ട്. ശരിക്കും അവർ മൂവരും വിറയ്ക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കൊരു പിടിയുമില്ല. ആ മാർഷൽ സെയിന്റുകളെ
ഒറ്റ കൈവീശലിന് കൊന്നൊടുക്കിയ ബുദ്ധൂസ് തിരിഞ്ഞ് സെങ്ജിയെ നോക്കി. ഞാൻ നിന്നെ അവസാനം കൊല്ലാമെന്ന് വിചാരിച്ചത് ഈ കാഴ്ചകൾ നീ കാണാൻ വേണ്ടിയാണ്. അങ്ങനെ മാർക്ക് ഫെല്ലറുടെ രൂപത്തിലുള്ള ബുദ്ധൂസ് പറയുമ്പോൾ സെങ്ജിയുടെ കാൽവിരൽ മുതൽ തലമുടി വരെ വിറയ്ക്കുന്നുണ്ട്. അയാൾ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ശരിക്കും അവിടെ മുട്ടുകുത്തി. വീരശൂര പരാക്രമിയായി അവിടെ എത്തിയ ആ സെങ്ജി മാർക്ക് ഫെല്ലർക്ക് മുന്നിൽ മുട്ടുകുത്തി മാപ്പപേക്ഷിക്കുന്ന, അമ്പരപ്പിക്കുന്ന ആ കാഴ്ചയാണ് ആ ഗ്രാമവാസിയിൽ കാണുന്നത്. സെങ്ജി മുട്ടുകുത്തിയതും ബുദ്ധൂസ് സെങ്ജിയെ ഇടത് കൈകൊണ്ട് എടുത്തുയർത്തി. ഇടത് കൈകൊണ്ട് സെങ്ജിയെ എടുത്തുയർത്തിയ ബുദ്ധൂസ് വലത് കൈ ഉപയോഗിച്ച് ഒരൊറ്റ ഇടി. ആ നിമിഷത്തിൽ ബുദ്ധൂസിന്റെ കയ്യിലുള്ളത് സെങ്ജിയുടെ തല മാത്രമാണ്. ബാക്കി ഭാഗം സെങ്ജിയുടെ കഴുത്തിൽ നിന്ന് അടർന്ന് അങ്ങ് തെറിക്കുകയായിരുന്നു. തെറിച്ചു പോയ ആ ഭാഗം ചിതറുകയും ചെയ്തു. കൂടുതൽ ഡയലോഗിനൊന്നും ബുദ്ധൂസിന് താല്പര്യമില്ല എന്ന് അവൻ്റെ ആ ആക്ഷൻ വിളിച്ചു പറയുകയാണ്. ഇപ്പോൾ സെങ്ജിയുടെ തല മാത്രം ബുദ്ധൂസിന്റെ കയ്യിലുണ്ട്. ആ ബോഡി ചിതറിയിരിക്കുകയാണ്. ആ ബോഡി ചിതറിയതും ബുദ്ധൂസിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ആ ഡിവൈൻ സെൻസിനെ ബുദ്ധൂസ് ഒരു കൈ കൊണ്ട് ഞെരിക്കുകയും ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും ആ കാഴ്ച കാണാം. ആ സെങ്ജിയുടെ തല മാത്രം മാർക്ക് ഫെല്ലറുടെ കയ്യിലിരിപ്പുണ്ട്. മാർക്ക് ഫെല്ലറുടെ ഉള്ളിൽ ബുദ്ധൂസ് ഉണ്ടെന്നുള്ള കാര്യം ആ ഗ്രാമീണവാസികൾക്ക് അറിയില്ലല്ലോ. അവരൊക്കെ അമ്പരപ്പോടെ, അത്ഭുതത്തോടെ, ഞെട്ടലോടുകൂടെ ആ കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ ആ തലയിലേക്ക് നോക്കിയ ബുദ്ധൂസ് ആ തല ശരിക്കും ഒരു പന്ത് തട്ടും പോലെ താഴോട്ടിട്ടിട്ട് ഒരൊറ്റ തട്ട്. ആ തല അങ്ങനെ പറന്നു പോവുകയാണ്. മാർക്ക് ഫെല്ലർ നേരത്തെ ധ്യാനത്തിലിരുന്ന അതേ മേഖലയിലേക്ക് ആ തല ഇങ്ങനെ പറന്നു പോകുമ്പോൾ ആ തല ചേർന്ന് കാണാം. ആ നിമിഷത്തിൽ ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇത് കൊള്ളാം, ഇത് കൊള്ളാം. എനിക്ക് ആ പഴയ നമ്പർ 1 കില്ലറായ ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ ലോകം കണ്ട നമ്പർ 1 കില്ലറായിരുന്നു ആ ബുദ്ധൂസ്. ആളുകളെ കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത, ശരിക്കും കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ആ കില്ലർ ഇതാ തിരിച്ചു വരികയാണ്. അവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഈ ബോഡി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇനി ഈ ബോഡി തന്നെ കഴിയാം. അങ്ങനെ പറഞ്ഞിട്ട് ബുദ്ധൂസ് നേരെ തിരിഞ്ഞത് ആ പെൺകുട്ടിയുടെ അടുത്തേക്കാണ്. ആ പെൺകുട്ടിയെ കണ്ട് വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ബുദ്ധൂസ് ആ പെൺകുട്ടിയുടെ മുന്നിലെത്തിയതും ആ പെൺകുട്ടിയെ തലയിലൊന്ന് തടവിയിട്ട് ബുദ്ധൂസ് അവളോട് പറഞ്ഞു, ഹേയ് നീ സുന്ദരിയാണല്ലോ. ശരിക്കും മാർക്ക് ഫെല്ലർ അവളോട് പറയാത്ത ഒരു വാചകമാണ് മാർക്ക് ഫെല്ലറുടെ വായിന്ന് അവൾ കേട്ടത്. അത് കേട്ടപ്പോൾ അവള് നാണം കൊണ്ട് ഒന്ന് പൂത്തുലഞ്ഞു എന്ന് പറയാം. പക്ഷെ അവളുടെ മുഖത്തൊരു അമ്പരപ്പുണ്ട്. അവളുടെ മുഖത്തൊന്ന് തലോടിയിട്ട് മാർക്ക് ഫെല്ലർ എന്ന ബുദ്ധൂസ് അവളോട് പറഞ്ഞു, ഹേയ് നീ നിന്റെ റൂമിന്റെ വാതില് ഇന്ന് അടയ്ക്കണ്ട, ഞാൻ രാത്രി അങ്ങ് വരാം. മാർക്ക് ഫെല്ലർ ശരിക്കും ഞെട്ടലോട് കൂടിയാണ് ബുദ്ധൂസിന്റെ ആ ഡയലോഗ് കേട്ടത്. മാർക്ക് എമിലി ബ്ലാക്ക് എന്ന ഒറ്റ സ്വപ്നത്തെ പിന്തുടരുന്ന വ്യക്തിയാണ്. ആ മാർക്കിന്റെ ബോഡിയിൽ കയറിയിരുന്നുകൊണ്ട് ഇതാ ബുദ്ധൂസ് പറയുകയാണ് രാത്രിയിൽ ആ പെൺകുട്ടിയുടെ മുറിയിലേക്ക് അയാൾ ചെല്ലാമെന്ന്. മാർക്ക് ആകെ പെട്ടതുപോയായി. മാർക്ക് ബുദ്ധൂസിനോട് പറഞ്ഞു, ബുദ്ധൂസ് നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വേഗം എന്റെ ബോഡി താ. മാർക്ക് നീ ചുമ്മാരിടാ, നീയാണെങ്കിൽ ഈ പെണ്ണിനെ തൊടത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. ഞാനെങ്കിലും അവിടെ അടുത്തൊന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞ് ഞാൻ എന്റെ ബോഡിയൊക്കെ തരാം. മാർക്ക് എത്ര നാളായിടാ ഞാനൊരു പെണ്ണിനെ തൊട്ടിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. ഞാൻ ഈ ലോകത്തിലെ നമ്പർ 1 കില്ലർ മാത്രമല്ല, നമ്പർ 1 പെർവർട്ടുമാണ്. പെണ്ണുങ്ങൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ശരിക്കും പെർവർട്ടായിരുന്ന ആ കില്ലറെ ആരൊക്കെയോ ചേർന്ന് തടങ്കിലാക്കി ആ മോതിരത്തിനകത്ത് ഒളിപ്പിച്ചതാണ്. ആ മാന്ത്രിക നിലവറയ്ക്കകത്ത് എത്രയോ നൂറ്റാണ്ടുകളായി അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ബുദ്ധൂസ് മാർക്ക് കാരണമാണ് പുറത്തെത്തിയത്. ഇപ്പോഴാണ് അയാൾക്ക് ആ പഴയ ജീവിതം ഒന്നുകൂടി തിരിച്ചു കിട്ടുന്നത്. അതിൻ്റെതായ ഒരു സന്തോഷം അയാൾക്കുണ്ട്. അത് കണ്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, ബുദ്ധൂസ് നിനക്ക് ഞാൻ വേറെ ബോഡി സംഘടിപ്പിച്ചു തരാം, എൻ്റെ ബോഡി ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. മാർക്ക് നീ പറഞ്ഞ സത്യമാണോ? ബുദ്ധൂസ് നിന്നോട് ഞാൻ കള്ളം പറയില്ല, നിനക്ക് ഞാൻ നല്ലൊരു ബോഡി സംഘടിപ്പിച്ചു തരാം. മാർക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബോഡി നിനക്ക് ഇപ്പോൾ വിട്ടുതരാം. പക്ഷെ മാർക്ക് ഒരു കാര്യം, ഞാൻ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. ബുദ്ധൂസ് എത്ര ദിവസം ഉറങ്ങും?
മാർക്ക്, ചിലപ്പോൾ 2 ആഴ്ചയ്ക്കായിരിക്കും ഞാൻ ഉറങ്ങുക, ചിലപ്പോൾ ഞാൻ വർഷങ്ങളോളം ഉറങ്ങിപ്പോവും. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം, ബി കെയർഫുൾ. മാർക്ക്, ഞാൻ വീണ്ടും പറയുകയാണ്, ബി കെയർഫുൾ. അങ്ങനെ പറഞ്ഞിട്ട് ബുദ്ധൂസ് പെട്ടെന്ന് മാർക്കിന് ആ ബോഡി ഹാൻഡ് ഓവർ ചെയ്തു. ഒന്ന് കുലുങ്ങി മാർക്ക് കണ്ണു തുറക്കുമ്പോഴേക്കും മാർക്ക് പഴയ മാർക്കായി മാറി. ബുദ്ധൂസ് ശരിക്കും പറഞ്ഞതുപോലെ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. മാർക്ക് ഫെല്ലർ ഏതാണ്ട് വല്ലാണ്ടായതുപോലെയായി. ആ പെൺകുട്ടിയാണെങ്കിൽ മാർക്കിൻ്റെ അടുത്തുനിന്ന് അവളുടെ വീട് നേരെ നടക്കുകയും ചെയ്തിരുന്നു. അവൾ ആകെ പോത്തുലഞ്ഞാണ് നടന്നു പോകുന്നത്. മാർക്ക് എന്ത് പറയണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ്. ആളുകളൊക്കെ വല്ലാത്തൊരു സന്തോഷത്തിലാണ്. ശരിക്കും അവരെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ തയ്യാറാക്കി മാർക്കിന് കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി മാർക്കിന് അടുത്ത് വന്ന് ഭക്ഷണമൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. മാർക്ക് അവരോട് യാത്ര പറഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിലാണെങ്കിലും സന്ധ്യ ആയതുകൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. രാത്രി മാർക്ക് ആ വീടിനകത്ത് തന്നെ ഉണ്ട്. മാർക്കിന്റെ വീടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടിയുടെ വീടാണല്ലോ. ആ പെൺകുട്ടിയുടെ ബെഡ്റൂമിന്റെ വാതിൽ ആ പെൺകുട്ടി അടച്ചിട്ടില്ല. മാർക്ക് ഇപ്പുറത്തെ മുറിയിലുണ്ട്. മാർക്ക് ആ മുറിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. ആ പെൺകുട്ടി തന്നെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം മാർക്കിന് അറിയാം. മാർക്ക് രണ്ടും കൽപ്പിച്ച് അവസാനം രാത്രിയിൽ ആ മുറിയിലേക്ക് കയറി. അവള് മാർക്കിനെ കാത്തിരിക്കുകയാണ്. മാർക്കിനെ കുളിപ്പിക്കാനുള്ള സംവിധാനം വരെ അവൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ചൂടുവെള്ളമൊക്കെ ഒരു വലിയൊരു ടാങ്കിൽ അവൾ കരുതിയിട്ടുണ്ട്. അവൾ ശരിക്കും പണിയെടുക്കുന്ന ഒരു ആൾ തന്നെയാണ്. മാർക്ക് അവളെ കണ്ടതും ആ കട്ടിലിരുന്നു. അവൾ വളരെ നാണിച്ച് കുണുങ്ങി നിൽക്കുകയാണ്. അവളോടായി മാർക്ക് പറഞ്ഞു, ഏയ്, എനിക്ക് നീ എപ്പോഴും എൻ്റെ അനുജത്തിയാണ്. നേരത്തെ സംഭവിച്ചത് ഒരു തമാശയായിട്ട് മാത്രം നീ കരുതുക. അത് കേട്ടപ്പോൾ അവളുടെ മുഖത്ത് ഒരു വല്ലാത്ത നിരാശയുണ്ടായി. മാർക്ക് അവളോട് പറഞ്ഞു, എൻ്റെ സ്വപ്നം എമിലി ബ്ലാക്കാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ മാർക്കും എമിലിയും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് ആ പെൺകുട്ടിയോട് പറഞ്ഞു. കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് മാർക്കിനോടുള്ള ആരാധന കൂടുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ മാർക്ക് അവളുടെ യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ അവൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്നെയും നിങ്ങളുടെ ശിഷ്യനാക്കാവൂ, എന്നെ നിങ്ങളുടെ ശിഷ്യയാക്കാവൂ. ഏയ്, എന്തിനാണോ? മാർക്ക്, എൻ്റെ അമ്മൂമ്മയെ അയാൾ കൊന്നത് എൻ്റെ കൺമുന്നിൽ വെച്ചാണ്. ഇനിയും ആളുകൾ ഞങ്ങൾ ആക്രമിക്കാൻ വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഞങ്ങൾക്ക് നല്ല വില തരാതെ ബലമായി ആളുകൾ സാധനങ്ങൾ പിടിച്ചെടുക്കാറുമുണ്ട്. ഞങ്ങളൊക്കെ ശക്തരായി മാറിയാൽ അത് നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് എന്നെ ഒന്ന് പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അവളെ പറഞ്ഞു വരുന്നത് കൾട്ടിവേഷൻ ടെക്നിക്കുകൾ അവളെ പഠിപ്പിക്കണമെന്നാണ്. അവളുടെ ഉദ്ദേശശുദ്ധിയിൽ തെറ്റില്ല എന്ന് മാർക്കിനെ അറിയുകയും ചെയ്യും. മാർക്ക് ഫെല്ലർ അവളോട് പറഞ്ഞു, തൽക്കാലം നീ ഇവിടെ തന്നെ നിൽക്കുക, ഒരവസരം വരുമ്പോൾ ഞാൻ നിന്നെ കൂടെ കൂട്ടാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ഈ പൈറോയിൽ മാർക്കിനെതിരായി ഒരു വലിയ ക്യാമ്പയിനിങ് നടക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇവിടെ തങ്ങി നിൽക്കുന്നതിൽ വലിയ അർത്ഥമില്ല. മാർക്കിന് വേണ്ടത് ഹെവൻലി വാനിലയാണ്. ഹെവൻലി വാനില കിട്ടാതെ മാർക്കിന്റെ ആ ഗോൾഡൻ കോറുകൾ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ആ ഗോൾഡൻ കോർ റിപ്പയർ ചെയ്താൽ മാത്രമേ മാർക്കിന് മാർഷൽ സെയിന്റ് ആകാൻ പറ്റൂ. മാർഷൽ സെയിന്റ് ആയല്ലാതെ മാർക്കിന് മുന്നോട്ട് നീങ്ങാനാവില്ല. മാർഷൽ സെയിന്റ് ആകാൻ മാർക്കിന് ഹെവൻലി വാനില സംഘടിപ്പിക്കണം. അതെങ്ങനെ സംഘടിപ്പിക്കാം എന്ന് ആലോചിച്ചപ്പോഴാണ് മാർക്കിന്റെ ആ പഴയ സംഘടനയെക്കുറിച്ച് ഓർക്കുന്നത്. ഷെങ് കിങ്ഡത്തിൽ മാർക്ക് ഹെവൻലി ഗേറ്റ് എന്നുള്ള സംഘടന രൂപീകരിച്ചതിന് ശേഷമാണ് പൈറോയിലേക്ക് വന്നത്. ആ സംഘടനയെക്കുറിച്ച് ആലോചിച്ചതും മാർക്ക് പൈറോയിൽ നിന്ന് നേരെ ഷെങ് കിങ്ഡത്തിലേക്ക് തിരിച്ചു. മാർക്ക് ഫെല്ലർ ഷെങ് കിങ്ഡത്തിലേക്ക് തിരിച്ച കാര്യം എയർപോർട്ടിൽ മാർക്കിനെ കണ്ട ആളുകൾ വഴി പൈറോയിൽ പലരും അറിഞ്ഞു. മാർക്ക് ഫെല്ലർ ഇതാ നാട് വിട്ടിരിക്കുന്നു. ആ വാർത്ത പെട്ടെന്നാണ് സ്പ്രെഡായത്. ആ വാർത്ത സ്പ്രെഡ് ആകുമ്പോഴേക്കും മാർക്ക് എയർപോർട്ടിൽ നിന്ന് നേരെ ഹെവൻലി ഗേറ്റിലെത്തി. ഹെവൻലി ഗേറ്റിലെ കാവൽക്കാർ മാർക്കിനെ കണ്ടതും മാർക്കിനോട് ചോദിച്ചു, ആരാ? എൻ്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. മാർക്ക് ഫെല്ലർ എന്ന് കേട്ടതും അവർ മാർക്കിനെ വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ആ ഹെവൻലി ഗേറ്റിന്റെ സെക്ഷൻ മാസ്റ്റർ മാർക്ക് ഫെല്ലർ ആണെന്നുള്ള കാര്യം ആ കാവൽക്കാർക്ക് അറിയാം. മാർക്ക് അകത്ത് ചെല്ലുമ്പോൾ ഒരാൾ ഓടി മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്കിന്റെ അടുത്തേക്ക് ഓടി വന്ന ആള് സ്വയം പരിചയപ്പെടുത്തി. സെക്ഷൻ മാസ്റ്റർ മാർക്ക് ഫെല്ലർ, എൻ്റെ പേര് വാർണർ എന്നാണ്. ഞാനാണ് ഇപ്പോൾ ഈ സെക്ഷന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങിവിടെ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ പതുക്കെയാണ് മൂവ് ചെയ്യുന്നത്. ആ വാർണർ വഴി മാർക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. സെക്ഷൻ എത്രത്തോളം വലുതായിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞ മാർക്ക് ഫെല്ലർ മാർക്കിന് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്ന മുറിയിലെത്തി. ആ മുറിയിലെത്തിയ മാർക്ക് ആ മുറിയൊക്കെ പരിശോധിച്ചതിന് ശേഷം വാർണറോട് പറഞ്ഞു, വാർണർ,
നമ്മുടെ എല്ലാ ആളുകളെയും വിളിക്കും. മാർക്ക് ആവശ്യപ്പെട്ട അനുസരിച്ച് വാർണർ ഉടൻ തന്നെ അനൗൺസ്മെന്റ് കൊടുത്തു. അന്ന് വൈകുന്നേരമായപ്പോൾ ഹെവൻലി ഗേറ്റുമായി ബന്ധപ്പെട്ട സകല ആളുകളും അവിടെ എത്തി. അവരെ മാർക്ക് ഫെല്ലർ അഭിസംബോധന ചെയ്തു. സെക്ഷൻ മാസ്റ്റർ മാർക്ക് ഫെല്ലറെ ആദ്യമായി കാണുന്ന ആളുകളാണ് അവരിൽ പലരും. അവരൊക്കെ ബഹുമാനത്തോടെ മാർക്ക് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. മാർക്ക് അവരോട് പറഞ്ഞു, ഓക്കെ, ആദ്യമായി ഞാൻ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് നൽകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചില മരുന്നുകളൊക്കെ ഉണ്ടാക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ആ മരുന്നുകൾ ഒരുപാട് ഗുണപ്പെടും. അതിന് നിങ്ങൾ ഹെവൻലി വാനില കണ്ടുപിടിക്കണം. നമ്മുടെ ഈ ഷെങ്കിണ്ടത്തിൽ എവിടെയെങ്കിലും ഹെവൻലി വാനില ഉണ്ടാവും. അത് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരണം. അതുപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്നുണ്ടാക്കാം. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ അവർക്ക് ഷെങ്കിണ്ടം അരിച്ച് പറക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. സകല കടകളിലും സകല ഹബ്സ് ഫീൽഡിലും എന്ന് വേണ്ട സകല മാർക്കറ്റിലും തിരക്കാനാണ് മാർക്ക് അവർക്ക് നിർദ്ദേശം കൊടുത്തത്. അന്ന് ആ പകലും പിറ്റേ ദിവസവും അതിവേഗം അങ്ങനെ കടന്നു പോവുകയാണ്. സകല മേഖലയും അരിച്ചു പറക്കിയിട്ടും ഹെവൻലി ഗേറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ആ ഹെവൻലി വാനില മാത്രം കിട്ടിയില്ല. ഹെവൻലി വാനിലയെ കുറിച്ച് ഒരു വിവരങ്ങളും ഇല്ലാതിരിക്കുമ്പോഴാണ് മുറിയിലിരിക്കുന്ന മാർക്കിനടുത്തേക്ക് വാർണർ ഓടി വന്നത്. സെക്ഷൻ മാസ്റ്റർ, ഒരാൾ ഹെവൻലി വാനിലയെ കുറിച്ചുള്ള കാര്യം അറിയാമെന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ട്. അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, ഓക്കെ, അയാളെ വിളിച്ചുകൊണ്ട് വാ. അല്പസമയം കഴിഞ്ഞതും വാർണർ ഒരു മധ്യവയസ്കരുമായി ആ മുറിയിലേക്ക് വന്നു. അയാളെ കണ്ടതും മാർക്ക് ഫെല്ലർ അയാളോട് ചോദിച്ചു, നിനക്ക് ഹെവൻലി വാനിലയെ കുറിച്ച് അറിയാവോ? അതെ, എനിക്ക് ഹെവൻലി വാനിലയെ കുറിച്ച് അറിയാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വാർണറെ ഒന്ന് നോക്കി. അയാൾക്ക് രഹസ്യമായിട്ട് എന്തോ മാർക്കിനോട് പറയാനുണ്ടെന്ന് തോന്നിയതും മാർക്ക് വാർണറോട് പറഞ്ഞു, വാർണർ പ്ലീസ്. വാർണർക്കും കാര്യം മനസ്സിലായി. വാർണർ ആ മുറിന്ന് പുറത്തിറങ്ങി വാതിൽ ചരിയിട്ട് അയാളുടെ സ്ഥലത്തേക്ക് നീങ്ങി. അയാൾ പോയി കഴിഞ്ഞെന്ന് ഉറപ്പായതും ആ മനുഷ്യൻ മാർക്കിനോട് പറഞ്ഞു, എൻ്റെ പേര് സ്മിത്ത് എന്നാണ്. ഞാൻ മിസ് മാർക്ക് ഫെല്ലറോട് ഒരു കാര്യം പറയാനാണ് വന്നത്. അതെ, അതെനിക്ക് മനസ്സിലായി. ഹെവൻലി വാനിലയെ കുറിച്ചല്ലേ പറയാൻ പോകുന്നത്? അല്ലല്ല, ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ ഇന്റേണൽ എനർജി ഒന്ന് റിലീസ് ചെയ്തു. ആ നിമിഷത്തിൽ മാർക്കിനെ കഥ മനസ്സിലായി. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ശരിക്കൊരു മാർഷൽ സെയിൻ്റാണ്. അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഈ ഹെവൻലി ഗേറ്റിൻ്റെ സെക്ഷൻ മാസ്റ്റർ ആണെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ രഹസ്യമായി നിനക്ക് ഒരു ചാൻസ് നൽകുന്നത്. ഞാൻ നിനക്ക് 3 ദിവസത്തെ സമയം തരും. 3 ദിവസത്തെ സമയത്തിനുള്ളിൽ നീ ആലോചിച്ച് യുക്തമായി ഒരു തീരുമാനമെടുക്കുക. നീ ഈ ഹെവൻലി ഗേറ്റ് 3 ദിവസം കഴിയുമ്പോൾ എനിക്ക് വിട്ടുതരണം. അങ്ങനെ ചെയ്താൽ നിന്നെ ഞാൻ കൊല്ലാതെ വിടാം. ശക്തമായ ഒരു വാണിംഗ് അതാണ് സ്മിത്ത് മാർക്കിന് കൊടുത്തിരിക്കുന്നത്. ഒരു മാർഷൽ സെയിൻറ്റുമായി നേരിട്ട് ഏറ്റുമുട്ടിയാൽ മാർക്ക് പരാജയപ്പെടുമെന്ന് 100% ഉറപ്പാണ്. അത് സ്മിത്തിന് അറിയാം. മാർക്കിന് ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു ഏറ്റുമുട്ടലിൽ നിൽക്കാതെ ആ ഹെവൻലി ഗേറ്റ് അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആലോചിച്ച് തീരുമാനിക്കുക. എന്തായാലും 3 ദിവസം കഴിയുമ്പോൾ ഞാനും എൻ്റെ ആളുകളും ഇങ്ങോട്ട് വരും. അങ്ങനെ പറഞ്ഞിട്ട് സ്മിത്ത് ചിരിച്ചുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് പോയി. മാർക്ക് ഫെല്ലർ ഒരു അക്ഷരം പോലും മിണ്ടാതെ ആ പോകുന്ന ആളെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാർക്ക് ശരിക്കും പെട്ടതുപോലെയായി. മാർക്ക് പൈറോളിൽ നിന്ന് ഷെങ്കിണ്ടത്തിൽ എത്തിയിട്ട് ഇന്ന് 3 ദിവസം കഴിയുകയാണ്. ഹെവൻലി വാനിലയ്ക്ക് വേണ്ടിയാണ് മാർക്ക് എത്തിയത്. ഹെവൻലി വാനില കിട്ടിയില്ലെങ്കിലും ഹെവൻലി ഗേറ്റിൽ പിടിച്ചു നിൽക്കാമെന്നാണ് മാർക്ക് കരുതിയിരുന്നത്. പക്ഷെ ആ പ്രതീക്ഷയാണ് ഇവിടെ അവസാനിക്കുന്നത്. മാർക്ക് ആ വന്ന സ്മിത്തിന് മുന്നിൽ തല കുനിക്കേണ്ടി വരും. അയാളുടെ അനുയായിയായി മാർക്ക് അവിടെ കൂടുകയോ അല്ലെങ്കിൽ മാർക്ക് അവിടെ വിട്ടുപോവുകയോ വേണം. രണ്ടിലൊന്ന് മാർക്ക് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ മാർക്ക് അയാളുമായി ഏറ്റുമുട്ടാൻ ബാധ്യസ്ഥനാണ്. അയാൾ ഒരു മാർഷൽ സെയിൻ്റാണ്. ചിലപ്പോൾ അയാൾക്കൊപ്പം വേറെയും മാർഷൽ സെയിൻറ്റുകൾ ഉണ്ടാവും. അവരോട് ഏറ്റുമുട്ടിയാൽ പരാജയമായിരിക്കും ഫലം. ആ കാര്യം മാർക്കിനറിയാം. എന്ത് ചെയ്യണമെന്നറിയാതെ മാർക്ക് ഫെല്ലർ ആ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുമ്പോൾ പെട്ടെന്ന് മാർക്കിന് ആ മുറിയിൽ മറ്റൊരാളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. ഞെട്ടിത്തിരിഞ്ഞ മാർക്ക് കാണുന്നത് ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നതാണ്. ഏയ്, നിങ്ങളെങ്ങനെ ഇതിനകത്തേക്ക് വന്നത്? ആ ചോദ്യത്തിന് ആ ആള് ഉത്തരം പറയാതെ മാർക്കിനടുത്തേക്ക് നടന്നു വരുന്ന കേട്ടതും മാർക്ക് ശരിക്കും ഇന്ത്യൻ എനർജി റിലീസ് ചെയ്ത് അയാളെ നേരിടാൻ തയ്യാറായി. മാർക്ക് തന്റെ ഇന്ത്യൻ എനർജി മുഴുവൻ കയ്യിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന ആളിനെ
അതിശക്തമായി ഒന്ന് പഞ്ച് ചെയ്തു. ഒറ്റ ഇടിയിൽ ആഗതനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ അയാൾ ശക്തനാണെങ്കിൽ താൻ പെട്ടുപോകുന്നുള്ള കാര്യം മാർക്കിനറിയാം. മാർക്ക് ശക്തമായി ഇടിച്ചതും അയാൾ വെറുതെ കൈയൊന്നുയർത്തി. ആ നിമിഷത്തിൽ മാർക്കിൻ്റെ ആ ഇടി ശരിക്കും ന്യൂട്രലൈസ് ചെയ്തങ്ങ് പോയി. ആ ഇടി ഉണ്ടാക്കിയ ആ പ്രഷർ ശരിക്കും അങ്ങനെ അലിഞ്ഞു പോകുന്നത് വല്ലാത്തൊരു അമ്പരപ്പോടെയാണ് മാർക്ക് കണ്ടത്. മാർക്ക് വീണ്ടും ശക്തമായി കയ്യിലേക്ക് എനർജി കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതും ആ വ്യക്തി മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക് ഫെല്ലർ, വെറുതെ ശ്രമിക്കണ്ട, ഞാൻ പ്രിൻസസ് പറഞ്ഞിട്ട് വന്നതാണ്. പ്രിൻസസ് എന്ന് കേട്ടപ്പോൾ മാർക്ക് കൗതുകത്തോടെ അയാൾ നോക്കി. പ്രിൻസസ്സോ? രാജകുമാരിമാരൊന്നും ഈ യുഗത്തിൽ ഇല്ലല്ലോ. അതുകൊണ്ടാണ് മാർക്കിന് ആ കൗതുകം തോന്നിയത്. മാർക്ക് കൗതുകത്തോടെ അയാൾ ചോദിച്ചു, രാജകുമാരി? ഏത് രാജകുമാരി? എമിലി ബ്ലാക്ക്. പെട്ടെന്നാണ് അയാൾ ഉത്തരം പറഞ്ഞത്. എമിലി ബ്ലാക്ക് എന്ന് കേട്ടതും മാർക്ക് പെട്ടെന്ന് ഓടി അയാളുടെ മുന്നിലെത്തി അയാളുടെ ഇരു കൈകളും ചേർത്ത് പിടിച്ചു. എമിലി ബ്ലാക്കിന്റെ അടുത്ത് വരുന്ന പറയും എമിലിക്ക് എങ്ങനെയുണ്ട്? മാർക്ക് അനവധി ചോദ്യങ്ങൾ തുരിതുരാ ചോദിച്ചു തുടങ്ങിയതും അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? മാർക്ക് ഉടൻ തന്നെ അയാളെ വിളിച്ച് അവിടെയുള്ള ആ സോഫയിലിരുത്തി. മാർക്ക് അയാളുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്, അയാളുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തെ പറയൂ, എമിലി ബ്ലാക്കിന് എങ്ങനെയുണ്ടോ? എമിലി ബ്ലാക്ക് സുഖമായിരിക്കുന്നു? എമിലി ബ്ലാക്ക് ഇപ്പൊ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ? എമിലി ബ്ലാക്ക് ഏത് പൊസിഷനിലെത്തി? എമിലിക്ക് എങ്ങനെയുണ്ട്? എമിലി സുഖമായി? ഒരുപാട് ചോദ്യങ്ങൾ തുരുതുരാ മാർക്ക് ഫെല്ലർ അങ്ങനെ ചോദിച്ചു തുടങ്ങിയതും അയാള് മാർക്കിന്റെ തോളിൽ നിന്ന് തട്ടി. ഹേയ് മാർക്ക്, ഞാൻ എല്ലാം പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എമിലി സുഖമായിരിക്കുന്നു. എമിലി ഇപ്പോ ഹാഫ് മാർഷൽ സെയിന്റ് ആണ്, ഉടനെ മാർഷൽ സെയിന്റ് ആവും. അത് കേട്ടപ്പോൾ മാർക്കിന്റെ കിളി പോയതുപോലെയായി. മാർക്ക് ഫെല്ലർ 3 വർഷം കൊണ്ട് ശ്രമിച്ചിട്ടാണ് ഹാഫ് മാർഷൽ സെയിന്റ് ആയത്. ആ സ്ഥലത്തേക്ക് എമിലി അതിവേഗമാണ് എത്തിയിരിക്കുന്നത്. എമിലിയുടെ ആ ബ്ലഡ് ലൈൻ പറയുന്നത് പോലെ വാസ്തവമാണെന്ന് ഇത് ഒരിക്കൽ കൂടി തെളിവുണ്ടാവുകയാണ്. പിന്നെ എമിലി സുഖമായിരിപ്പുണ്ട്. എമിലി പറഞ്ഞിട്ട് ഞാൻ വന്നത്. മാർക്ക്, നീ ഇപ്പോ മാർഷൽ സെയിന്റായി മാറാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുകയാണല്ലേ? നിന്റെ ഗോൾഡൻ കോറ് തകരാറിലല്ലേ? നിനക്ക് ഹെവൻലി വാനില ഉണ്ടെങ്കിലല്ലേ ഗോൾഡൻ കോറ് ശരിയാക്കാൻ പറ്റൂ? അങ്ങനെ ആ മനുഷ്യൻ ചോദിച്ചതും മാർക്ക് നിരാശയോട് അയാളോട് പറഞ്ഞു, അതെ, ഹെവൻലി വാനില ഉണ്ടെങ്കിലേ എനിക്ക് എൻ്റെ ഗോൾഡൻ കോറ് ശരിയാക്കാൻ പറ്റൂ. അങ്ങനെ മാർക്ക് പറഞ്ഞതും അയാള് കൈ ഒന്ന് അനക്കിയതും അയാളുടെ കയ്യിൽ ഒരു പെട്ടി വന്നു. മാർക്ക് വളരെ കൗതുകത്തോടെ ആ പെട്ടിയിലേക്ക് നോക്കുമ്പോൾ ആ പെട്ടി അയാൾ മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. മാർക്ക് ആ പെട്ടി തുറക്കുമ്പോൾ അതിനകത്ത് 3 ഹെവൻലി വാനില ചെടികളായിരിക്കുന്നത്. ഇത് തരാൻ മിസ് എമിലി എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. ശരിക്കും അമ്പരന്ന് പോയ മാർക്ക് ഫെല്ലർ വല്ലാത്തൊരു അതിശയത്തോടെ അയാളോട് പറഞ്ഞു, താങ്ക് യു. മാർക്ക്, താങ്ക്സ് എന്നോടല്ല പറയേണ്ടത്, ശരിക്കും എമിലിയോടാണ് പറയേണ്ടത്. ഓക്കെ, എമിലിയെ കാണുമ്പോൾ നിങ്ങൾ താങ്ക്സ് പറയണം. എനിക്ക് എപ്പോഴാണ് എമിലിയെ കാണാൻ പറ്റുക? മാർക്ക്, ഉറപ്പായും നീ എമിലിയെ കാണും. നീ കൂടുതൽ ശക്തി നേടണം. അപ്പോൾ നിനക്ക് എമിലിയെ കാണാൻ പറ്റും. പിന്നെ ഈ പെട്ടിക്കകത്ത് ഒരു എഴുത്തുണ്ട്. അത് എമിലി നിനക്ക് എഴുതിയ എഴുത്താണ്. നീ അത് വായിച്ചു നോക്ക്. പിന്നെ മാർക്ക്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയാനും കൂടി എമിലി എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഈ ഹെവൻലി വാനിലെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നിനക്കറിയാമോ? ഒരിക്കൽ ഹെവൻലി വാനിലെ കുറിച്ച് ആൽക്കമിസ്റ്റ് പവലിയനിലെ ആ പവലിയൻ മാസ്റ്ററോട് മാർക്ക് സംസാരിച്ചപ്പോൾ പവലിയൻ മാസ്റ്റർ എന്തോ പറഞ്ഞ കാര്യം മാർക്കിന് ഓർമ്മയുണ്ട്. പക്ഷെ കൃത്യമായിട്ട് മാർക്കിന് അറിയത്തില്ല എന്താണ് ചെയ്യേണ്ടത്. മാർക്ക് അമ്പരന്ന് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ ഒരു കടലാസ് കൂടി മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. അതിനകത്ത് ഹെവൻലി വാനില എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള പ്രിസ്ക്രിപ്ഷനാണ് എഴുതിയിരിക്കുന്നത്. ഹെവൻലി വാനില ഉപയോഗിച്ച് ഉണ്ടാക്കേണ്ട പില്ല് എന്താണെന്നും ആ പില്ല് ഉണ്ടാക്കേണ്ട പ്രിസ്ക്രിപ്ഷനും അതിൽ എഴുതിയിരിക്കുന്നുണ്ടെന്നും മാർക്ക് സന്തോഷത്തോടെ അത് വാങ്ങി ആ പെട്ടിക്കകത്തേക്ക് വെച്ചു. അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? സർ, ഈ ബ്ലാക്ക് കുടുംബത്തിന്റെ മിസ്റ്റിക് വേൾഡ് ശരിക്കും ശക്തമാണോ? മാർക്ക്, അതെന്ത് ചോദ്യമാണോ? ശക്തമാണെന്നോ? അതിശക്തമാണ് സർ. പിന്നെ എന്തുകൊണ്ടാ എമിലിയെ ഉപദ്രവിച്ച ഈ ജിങ്ദു മാർഷൽ അസോസിയേഷനെതിരെ നിങ്ങൾ നടപടിയെടുക്കാത്തത്? മാർക്ക്, ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുമല്ല. കാരണം എമിലി ബ്ലാക്കാണ്. എമിലി
ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെതിരെ ഞങ്ങൾ നടപടി എടുക്കണ്ട എന്ന് ഞങ്ങളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് മാർക്കിനെ കഥ മനസ്സിലായി. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെതിരെ നടപടി എടുക്കേണ്ടത് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലർക്ക് വേണ്ടി എമിലി അത് വിട്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയതും മാർക്ക് ഒന്ന് പുഞ്ചിരിച്ചു. ശരിക്കും ഒരു വല്ലാത്ത ആത്മവിശ്വാസപ്പെട്ടത് മാർക്കിനുണ്ടാവുകയാണ്. മാർക്കിനോടായി ആ മനുഷ്യൻ പറഞ്ഞു, മാർക്ക്, ഞാൻ വീണ്ടും പറയുന്നു, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ മാർക്കിൻ്റെ കയ്യിലേക്ക് ഒരു സാധനം കൂടി കൊടുത്തു. ശരിക്കും അത് ഒരു ടോക്കണാണ്. മാർക്ക്, എപ്പോഴെങ്കിലും നിനക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ നിനക്ക് ഈ ടോക്കൺ ഒന്ന് അമർത്തി പിടിക്കാം. അത് പൊട്ടുമ്പോൾ ആ നിമിഷം ആ വിവരം എമിലി അറിയും. പിന്നെ നീ ഭയപ്പെടണ്ട, ബ്ലാക്ക് കുടുംബം നിന്നെ രക്ഷിച്ചിരിക്കും. അത് ആ മനുഷ്യൻ കൊടുത്ത വാക്കാണ്. അത് പറഞ്ഞിട്ട് അയാൾ ആ ടോക്കൺ മാർക്കിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. മാർക്ക് ആ ടോക്കണിലേക്ക് ഒന്ന് നോക്കിയിട്ട് ആ ടോക്കൺ കൂടി ആ ബോക്സിനകത്തേക്ക് വെച്ചു. ശരിക്കും ആ ടോക്കൺ ഉപയോഗിക്കാൻ മാർക്കിനൊരു താല്പര്യമില്ല എന്ന് മാർക്ക് ആ ടോക്കൺ അകത്തേക്ക് വെക്കുന്ന കണ്ടപ്പോൾ ആ മനുഷ്യന് മനസ്സിലായി. അയാൾ മാർക്കിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എമിലിയുടെ സെലക്ഷൻ ശരിക്കും മോശമായില്ല എന്ന ഒരു തോന്നൽ ആ പുഞ്ചിരിയിലുണ്ട്. അയാൾ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയാണ്. അടുത്ത നിമിഷത്തിൽ അയാൾ വന്നതുപോലെ തന്നെ ആ മുറിയിൽ നിന്ന് അപ്രത്യക്ഷമായി. അയാൾ എങ്ങനെ ആ മുറിയിൽ നിന്ന് പുറത്തു പോയി എന്ന് മാർക്കിന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ശൈലിയിലാണ് അയാൾ പോയത്. അയാൾ പോയി കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ ആ പെട്ടി തുറന്ന് അതിനകത്തുള്ള ലെറ്റർ കയ്യിലെടുത്തു. എമിലി ബ്ലാക്ക് എഴുതിയിരിക്കുന്ന ആ ലെറ്ററിലേക്ക് മാർക്ക് എങ്ങനെ നോക്കിയിട്ട് മാർക്ക് ആ ലെറ്ററിൽ ഒന്ന് ചുംബിച്ചു. എത്രയോ കാലങ്ങൾക്ക് ശേഷം അയാൾക്ക് എമിലിയുടെ ഒരു കത്ത് കിട്ടുകയാണ്. ആ കത്തിലെ ആദ്യത്തെ വരി, പ്രിയപ്പെട്ട മാർക്ക്, മാർക്ക്, നീ ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിൻ്റായി സ്ട്രക്കായിരിക്കുന്നു എന്ന് എനിക്കറിയാം. ഈ ഹെവൻലി വാനില അതിൽ നിന്ന് മറികടക്കാൻ നിന്നെ സഹായിക്കും. മാർക്ക്, ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. മാർക്ക്, എനിക്കറിയാം നീ ശരിക്കും ബുദ്ധിമുട്ടുന്നു എന്നുള്ള കാര്യം. പക്ഷെ മാർക്ക്, ആ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ച് നീ എന്നെ സ്വന്തമാക്കുന്ന ആ ദിവസമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. മാർക്ക്, എപ്പോഴെങ്കിലും നിനക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ നിന്നെ ഏൽപ്പിച്ച ടോക്കൺ ഒന്ന് അമർത്തിയാൽ മതി. ആ നിമിഷം ഞാൻ നിന്നെ എൻ്റെ അടുക്കിലേക്ക് എത്തിക്കാം. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് നീ സ്വയം എൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. മാർക്ക് ഫെല്ലറിനോട് എമിലി അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. വളരെ ഭംഗിയായിട്ട് ആ കത്തിലൂടെ എമിലി കൃത്യമായും മാർക്കിനെ പ്രചോദിപ്പിക്കുകയാണ്. മാർക്ക് ആ കത്തങ്ങനെ വായിച്ചു പോകുമ്പോൾ എമിലി പറയാതെ പറയുന്നത് മാർക്കിനോട് പൊരുതാനാണ്. ആ കത്ത് വായിച്ചു കഴിഞ്ഞ മാർക്ക് ഫെല്ലർ ആ കത്ത് ആ പെട്ടിയിലേക്ക് തന്നെ വെച്ചു. അതിനുശേഷം മാർക്ക് വാച്ചിലേക്ക് നോക്കി. ശരിക്കും രാത്രി ഏകദേശം 12 മണിയായിട്ടുണ്ട്. മാർക്ക് ശബ്ദമുണ്ടാക്കാതെ ആ പെട്ടിയുമായി അതിവേഗം ഹെവൻലി ഗേറ്റിൽ നിന്ന് പുറത്തു കടന്നു. പിറ്റേന്ന് ഏകദേശം വൈകുന്നേരം ആകാറായപ്പോഴേക്കും മാർക്ക് ഫെല്ലർ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിൻ്റെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.